ശുശ്രൂഷയിലേക്ക് വേഗത്തിൽ പ്രവേശിക്കാൻ കർത്താവിൻ്റെ കൃപയിൽ ശരണപ്പെടുന്നു. പ്രസംഗം കേട്ടാൽ എന്ത് ഗുണമുണ്ട് എന്ന കാര്യത്തെക്കുറിച്ച് വേദപുസ്തകം നമുക്ക് മറുപടി തരുന്നുണ്ട്. ലോകത്തിലെ മറ്റിതര പ്രസംഗങ്ങളെക്കാളൊക്കെ വ്യത്യസ്തമാണ് നമ്മൾ ദൈവവചനത്തിലൂടെ കൈകാര്യം ചെയ്യുന്ന ദൈവത്തിൻ്റെ വചന ശുശ്രൂഷ എന്ന് പറയുന്നത്. സ്തോത്രം. ദൈവിക വചന ശുശ്രൂഷ കൊണ്ട് കേൾവിക്കാരുടെ ഗുണത്തെക്കുറിച്ച് വേദപുസ്തകം തന്നെ പറയുന്നുണ്ട്. ഒരുപക്ഷെ നമ്മുടെ അനുഭവങ്ങൾ, പ്രസംഗം കേട്ടതുകൊണ്ടുണ്ടായ നമ്മുടെ അനുഭവങ്ങൾ ഒരുപക്ഷെ ഒരു പുസ്തകം എഴുതാൻ പാകത്തിനുണ്ടെങ്കിലും ബൈബിൾ പറയുന്നതിനേക്കാൾ ആധികാരികത മറ്റൊന്നിനുമില്ലല്ലോ. അതുകൊണ്ട് തന്നെ ബൈബിളിൽ ഞാൻ സാധാരണ ഈ കാര്യത്തിൻ്റെ മുമ്പിൽ നിൽക്കുമ്പോൾ പൗലോസിൻ്റെ 2 ചോദ്യങ്ങൾ ഗലാത്യ സഭക്കാരോട് പറഞ്ഞത് എൻ്റെ ഓർമ്മയിൽ വരാറുണ്ട്. സ്തോത്രം. ഞാൻ നിങ്ങളെന്ന് ഓർപ്പിക്കും. അതുതന്നെ ഇന്ന് രാത്രി ഇവിടെ സംഭവിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് തുടർന്നുള്ള ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കുകയും ചെയ്യാം. ഗലാത്യ ലേഖനം വായിക്കണമെന്നല്ല ഞാൻ പറഞ്ഞു വിടാം. 3-ാം അധ്യായത്തിൻ്റെ 2-ാമത്തെ വാക്യവും 3-ാം അധ്യായത്തിൻ്റെ 5-ാമത്തെ വാക്യവും നിങ്ങൾ ശ്രദ്ധിച്ചാൽ ഗലാത്യ സഭക്കാരോട് പൗലോസ് ചോദിക്കുന്ന 2 ഗംഭീര ചോദ്യങ്ങൾ കാണാൻ കഴിയും. 3-ന്റെ 2 ആദ്യം ആ വാക്യം ഇങ്ങനെയാണ്: ഇതൊന്ന് മാത്രം ഞാൻ നിങ്ങളോട് ഗ്രഹിപ്പാൻ ഇച്ഛിക്കുന്നു. നിങ്ങൾക്ക് ആത്മാവ് ലഭിച്ചത് ന്യായപ്രമാണത്തിൻ്റെ പ്രവൃത്തിയാലാണോ വിശ്വാസത്തിൻ്റെ പ്രസംഗം കേട്ടതിനാലാണോ? സ്തോത്രം. ആ ചോദ്യത്തിനകത്ത് തന്നെ പൗലോസ് ഉദ്ദേശിക്കുന്ന എന്താന്ന് ബൈബിൾ വായന ഗ്രാഹ്യമുള്ള ആളുകൾക്കറിയാം. സ്തോത്രം. അപ്പം അദ്ദേഹം ചോദിക്കുന്നത് ഇതാണ്: ഗലാത്യ സഭക്കാർക്ക് ആത്മാവിനെ, ഏതാത്മാവിനെ? പരിശുദ്ധാത്മാവിനെ ലഭിച്ചതെങ്ങനെയാണെന്നാണ് അദ്ദേഹത്തിന് അറിയേണ്ടത്. ചോദ്യം ഒരു ഓപ്ഷനിലാണ് ഇട്ടിരിക്കുന്നത്. സ്തോത്രം. നമ്മുടെ കയ്യിലേക്ക് ഒരേ കടലാസ് തന്നിട്ട് നിങ്ങളെങ്ങനെയാണ് പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചതെന്ന് പോകുന്നതിനേക്കാൾ എഴുതി തരാൻ പറഞ്ഞാൽ 100 പേർക്ക് 100 രീതിയിലായിരിക്കും എഴുതാനുണ്ടാകുന്നത്. പക്ഷേ ഇവിടെ ഒരു ഓപ്ഷനാണ്: ഒന്നുകിൽ ന്യായപ്രമാണത്തിൻ്റെ പ്രവൃത്തിയാൽ, അതല്ലെങ്കിൽ വിശ്വാസത്തിൻ്റെ പ്രസംഗം കേട്ടതിനാൽ. സ്തോത്രം. പൗലോസ് തൻ്റെ പ്രസംഗത്തിനിട്ടിരിക്കുന്ന പേരാണ്, ക്രൈസ്തവ സഭയ്ക്കകത്ത് ഇതുപോലത്തെ പ്രസംഗങ്ങൾക്ക് ഇട്ടിരിക്കുന്ന പേരാണ് വിശ്വാസത്തിൻ്റെ പ്രസംഗം. എന്താണ് അങ്ങനെ വരാൻ കാരണം? ആ പേരങ്ങനെ ഇടാൻ കാരണം ഇത് കേട്ടിട്ട് സ്തോത്രം തകർന്നിരുന്നവർ, ഉടഞ്ഞിരുന്നവർ, ജീവിക്കേണ്ടെന്ന് തീരുമാനിച്ചവർ, ആത്മഹത്യ കുറിപ്പ് എഴുതി പോക്കറ്റിലിട്ടുകൊണ്ട് വന്നവർ, വഴിയോരത്ത് നിന്ന് ഇത്രയും ക്രമീകരണങ്ങളൊന്നുമില്ലാതെ, സ്തോത്രം പറയാൻ ആളില്ലാതെ, ഇത്രയും സുന്ദരമായ മുഖാന്തരങ്ങളില്ലാതെ വഴിയോരത്ത് നിന്ന് സുവിശേഷം കേട്ടതുകൊണ്ട് മരിക്കണ്ടെന്ന് തീരുമാനിച്ച് ജീവിക്കുന്നവർ ഇന്നുമുണ്ട്. ഈ പ്രസംഗം കേട്ടാൽ വിശ്വാസം കുറയില്ല. ഈ പ്രസംഗം കേട്ടാൽ മരിക്കാൻ തോന്നത്തില്ല. ഈ പ്രസംഗം കേട്ടാൽ സ്തോത്രം ജീവിക്കാൻ പ്രേരണയുണ്ടാകും. ആത്മഹത്യക്ക് തോന്നത്തില്ല. കാരണം ഈ പ്രസംഗത്തിൻ്റെ പേരേ വിശ്വാസത്തിൻ്റെ പ്രസംഗം എന്നാണ്. ഇന്ന് രാത്രി എത്ര പേർക്ക് മനസ്സുകൊണ്ട് ഒരുക്കമുണ്ട് സ്തോത്രം ഷാജി പാസ്റ്റർ പ്രസംഗം കേൾക്കാനല്ല, മറിച്ച് വിശ്വാസത്തിൻ്റെ പ്രസംഗം കേൾക്കാൻ? ഈ രാത്രി വിശ്വാസത്തിൻ്റെ പ്രസംഗം കേട്ടോണ്ടിരിക്കുമ്പോൾ തന്നെ ഇതുവരെ പ്രാപിച്ചതിനേക്കാൾ അപ്പുറമായി ഓരോ കേൾവിയിലും നമ്മുടെ മേൽ ഇറങ്ങി വരുന്ന ദൈവത്തിൻ്റെ ആത്മസാന്നിധ്യമുണ്ട്. യേശുവിൻ്റെ നാമത്തിൽ അത് സംഭവിക്കട്ടെ. ഹല്ലേലൂയ. പ്രസംഗം കേട്ടാൽ സ്തോത്രം ദൈവത്തിൻ്റെ ആ ചോദ്യത്തിനകത്ത് അത് അണ്ടർസ്റ്റുഡാണ്. സ്തോത്രം. ഹല്ലേലൂയ. അതൊരു നിഷേധാത്മകരമായ രീതിയിൽ ആളുകൾ ഇന്ന് അറിയാൻ വേണ്ടി ചോദിക്കുന്നൊരു ചോദ്യമാണ്. ചോദ്യശൈലി കാണുമ്പോൾ നമുക്കറിയാം ഇത് ഇന്ന് അറിയാൻ വേണ്ടി ചോദിക്കുന്നതാണ്. ചോദ്യകർത്താവിന് ഉത്തരം അറിഞ്ഞുകൊണ്ടുള്ള ചോദ്യമാണ്. സ്തോത്രം ഗ്രഹിപ്പിക്കാനാണ്. അപ്പോൾ 1-ാമത്തെ ചോദ്യത്തിൻ്റെ മറുപടി വിശ്വാസത്തിൻ്റെ പ്രസംഗം കേട്ടാൽ, ഇന്ന് രാത്രി ഒരു 9 മണിക്ക് തൊട്ട് താഴെ വരെ കർത്താവ് അനുവദിച്ചാൽ ഞാൻ പ്രസംഗിക്കാം. 9 മണി വരെ കേൾക്കുന്ന പ്രസംഗം കൊണ്ട് എന്ത് കിട്ടുമെന്ന് ചോദിച്ചാൽ ഞാൻ ഒറ്റ വാക്കിൽ ഈ വാക്യം വെച്ച് മറുപടി പറയാം: പരിശുദ്ധാത്മാവിനെ കിട്ടും. ഹല്ലേലൂയ. അപ്പോൾ ഒരു പക്ഷേ സ്തോത്രം ഹല്ലേലൂയ കുറേ പേർ സ്തോത്രം ചെയ്തു, കുറേ പേർ കൈയടിച്ചു. ചിലർ ആശങ്കയോടിരിക്കുന്നു: എൻ്റെ പാസ്റ്ററെ, കടഭാരം കൊണ്ടും കുഞ്ഞുങ്ങളുടെ ജീവിതത്തിൻ്റെ വഴിപിഴച്ച സ്ഥിതി കൊണ്ടും ബുദ്ധിമുട്ട് കൊണ്ടും രോഗം കൊണ്ടും ഒക്കെ പ്രാർത്ഥിച്ചാൽ മറുപടി കിട്ടുമെന്നോർത്താ ഇവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ പരിശുദ്ധാത്മാവിനെ കിട്ടിയാൽ കാര്യം നടക്കുമോ എന്നൊരു മറുചോദ്യം ചോദിച്ചാൽ അതിനൊരു ഉത്തരം പറയാം. ആ സ്തോത്രം ദൈവസഭയ്ക്കകത്ത് സകല കാര്യങ്ങളും നടത്തുന്നത് പരിശുദ്ധാത്മാവാണ്. സ്തോത്രം. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവാണ്. അതിന് വാക്യമുണ്ടോ എന്ന് ചോദിച്ചാൽ അതിൻ്റെ വാക്യം എഫേസ്യ ലേഖനം 3:20 ആ വാക്യം ഇങ്ങനെ എഴുതിയിരിക്കുന്നത്: എന്നാൽ നിങ്ങൾ ചോദിക്കുന്നതിനേക്കാൾ നനയ്ക്കുന്നതിനേക്കാൾ അത്യന്തം പരമായി ചെയ്യാൻ നിങ്ങളുടെ ഇടയിൽ വരുന്ന ഉപദേശിമാരാലെന്നല്ല, നിങ്ങളോട് പ്രസംഗിക്കുന്ന പ്രസംഗകരാലെന്നല്ല, നിങ്ങളിൽ വ്യാപരിക്കുന്ന ശക്തിയാൽ.
ഹല്ലേലൂയ. ആ ശക്തി പരിശുദ്ധാത്മാവിന്റെ ശക്തിയാണ്. അങ്ങനെയാണെങ്കിൽ ഇന്ന് പകൽക്കാലം 18 ദിവസങ്ങൾ ദൈവത്തോട് ചോദിച്ച ചോദ്യങ്ങൾ, ഈ ഉപവാസ പ്രാർത്ഥനയിൽ എഴുതി വെച്ചിരിക്കുന്ന വിഷയങ്ങൾ, ഒരുപക്ഷെ കോടിക്കണക്കിന് രൂപ മുടക്കിയാൽ തീരാത്ത വലിയ വലിയ പ്രോജക്റ്റുകൾ, ഇതെങ്ങനെ സാധ്യമാകുമെന്ന് ചോദിച്ചാൽ, പ്രസംഗിച്ചുകൊണ്ടിരുന്നാൽ കാര്യം നടക്കുമോ, പ്രസംഗം കേട്ടത് കൊണ്ട് ഗുണമുണ്ടാകുമോ എന്ന് ചോദിച്ചാൽ, തിരുവെഴുത്തിനെ ആധാരമാക്കി ഇന്ന് രാത്രി ഞാൻ ആത്മാവിൽ പറയാം, കൂടെ കൂടെ ദൈവത്തിന്റെ വചനം കേട്ടാൽ നിനക്ക് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ കിട്ടും. പരിശുദ്ധാത്മാവിന്റെ ശക്തി നിന്നെ മേൽ ആവഹിക്കാൻ തുടങ്ങിയാൽ നീ ചോദിച്ചതിനേക്കാൾ ഭംഗിയായി ദൈവത്തിന്റെ ആത്മശക്തി നിന്നിൽ കാര്യം നടത്തും. വിശ്വസിക്കുന്ന ദൈവമക്കൾ ഒരുമിച്ച് ഈ രാത്രി മുതൽ പരിശുദ്ധാത്മാവ്, ഹല്ലേലൂയ, നമ്മൾ ചില കാര്യങ്ങൾ നടത്താൻ പോകുകയാണ്. സ്വർഗം ഇന്ന് രാത്രി അത് ചെയ്യാൻ തുടങ്ങട്ടെ. യേശുവിൻ്റെ നാമത്തിൽ അങ്ങനെ സംഭവിക്കട്ടെ. ആരോടും പറയാതെ കൊണ്ട് നടക്കുന്ന കാര്യങ്ങൾ ഇതിനകത്ത് ആരുടെയോ ഹൃദയത്തിനകത്തുണ്ട്. 18 ദിവസമായിട്ടും ഇവിടെ പറഞ്ഞില്ല, പ്രാർത്ഥിക്കുമ്പോൾ പോലും ശബ്ദമുയർത്തി പറഞ്ഞില്ല. പക്ഷേ ഉള്ളത്തിന്റെ ഉള്ളിൽ ചോദിച്ചുകൊണ്ടിരിക്കുന്ന ചോദ്യം അത് ആര് നടത്തി തരും? ഇന്ന് രാത്രി നിങ്ങളുടെ നടുവിൽ നിന്ന് ഞാൻ പറയാം, നമ്മിൽ വ്യാപരിക്കുന്ന ശക്തിക്ക് കഴിയാത്തത് ഒന്നുമില്ല. ഈ ദിവസങ്ങളിൽ ആ കാര്യം കൂടെ നടത്തിയിട്ട് ദൈവാത്മാവ് വ്യാപരിക്കട്ടെ. ദൈവാത്മശക്തി നമ്മളിൽ വ്യാപരിക്കട്ടെ. നമ്മിൽ വ്യാപരിക്കുന്ന ശക്തിക്ക് നമ്മളിൽ എന്തോ ചെയ്യാനുണ്ട്, നമ്മളിൽ എന്തോ നിവർത്തിക്കാനുണ്ട്. അങ്ങനെ വിശ്വസിക്കുന്ന ദൈവമക്കൾ, സ്തോത്രം, ഇതൊരു നേരം പോക്കാന്ന് വിചാരിക്കാത്തവർ, വചനത്തിലേക്ക് കടക്കുന്നതിനേക്കാൾ മുമ്പ് എൻ്റെ മേൽ എത്രത്തോളം ശക്തി വ്യാപരിക്കുന്നു അത്രയും എന്നിൽ എന്തൊക്കെയോ കാര്യങ്ങൾ, എൻ്റെ കുടുംബത്തിൽ എന്തൊക്കെയോ കാര്യങ്ങൾ എൻ്റെ ദൈവത്തിന്റെ ആത്മാവിന് എന്നിൽ ചെയ്യാനുണ്ട്. ഹല്ലേലൂയ, സ്തോത്രം, ഹല്ലേലൂയ. വിശ്വാസത്തിന്റെ പ്രസംഗം, ആ പ്രസംഗം കേട്ടാൽ നിങ്ങൾക്ക് ആത്മാവിനെ ലഭിക്കും. ആ ആത്മാവ് നമ്മുടെ മേൽ ആവഹിച്ച് വ്യാപരിക്കാൻ തുടങ്ങിയാൽ നീ ചോദിച്ചതിനേക്കാൾ, നനച്ചതിനേക്കാൾ അത്യന്തം പരമായി നടക്കും. ഹല്ലേലൂയ. വിശ്വസിക്കുന്നവർ കരമുയർത്തി ഒന്നോടെ ദൈവത്തിന് സ്തോത്രം ചെയ്തേരെ. രണ്ടാമത്തെ ചോദ്യം 3:5 ഗലാത്യ ലേഖനം 3:5. ആ ചോദ്യം ഇങ്ങനെയാണ്, സ്തോത്രം ആട്ടെ, നിങ്ങൾക്ക് ആത്മാവിനെ തന്ന്, സ്തോത്രം, നിങ്ങൾക്ക് ആത്മാവിനെ നൽകി നിങ്ങളുടെ ഇടയിൽ വീര്യപ്രവൃത്തികളെ ചെയ്യുന്നവൻ ന്യായപ്രമാണത്തിൻ്റെ പ്രവൃത്തിയാലോ വിശ്വാസത്തിൻ്റെ പ്രസംഗത്താലോ അങ്ങനെ ചെയ്യുന്നത്. രണ്ടാമത്തെ ചോദ്യം ആദ്യത്തെ ചോദ്യത്തേക്കാൾ കുറേയും കൂടി ഗംഭീരമാണ്. പൗലോസ് ചോദിക്കുകയാണ്, നിങ്ങളുടെ ഇടയിൽ എന്ന് പറഞ്ഞാൽ ആരുടെ ഇടയിൽ? ലോകത്തിൽ 880 കോടി ആളുകളുണ്ട്. അവരെല്ലാം കൂടുന്ന സ്ഥലത്തല്ല ഇവിടെ നിങ്ങളെന്ന് ഉദ്ദേശിച്ചത് വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കളാണ്. സ്തോത്രം. ഇന്നിവിടെ ഇരിക്കുന്ന നമ്മൾ ഓരോരുത്തരും പോരെ. നിങ്ങളുടെ ഇടയിൽ ആ വാക്ക് ഞാൻ ഒന്നോടെ എൻ്റെ ഹൃദയത്തിൽ ശരിക്കും തട്ടുന്നു. നിങ്ങളുടെ ഇടയിൽ, നിങ്ങൾ ആത്മാവിൽ പറഞ്ഞ് ഞങ്ങളുടെ ഇടയിൽ ചിലത് നടക്കും. യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങളുടെ ഇടയിൽ ചിലത് നടക്കും. തന്നെ പിന്നെ പറഞ്ഞിട്ട് പോകുകയല്ല, ഞങ്ങളുടെ ഇടയിൽ ചിലത് സംഭവിക്കും. യേശുവിൻ്റെ നാമത്തിൽ അങ്ങനെ ഒരുമിച്ച് ദൈവസഭ പറ ഇവിടെ, ഹല്ലേലൂയ. ഇന്ന് രാത്രികാലം ഞങ്ങളുടെ ഇടയിൽ ചിലത് സംഭവിക്കും. ഈ രാത്രി അമിത വിശ്വാസം നിങ്ങൾക്കുണ്ടെങ്കിൽ 9 മണിക്ക് ആശീർവാദം പറയുന്നതിനേക്കാൾ മുമ്പ് അത് സംഭവിക്കാൻ തുടങ്ങണം. ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ, ഞങ്ങൾ ആരാധിക്കുമ്പോൾ, ഞങ്ങൾ ഒന്നിച്ചു കൂടുമ്പോൾ നിന്നയോ പരിഹാസമോ പഴിയോ എതിരുകളൊക്കെ ഉണ്ടെങ്കിലും തിരുവനന്തപുരം പട്ടണത്തിൽ ഞങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന ഈ സ്പേസിനകത്ത് ഞങ്ങൾ ഒരുമിച്ച് കൂടുമ്പോൾ, ഞങ്ങൾ പ്രാർത്ഥിക്കാൻ തുടങ്ങുമ്പോൾ, ഞങ്ങൾ ആത്മാവിൽ ആരാധിക്കാൻ തുടങ്ങുമ്പോൾ ഞങ്ങളുടെ ഇടയിൽ ചിലത് സ്വതന്ത്ര സംഭവിക്കാൻ തുടങ്ങും. ഹല്ലേലൂയ. അത് നമുക്ക് ആ വിശ്വാസം ഉണ്ടാകണം. എന്നിട്ട് വേണം പുറത്തൊരാളെ വിളിക്കാൻ. ഇന്ന് രാത്രി ആ വിശ്വാസം നമ്മുടെ അകത്ത് വരട്ടെ. ആത്മാവിൽ പറ, ഹല്ലേലൂയ. വേറെ എങ്ങും പോകേണ്ട വരില്ല. നീ നിന്നോട് തന്നെ പറ, ഈ വിഷയമായിട്ട് ഇനി ഒരു ആസ്പത്രിയിലും പോകേണ്ട വരില്ല, ഈ വിഷയമായിട്ട് ഒരു കോടതിയിലും പോകേണ്ട വരില്ല, ഈ വിഷയമായിട്ട് ഒരു വക്കീൽ ഓഫീസിലും പോകേണ്ട വരില്ല. ഞങ്ങളുടെ ഇടയിൽ ആ വാക്കിനെ മുറുകെ പിടിക്കണം. ഇന്ന് രാത്രിയിൽ സ്പെഷ്യൽ സെന്റൻസ് ആണത്. സ്വർഗം ഇന്ന് രാത്രി പറയുന്നു, ഞങ്ങളുടെ ഇടയിൽ നിനക്കൊരു കുടുംബമുണ്ടെങ്കിൽ, ഭാര്യ, ഭർത്താവ്, മക്കള്, നിങ്ങൾ 4 പേര് കൂടുന്നെങ്കിൽ, നിങ്ങൾ 6 പേര് കൂടുന്നെങ്കിൽ, നിങ്ങൾ ഇന്ന് രാത്രികാലം വട്ടത്തിൽ ഇരുന്നോണ്ട് പറയണം, ഞങ്ങളുടെ ഇടയിൽ
മതി ആരാ? ഞങ്ങളുടെ ഇടയിൽ ചേർന്ന് വിശ്വസിക്കുന്നവർ, ഒരുമിച്ച് ഐക്യമത്യമുള്ളവർ, ആത്മാവിന്റെ പൊരുത്തമുള്ളവർ, ദൈവകൃപയുള്ളവർ, അവർ ഒരുമിച്ച് പറ, ഞങ്ങളുടെ ഇടയിൽ. ഞങ്ങളുടെ ഇടയിൽ. ഹല്ലേലൂയ, സ്തോത്രം, ഹല്ലേലൂയ. ആ വലിയ ഒരു പദവി നമ്മൾ നഷ്ടപ്പെടുത്തരുത്. സ്തോത്രം, ഹല്ലേലൂയ. നിങ്ങൾ 4 പേരുള്ളെങ്കിലും 2 പേരുള്ളെങ്കിലും ഞങ്ങളുടെ ഇടയിൽ പ്രാർത്ഥിക്കുന്ന, ഞങ്ങളുടെ ഇടയിൽ ആരാധിക്കുന്ന, ഞങ്ങളുടെ ഇടയിൽ ദൈവവചനം വിശ്വസിക്കുന്ന, ഞങ്ങളുടെ ഇടയിൽ പരിശുദ്ധാത്മാവിന് സ്വാതന്ത്ര്യമുള്ള, ഞങ്ങളുടെ ഇടയിൽ യേശുക്രിസ്തു പറയുന്നത് അനുസരിച്ച, ഞങ്ങളുടെ ഇടയിൽ രക്ഷിക്കപ്പെട്ട, ഞങ്ങളുടെ ഇടയിൽ സ്നാനപ്പെട്ട, ഞങ്ങളുടെ ഇടയിൽ വിശുദ്ധ ജീവിതം നയിക്കുന്ന, ഞങ്ങളുടെ ഇടയിൽ ചിലത് സംഭവിക്കും. ഇന്ന് രാത്രി ആ മേഖലയെ അടച്ചു വെച്ച ദുഷ്ടശക്തിയെ പൊട്ടിച്ചുകൊണ്ട് സ്വർഗ്ഗം ഒരിക്കൽ കൂടി പറയുന്നു, നിങ്ങളുടെ ഇടയിൽ ഒന്നും സംഭവിക്കില്ലെന്നല്ല, ചിലത് സംഭവിക്കും. സംഭവിക്കട്ടെ, സംഭവിക്കട്ടെ, സംഭവിക്കട്ടെ. എല്ലാവരും ഹല്ലേലൂയ വിശ്വസിക്കണം. ഞങ്ങളുടെ ഇടയിൽ ചിലത് സംഭവിക്കും. സ്തോത്രം, ഹല്ലേലൂയ. നിങ്ങളുടെ ഇടയിൽ, ആ വാക്കിനായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. നിങ്ങൾക്ക് ആത്മാവിനെ തന്ന് നിങ്ങളുടെ ഇടയിൽ വീര്യപ്രവർത്തികളെ ചെയ്യുന്നവൻ അതാരാണ്? സ്തോത്രം. നിങ്ങളുടെ ഇടയിൽ വീര്യപ്രവർത്തികളെ ചെയ്യുന്നവർ എന്നല്ല, വീര്യപ്രവർത്തികളെ ചെയ്യുന്നവൻ. സ്തോത്രം. സഭയുടെ നടുവിൽ വീര്യപ്രവർത്തി ചെയ്യുന്നവൻ ആരാണ്? സ്തോത്രം, ഹല്ലേലൂയ. ഇവിടെ വന്ന ആരുമല്ല, വീര്യപ്രവർത്തികളെ ചെയ്യുന്നവൻ സർവശക്തനായ കർത്താവാണ്. അവനിവിടെ ഉണ്ടെന്ന് എത്ര പേർ വിശ്വസിക്കുന്നു? ഇന്ന് രാത്രി ആരൊക്കെ ഇവിടെ ഉള്ളതിനേക്കാൾ എൻ്റെ യേശു അഥവാ വീര്യപ്രവർത്തികൾ ചെയ്യുന്നവൻ. ഇന്ന് രാത്രി പ്രസംഗികർ ഇവിടെ കാണും, സ്തോത്ര പാട്ടുകാർ ഇവിടെ കാണും, സംഘാടകർ ഇവിടെ കാണും, ഇതിനിടയിൽ പ്രവാചകർ കാണും, ഇതിനിടയിൽ ഇതിൻ്റെ എല്ലാ കാര്യങ്ങളുടെ ചുമതല വഹിക്കുന്നവർ കാണും. പക്ഷേ കണ്ണുകൊണ്ട് കാണാൻ കഴിയില്ലെങ്കിലും നിങ്ങൾ അറിയണം, ഇതിനിടയിൽ പാട്ടുകാരേക്കാൾ, പ്രഭാഷകരേക്കാൾ, ഇവിടത്തെ ഏത് സംഘാടകത്ത് പാടവമുള്ളവരേക്കാൾ ഒരുവൻ മാറത്ത് പൊൻകച്ച കെട്ടിയവൻ, വെള്ളോടിന് സദൃശ്യമായ ഉലയിൽ ചുട്ടുപഴിപ്പിച്ച വെള്ളോടിന് സദൃശ്യമായ കാൽപാദങ്ങൾ ഉള്ളവൻ, അവൻ ഇതിന്റെ നടുവിൽ ഉലാവുന്നുണ്ട്. അവൻ എന്തിനാണ് യോഗത്തിന് വന്നത്? ഇന്ന് രാത്രി പാസ്റ്റർ ഷാജി ഇവിടെ യോഗത്തിന് വന്നതിൽ സ്തോത്രം നിങ്ങൾക്കറിയാം ഉദ്ദേശമുണ്ട്. എൻ്റെ ഭാഗം ഞാൻ എത്രത്തോളം നന്നാക്കാമോ അത്രയും പരിശുദ്ധാത്മാവിന്റെ കൂടെ നിന്ന് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സ്തോത്രം. നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഭാഗധേയത്വമുണ്ടെന്നാൽ ഇന്ന് രാത്രികാലം വീര്യപ്രവർത്തികൾ ചെയ്യുന്നവൻ ഇവിടെ വന്നതിന് ഒറ്റ ഉദ്ദേശമുള്ളൂ, 10 പോയിന്റുകൾ എഴുതിയെടുക്കാനല്ല. ഇവിടെ ആർക്കെങ്കിലും വീര്യപ്രവർത്തി ആവശ്യമുണ്ടോ, യേശുവിന്റെ പ്രവൃത്തി ആവശ്യമുണ്ടോ, അവർക്ക് വേണ്ടി പ്രവർത്തിക്കാനാണ്. ചേർന്ന് ദൈവത്തിന് എത്രത്തോളം നന്ദി പറയാമോ? തിരിച്ചറിവിന് പ്രായമുള്ള, വിവേകമുള്ള എല്ലാവരും ഒരുമിച്ച 2 വാക്യങ്ങളാണ് ഇന്ന് രാത്രി ഇനി എൻ്റെ പ്രസംഗത്തിന് ഇവിടെ സംഭവിക്കാൻ പോകുന്നത്. എല്ലാവരും ഒരുമിച്ച് സ്തോത്രത്തോടെ പറ, ഈ രാത്രി ഞാൻ ഇവിടെ വന്നത് എന്തിനാണ്? ഈ രാത്രി ഹല്ലേലൂയ ഈ ട്രാഫിക് ജാമുള്ള സിറ്റിയിൽ സ്തോത്ര ഹല്ലേലൂയ ഓടിക്കതച്ചെത്തിയത് എന്തിനാണ്? ഈ രാത്രികാലം ദൈവസന്നിധിയിൽ കഴിഞ്ഞ കുറെ ദിവസങ്ങളായി ഇവിടെ തങ്ങുന്നത് എന്തിനാണ്? ഒറ്റ വാക്ക് ഞാൻ പറയാം, യേശുവിന് നിന്നിൽ ചില വീര്യപ്രവർത്തികൾ ചെയ്യാനുണ്ട്. ഹല്ലേലൂയ. ചോദ്യം ഞാൻ ഒരിക്കൽ കൂടി ആവർത്തിക്കുന്നു, നിങ്ങളുടെ ഇടയിൽ വീര്യപ്രവർത്തികളെ ചെയ്യുന്നവൻ എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് വീര്യപ്രവർത്തികൾ ചെയ്യുന്നത്? വളരെ സിമ്പിളാണ്. അവിടെ എഴുതിയിരിക്കുന്നത് ന്യായപ്രമാണത്തിൻ്റെ പ്രവൃത്തിയാലാണോ വിശ്വാസത്തിൻ്റെ പ്രസംഗത്താലാണോ? സ്തോത്രം. മറുപടി വ്യക്തമാണ്, വിശ്വാസത്തിൻ്റെ പ്രസംഗത്താലാണ്. അങ്ങനെ ഒരു മറുപടി അല്ലേ അവിടെ നിന്ന് എത്ര ശ്രമിച്ചാലും നമുക്ക് ലഭിക്കത്തുള്ളൂ. സ്തോത്രം. വീര്യപ്രവൃത്തി എന്ന വാക്ക് ബൈബിൾ നിഘണ്ടുവിനകത്ത് നോക്കിയാൽ വളരെ ലളിതമായിരിക്കുന്ന ഒരു എക്സ്പ്ലനേഷൻ കാണാം. അത് ഇത്രയേ ഉള്ളൂ, മനുഷ്യൻ ചെയ്യാൻ നോക്കിയിട്ട് നടക്കാത്തതും ദൈവത്തെ കൊണ്ട് മാത്രം ചെയ്യാൻ കഴിയുന്നതും, അതിന് ബൈബിൾ ഇട്ടിരിക്കുന്ന പേരാണ് വീര്യപ്രവൃത്തികൾ. അങ്ങനെ എന്തെങ്കിലും കാര്യം ഇന്ന് രാത്രി നിങ്ങളുടെ ജീവിതത്തിലുണ്ടോ? പണം കൊണ്ട് നടക്കാത്തത്, സ്തോത്രം, ഈ ലോകത്തിലെ ഒരു ടെക്നോളജി കൊണ്ട് നടക്കാത്തത്, എൻ്റെ കഴിവ് കൊണ്ട് നടക്കാത്തത്, പലരോട് പറഞ്ഞിട്ട് നടക്കാത്തത്, ഇനി പ്രാർത്ഥനക്കാരോട് പോലും ഞാൻ പറഞ്ഞിട്ട് നടക്കാത്തത്, അങ്ങനെ ഏതെങ്കിലും ഒരു കാര്യം ഉണ്ടെങ്കിൽ ഞാൻ നിങ്ങളുടെ മുമ്പിലേക്കൊരു ചലഞ്ച് എടുത്തു വെക്കുന്നു. ഈ രാത്രി വീര്യപ്രവൃത്തി ചെയ്യുന്നവൻ വന്നിട്ടുണ്ട്. ചുമ്മാ ഒരു യോഗത്തിൽ വന്നിട്ട് പോകരുത്. യേശു ഉണ്ടെങ്കിൽ എന്തെങ്കിലും സംഭവിക്കണം.
നിങ്ങളോട് പറയുന്നു, നിങ്ങളുടെ ജീവിതത്തിലെ ഏതെങ്കിലും കാര്യങ്ങൾ നിങ്ങൾ വചനത്തെ വിശ്വസിക്കുമെങ്കിൽ ഗലാത്യർ 3:5 നിങ്ങൾ കൈവച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് പറയണം, ഞങ്ങളുടെ ഇടയിൽ ചില കാര്യങ്ങൾ നടക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതുകൊണ്ട് ഇന്ന് രാത്രിക്കാലം ഞാനൊരു ഭാരം നിന്നോട് പറയുകയാണ് കർത്താവേ, അതിന്ന് രാത്രി ഇവിടെ സംഭവിക്കണം, എന്നിൽ സംഭവിക്കണം, വീര്യപ്രവൃത്തികൾ നടക്കണം. കണ്ണടച്ച് നമുക്കൊരു നിമിഷം പ്രാർത്ഥിച്ചിട്ട് ഞാൻ രാവിലെ പറഞ്ഞതുപോലെ ദൈവകൃപ നമ്മളിൽ ചെയ്യുന്ന 10 കാര്യങ്ങൾ രാവിലെ പറയാൻ പറ്റിയില്ല. നിങ്ങൾ ആരൊക്കെയോ വരാൻ വേണ്ടി കർത്താവ് വെയിറ്റ് ചെയ്യായിരുന്നു. സ്തോത്രം എന്ന് ഞാൻ വിചാരിക്കുന്നു. ഹല്ലേലൂയ. കർത്താവിന് അഗാധ സ്നേഹമുണ്ട്. എന്നെപ്പോലെ ധൃതി പിടിക്കുന്ന ഒരാളല്ല. ആരെയൊക്കെയോ വെയിറ്റ് ചെയ്തു കർത്താവ്. ഇല്ലെങ്കിൽ രാവിലെ അത് പറഞ്ഞു പോയേനെ. ഇന്ന് രാത്രി നിങ്ങൾക്ക് തരാൻ ആഗ്രഹിച്ചത് ദൈവം നിങ്ങൾ വരുവോളം കാത്തിരുന്നു. അതുകൊണ്ട് ഇന്ന് പകല് വരാത്തവർ, രാത്രി വന്നവർ അധികം സ്തോത്രം ചെയ്തുകൊണ്ട് പറ, ഈ രാത്രിക്കാലം ദൈവമേ എനിക്കായി കരുതി വെച്ചത്, എനിക്കായി മാറ്റിവെച്ചത് ഇന്ന് രാത്രിക്കാലം സ്വർഗം ചെയ്യണം. ഹല്ലേലൂയ. കഴുത നഷ്ടപ്പെട്ട് ശൗമേലിന്റെ കൂടാരത്തിൽ 4 പട്ടണങ്ങൾ കയറി 5ാമത്തെ പട്ടണമായിരിക്കുന്ന സ്തോത്ര ഹല്ലേലൂയ രാമ എന്ന ആ പർവ്വത നഗരത്തിൽ ചെന്ന് സ്തോത്ര ശൗലിനെ കണ്ടപ്പോൾ ശൗമേൽ പ്രവാചകൻ ഭൃത്യനോട് പറഞ്ഞു, മാറ്റിവെക്കാൻ പറഞ്ഞ കൈക്കുറവ് അതെടുത്തുകൊണ്ട് വന്ന് ഇവന് കൊടുക്കാൻ. ഇന്ന് രാത്രി നിന്നെ കാണുമ്പോൾ ദൈവം മാറ്റിവെച്ചത് എന്തോ ഇന്ന് രാത്രി എടുക്കാൻ പറയണം. ഓ റമ ഷെഖേനിയ. എത്ര പേർക്ക് അങ്ങനെ ഒരു തോന്നലുണ്ട്? ഞാനൊരു ശകുനപ്പഴയാന്നോ, എന്നോട് ദൈവം സംസാരിക്കില്ലെന്നോ, ഞാനവിടെ പോയിരുന്നാലും ഒന്നും നടക്കില്ലെന്നല്ല. ഇന്ന് രാത്രി നീ നിന്നോട് പറ, എന്നെ കാണുമ്പോൾ ദൈവത്തിന് ദൂത് പറയാൻ തോന്നണം. എന്നെ കാണുമ്പോൾ അതുവരെ ആർക്കും കൊടുക്കാതെ മാറ്റിവെച്ച നല്ല ഹല്ലേലൂയ അറബ് മൃഗത്തിന്റെ കൈക്കുറക് അത് ഇന്ന് രാത്രിക്കാലം സ്വർഗം പറയണം, ഇതുവരെ തൊടാത്തത് അവൻ വന്നിട്ടുണ്ട്, എടുക്ക. അവൾ വന്നിട്ടുണ്ട്, എടുക്ക്. ഞാൻ നിങ്ങളെ പ്രൊമോട്ട് ചെയ്യുക. ഈ രാത്രിക്കാലം ഞാൻ വന്നതുകൊണ്ടല്ല, നിങ്ങളെ കണ്ടുകൊണ്ട് ആ ദൂത് ദൈവം തരാൻ പോകുന്നത്. ഇന്ന് രാത്രി ഞാൻ വന്നതുകൊണ്ട് ഇതുവരെ എടുക്കാത്തത് ദൈവം എടുക്കാൻ പോകുകയാണ്. വീര്യപ്രവർത്തികൾ നടക്കാൻ പോകുകയാണ് എന്ന് വിശ്വസിക്കുന്നവർ പരിശുദ്ധാത്മാവിനെ എൻ്റെ മേൽ അയക്കാൻ പോകുകയാണ് എന്ന് വിശ്വസിക്കുന്നവർ നിങ്ങളോട് പറ, ഏതൊക്കെ വിഷയങ്ങൾ തിരമാല ഇളകുന്നത് പോലെ നിങ്ങളിൽ ഇളക്കുന്നുണ്ടെങ്കിലും പറ, ഞാൻ ഒരു വിശ്വാസത്തിന്റെ പ്രസംഗം കേൾക്കാൻ പോകുകയാണ്. 9 മണി വരെ സ്വത്രം പറഞ്ഞുകൊണ്ടിരിക്കണം. 9 മണിക്കുള്ളിൽ എന്റെ കർത്താവ് ചില വീര്യപ്രവർത്തികൾക്ക് തുടക്കം കുറിക്കും. എനിക്ക് വേണ്ടി ഒരുക്കി വെച്ചത് ചെയ്യും. പരിശുദ്ധ ദൈവമേ, ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, കരുണാസമ്പന്നനായ കർത്താവിൻ്റെ തിരുമുമ്പിൽ ഒരിക്കൽ കൂടെ സന്തോഷത്തോടെ ഞങ്ങൾ കണ്ണുകൾ അടച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ, ഞങ്ങളുടെ ആത്മാവിൻ്റെ അത്യന്ത ശക്തിക്കായി ഞങ്ങൾ ദൈവത്തെ വാഴ്ത്തുന്നു. സ്വർഗീയ കൃപകളാൽ ദൈവം ഞങ്ങളെ നിറയ്ക്കുന്നതോർത്ത് ദൈവത്തെ സ്തുതിക്കുന്ന കർത്താവേ, ഞാൻ അങ്ങയുടെ ദാസൻ മാത്രമായിരിക്കയാൽ, എൻ്റെ അറിവുകൾ തിരുവചനത്തിൽ നിന്ന് മാത്രമായിരിക്കയാൽ, എൻ്റെ കർത്താവേ, ഞാൻ അങ്ങയുടെ വചനത്തിൽ കണ്ട 2 വാക്യങ്ങൾ ദൈവമക്കളോട് പറഞ്ഞു. അവരാവേശത്തോടെ കരങ്ങളടിച്ചത് സ്വീകരിച്ചു. ഇന്നിവിടെ ഇതുവരെ വ്യാപരിച്ചതിനേക്കാൾ ശക്തമായ പരിശുദ്ധാത്മ വ്യാപാരം ഉണ്ടാകുമെന്നും ഞങ്ങളിൽ വ്യാപരിക്കുന്ന ശക്തിയാൽ ഞങ്ങൾ ചോദിച്ചതിനേക്കാൾ അപ്പുറമുള്ള കാര്യങ്ങൾ ദൈവം നടത്തുമെന്നും കർത്താവേ സ്തോത്രം. ഞങ്ങൾ ഇന്ന് രാത്രി വിശ്വാസത്തിൻ്റെ പ്രസംഗം കേൾക്കുമ്പോൾ ഞങ്ങളിൽ വീര്യപ്രവർത്തികൾ നടക്കുമെന്നും ഇതുവരെ മാറ്റിവെച്ചതെന്തോ ഇന്ന് രാത്രി കർത്താവ് പുറത്തേക്കെടുക്കാൻ പറയുമെന്നും ഇതെല്ലാം വചനത്തിൽ നിന്ന് മാത്രം പഠിച്ചതാണ് കർത്താവേ. ദൈവം അത് ചെയ്യാൻ പോകുന്നതിനായി സ്തോത്രം. ഈ സഭയെ ഇവിടെ വന്നവരെ ഒത്തിരി ദൈവം സ്നേഹിക്കുന്നത് കൊണ്ട് സ്തോത്രം. തുടർന്നും കർത്താവ് സംസാരിക്കണം. പ്രാർത്ഥന കേട്ടതിന് നന്ദി. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നത് കേൾക്കണമേ സ്വർഗീയ പിതാവേ. കരമുയർത്തി ശക്തിയോടെ ഒരിക്കൽ കൂടി സ്തോത്രം പറഞ്ഞാട്ട് എല്ലാവരും കൂടി ശക്തിയോടെ ദൈവം അനുഗ്രഹിക്കട്ടെ. രാവിലെ നമ്മൾ വായിച്ചത് 2 കൊരിന്ത്യർ 6:1 വാക്യമായിരുന്നു. ആ വാക്യം ഇങ്ങനെയായിരുന്നു: നിങ്ങൾക്ക് ദൈവത്തിന്റെ കൃപ ലഭിച്ചത് വ്യർത്ഥമായി തീരരുതെന്ന് ഞങ്ങൾ സഹപ്രവർത്തിക്കാരായി നിങ്ങളെ പൗലോസിന്റെ ഒരു കൊച്ചു പ്രബോധനം. പൗലോസിന്റെ സ്തോത്രം ടീച്ചിങ്ങുകൾ ഒത്തിരി ബൈബിളിനകത്തുണ്ട്. പൗലോസിന്റെ സ്തോത്രം ശാസന രൂപത്തിലുള്ള തർജ്ജന വാക്കുകളുണ്ട്, ഉപദേശങ്ങളുണ്ട്. പരിശുദ്ധാത്മ നിയോഗത്തോടെ പരിശുദ്ധാത്മാവ് പൗലോസിലൂടെ പറഞ്ഞ കൽപ്പനകളൊക്കെ ഉണ്ട്. എന്നാൽ ഇതൊരു പ്രബോധനമാണ്. പൗലോസിന്റെ പ്രബോധനങ്ങൾ
എന്നത് തന്നെ നിങ്ങൾ ലേഖനങ്ങൾ നന്നായി ശ്രദ്ധിക്കുന്നവരും വചനം ആ രീതിയിൽ ഇടഞ്ഞ് പഠിക്കുന്നവരുമാണെങ്കിൽ സ്തോത്രം നിങ്ങൾക്ക് പഠിക്കാൻ വേണ്ടി സ്തോത്രം ആ ഒരു വാക്ക് നിങ്ങളുടെ മുമ്പിലേക്ക് തരാം. പൗലോസിൻ്റെ പ്രബോധനങ്ങൾ എന്ന് പറയുന്നത് സ്തോത്രം ചില വാക്കുകൾ ഇതുപോലെ ബൈബിളിൽ കിട്ടും, വളരെ സുതാര്യമായത്. അപ്പോൾ തന്നെ പഠിച്ചാൽ കടലോളം ആഴമുള്ള ചില കാര്യങ്ങളാണ് സ്തോത്രാവിധത്തിൽ പഠിക്കാൻ കഴിയുന്നവർക്ക്. ഇതൊരു പ്രബോധനമാണ്. എന്താണ് പ്രബോധനം? കൊരിന്ത്യ സഭക്കാരോട് അല്ല, ഇതൊരു പൊതുലേഖനമായിരിക്കാൻ ലോകവ്യാപകമായി ജീവിച്ചിരിക്കുന്ന സകല വിശുദ്ധന്മാരോടും പരിശുദ്ധാത്മാവിന് തിരുവചനത്തിന് പറയാനുള്ളത്, നിങ്ങൾക്ക് ദൈവത്തിൻ്റെ കൃപ ലഭിച്ചത് വെറുതെയായി പോകരുത്. സ്തോത്രം. ഇതായിരുന്നു രാവിലെ വായിച്ചത്, പറഞ്ഞു തുടങ്ങിയത് കൃപയെക്കുറിച്ച്. ഞാൻ സ്തോത്രം ചില കാര്യങ്ങൾ പറഞ്ഞു വന്നപ്പോൾ രാവിലത്തെ ആ ടീം നല്ല ശക്തിയോടെ വചനം ഏറ്റെടുക്കുന്നവരായിരുന്നതുകൊണ്ട് രാത്രിയും അതിനേക്കാൾ ശക്തമാണ്. ഞാൻ ഒന്നും കുറയ്ക്കുന്നില്ല. പക്ഷേ സ്തോത്രം ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളെ നോക്കി ശക്തമായി ദൈവത്തിൻ്റെ ആലോചനകൾ പറഞ്ഞതുകൊണ്ട് അധികം വിശദീകരിക്കാൻ പറ്റിയില്ല. എങ്കിലും പറഞ്ഞത് ഇങ്ങനെയാണ്, പഴയ നിയമ കാലഘട്ടത്തിൽ നമുക്ക് കിട്ടിയിരിക്കുന്ന അറിവനുസരിച്ച് ഇടയ്ക്കിടയ്ക്ക് ചിലർക്ക് കൃപ കിട്ടിക്കൊണ്ടിരുന്നു. സ്തോത്രം. ഹല്ലേലൂയ. അതും പലരും ആശ്ചര്യപ്പെട്ടു. സ്തോത്രം. പുതിയ നിയമത്തിൻ്റെ സഭ തുടക്കം കുറിക്കുമ്പോൾ 4:33 അപ്പോസ്തല പ്രവൃത്തിയിൽ നമ്മൾ വായിച്ചു, ദൈവസഭ ഇവിടെ തുറന്നതോടുകൂടെ സഭയ്ക്കകത്ത് വരുന്ന എല്ലാവർക്കും ധാരാളം കൃപ ലഭിക്കാൻ തുടങ്ങി. സ്തോത്രം. ഹല്ലേലൂയ. സഭയ്ക്കകത്ത് വരുന്ന എല്ലാവർക്കും ധാരാളം കൃപ ലഭിക്കാൻ തുടങ്ങി എന്ന് അപ്പോസ്തല പ്രവൃത്തി 4:33 നമ്മൾ വായിച്ചു. സ്തോത്രം. ഹല്ലേലൂയ. അത് കഴിഞ്ഞ് കുറച്ചുകൂടെ മുന്നോട്ട് പോയി പൗലോസിൻ്റെ ഒക്കെ കാലം വരുമ്പോൾ 2 കൊരിന്ത്യർ 4:15 എത്തുമ്പോൾ പൗലോസ് മറ്റൊരു ആത്മീക രഹസ്യം പറഞ്ഞു. അതിങ്ങനെയാണ്, കൃപ പലരിലും പെരുകാൻ തുടങ്ങി. സ്തോത്രം. ഹല്ലേലൂയ. ധാരാളം കൃപ ലഭിച്ചതിനേക്കാൾ കുറച്ചുകൂടെ മെച്ചപ്പെട്ടൊരു വാക്കാണ് അവിടെ എല്ലാവർക്കും എന്ന് 4:33 അപ്പോസ്തല പ്രവൃത്തിയിൽ പറയുമ്പോൾ 2 കൊരിന്ത്യർ സ്തോത്രം 4-ാം അധ്യായത്തിനകത്ത് എല്ലാവരുമെന്നില്ല പലരുമെന്നായി. സ്തോത്രം. അതിനർത്ഥം അതിനകത്ത് സ്തോത്രം പലർക്കും ആവശ്യബോധത്തോടെ ദൈവിക പദ്ധതിയിൽ പങ്കാളികളാകാൻ നിന്നവർ, ദൈവത്തോട് പറ്റി നിന്നവർ, അവരാണ് ആ പലര്. സ്തോത്രം. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. എല്ലാവരും ഇല്ല, പലര്. ആ പലരിലും കൃപ പെരുകാൻ തുടങ്ങി. കൃപ പെരുകാൻ തുടങ്ങിയപ്പോൾ സ്തോത്രം വർദ്ധിക്കാൻ തുടങ്ങിയെന്നാണ് നമ്മുടെ വാക്യത്തിൽ കണ്ടത്. അത്രയും കാര്യങ്ങൾ പറഞ്ഞാണ് ദൈവസന്നിധിയിൽ നമ്മൾ നിർത്തിയത്. ഇനി ഞാൻ ആ വക കാര്യങ്ങളെക്കുറിച്ച്, കൃപയെക്കുറിച്ചൊക്കെ വളരെ ഭംഗിയായി നമ്മൾ കേട്ടിട്ടുള്ളതാണ്. സ്തോത്രം. ഏറ്റവും ലളിതസുന്ദരമായിരിക്കുന്നൊരു പ്രഭാഷണ വിഷയമാണ് ദൈവസഭയ്ക്കകത്ത് കൃപ. പക്ഷേ ഇന്ന് ഇവിടെ ഈ 18-ാം ദിവസം ഈ വിഷയത്തെക്കുറിച്ച് പറയാൻ ദൈവം എന്നെ പ്രേരിപ്പിച്ചതുകൊണ്ടാണ് ലളിതമാണെങ്കിലും ഞാൻ ആ കാര്യം പറഞ്ഞത്. പക്ഷേ ഇതിനകത്ത് പലർക്കും അത് പ്രയോജനകരമായി തീർന്നു എന്ന് വിചാരിക്കുന്നു. പ്രധാനമായും ഞാൻ എൻ്റെ അന്വേഷണത്തിലും പഠനത്തിലും സ്തോത്രം പൗലോസിൻ്റെ കൈവശം ഇരിക്കുന്ന ദൈവകൃപകൾ, അങ്ങനെ പറയുമ്പോൾ നിങ്ങൾക്ക് തെറ്റിദ്ധാരണ വരില്ലായിരിക്കും, പൗലോസിന് ദൈവം കൊടുത്ത വിവിധ നിലയിലുള്ള ദൈവകൃപകൾ, ഒപ്പം അദ്ദേഹം പഠിപ്പിച്ച ദൈവകൃപയെക്കുറിച്ചുള്ള വാക്കുകൾ, അങ്ങനെ ഒരു 10 എണ്ണം നമുക്കിന്ന് രാത്രികാലം പ്രയോജനപ്പെടും. ഈ ഉപവാസ പ്രാർത്ഥന സ്തോത്രം ഈ ആഴ്ച കഴിഞ്ഞാലും ഈ കൃപ നിങ്ങളുടെ മേൽ ഇറങ്ങി വന്നാൽ, നിങ്ങൾ പോകുന്ന വഴിക്ക് നിങ്ങളൊരു ശുശ്രൂഷകനല്ലായിരിക്കാം, നിങ്ങളൊരു പക്ഷേ ഔപചാരികമായിരിക്കുന്ന ഏതെങ്കിലും സ്തോത്ര നിലവാരത്തിൽ ബിസിനസ്സിലോ ജോലിയിലൊക്കെ ഉള്ള ആളായിരിക്കാം, പക്ഷേ ഏതൊരു മനുഷ്യനും പ്രയോജനപ്പെടുന്ന രീതിയിൽ ദൈവകൃപ സ്തോത്രം നിങ്ങൾക്ക് പ്രയോജനപ്പെടും എന്നുള്ള പൂർണ്ണ വിശ്വാസത്തോടെ ഞാൻ വേഗത്തിൽ സ്തോത്രം 10 എണ്ണം പറഞ്ഞ് നിങ്ങളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിച്ചിട്ട് വേഗത്തിൽ എൻ്റെ പ്രവർത്തന സ്ഥലത്തേക്ക് മടങ്ങാൻ ഞാൻ കർത്താവിൽ ഒരുങ്ങുകയാണ്. ആദ്യത്തെ വാക്യം, എല്ലാ വാക്യങ്ങളും സുപരിചിതമായിരിക്കും, പക്ഷേ ശ്രദ്ധയോടെ വായിക്കുമ്പോഴാണ് ചില കാര്യങ്ങൾ നമുക്ക് ബോധ്യമാകുന്നത്. വചനത്തെക്കുറിച്ച് യാക്കോബ് എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്. നിങ്ങൾ ബൈബിളിലേക്ക് ശ്രദ്ധിക്കുമ്പോഴേക്കും പറയാം. സ്തോത്രം. യാക്കോബ് എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്, സ്വാതന്ത്ര്യത്തിൻ്റെ ന്യായപ്രമാണം ഉറ്റുനോക്കുക. സ്തോത്രം. തിരുവചനത്തിലേക്ക് നമ്മൾ വളരെ ശ്രദ്ധയോടെ നോക്കുമ്പോഴാണ് അതിനകത്ത് മറഞ്ഞു കിടക്കുന്ന പല കാര്യങ്ങളും നമുക്ക് കാണാനിടയാകുന്നത്. ആദ്യത്തെ വാക്യം ഞാൻ 10 കാര്യങ്ങൾക്ക് വേണ്ടി ആദ്യത്തെ കാര്യം ഞാൻ പറയാം. എബ്രായ ലേഖനം 4-ാം അധ്യായം 16-ാം വാക്യം. എന്താണ്? വേഗത്തിൽ അറിയാവുന്ന വാക്യമാണ്. 4:16 എബ്രായ ലേഖനം. വായിക്കാൻ പറ്റുമെങ്കിൽ പെട്ടെന്നൊന്ന് വായിച്ചാൽ എനിക്ക് ഉപകാരമായിരിക്കും. 4:16. അതുകൊണ്ട് കരുണ ലഭിപ്പാനും തൽസമയത്ത് സഹായത്തിനുള്ള, അവിടെ എഴുതിയിരിക്കുന്ന പദം നിങ്ങൾ സബ് ടൈറ്റിലുകളായിട്ട് എഴുതുന്നവരുണ്ടെങ്കിൽ 10 എണ്ണം എഴുതാൻ വേണ്ടി രാവിലെ പോയി പേനയൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്നവരുണ്ടെങ്കിൽ ആദ്യത്തെ എഴുതണം. സ്തോത്രം. ഒന്നാമത്തത് സഹായത്തിനുള്ള കൃപ. സഹായം വേറെ, സഹായത്തിനുള്ള കൃപ വേറെ.
സ്തോത്രം. കൃപാസനത്തിൻ്റെ അടുക്കലേക്ക് ചെല്ലാനാണ് എഴുതിയിരിക്കുന്നത്. കൃപാസനത്തിൻ്റെ അടുക്കലേക്ക് ചെല്ലുമ്പോൾ സ്തോത്രം, അവിടെ നിന്ന് നമുക്കൊരു സഹായം എന്നതിലുപരി സഹായത്തിനുള്ള കൃപ എന്നാണ് ഈ ലേഖനത്തിൻ്റെ എഴുത്തുകാരൻ നമ്മളെ ഓർപ്പിക്കുന്നത്. സ്തോത്രം. ഒരുപക്ഷെ നമുക്ക്, ഞാൻ ആദ്യമൊക്കെ ഓർപ്പിച്ചതുപോലെ, വലിയ ഭാരം കൊണ്ടായിരിക്കും ഒരു യോഗത്തിനകത്തിരിക്കുന്നത്. ഒരു കുഞ്ഞിൻ്റെ അഡ്മിഷൻ്റെ കാര്യമാണെന്ന് മനസ്സിൽ കരുതുകയൊന്ന് തെളിയിക്കാൻ വേണ്ടി സ്തോത്രം, അന്യായമായിരിക്കുന്ന കാശ് നമ്മൾ സ്തോത്രം ഫീസ് ഇനത്തിലോ മറ്റൊക്കെ കൊടുത്തില്ല, അതിന് നിർവാഹമില്ല. പക്ഷേ സ്തോത്രം, ദൈവത്തിൻ്റെ സന്നിധാനത്തിൽ ആരോ പറഞ്ഞു, ദൈവത്തിൻ്റെ സന്നിധി ചെന്ന് പ്രാർത്ഥിക്കുക, ഒരു വഴിയുണ്ടാകും. അങ്ങനെയൊക്കെയാണല്ലോ നാടൻ വാർത്താമാനം. ആ ഒരു വഴിക്ക് വേണ്ടി ചെന്ന് പ്രാർത്ഥിക്കുകയാണ്. കൃപാസനത്തിൻ്റെ അടുക്കലേക്ക് ചെല്ലുകയാണ്. കൃപാസനത്തിൻ്റെ അടുക്കലേക്ക് ചെല്ലുമ്പോൾ ഒരിക്കലും കൃപാസനം എന്ന് പറയുന്നത് ഒരു പഴയ നിയമത്തിലെ ഉപകരണമാണ്. സ്തോത്ര സമാഗമന കൂടാരത്തിനകത്ത് സ്തോത്രം അതിപരിശുദ്ധ സ്ഥലത്ത് അധികം ആളുകൾ കണ്ടിട്ടില്ലാത്ത തകശു തോലുകൊണ്ട് മറയ്ക്കപ്പെട്ടിരിക്കുന്ന സ്തോത്രം ആ അതിപരിശുദ്ധ സ്ഥലത്ത് സ്തോത്രം പെട്ടകം ഇരിക്കുന്ന ആ സ്ഥലമാണ് കൃപാസനം. ഹല്ലേലൂയ. സ്തോത്രം. അവിടേക്ക് അധികം ആളുകൾ അടുത്ത് ചെന്നിട്ടില്ല. പക്ഷേ എബ്രായ ലേഖനത്തിൽ പറയുന്നു, പുതിയ നിയമ ലേഖനത്തിനകത്ത് പറയുന്നു, നിങ്ങൾക്കൊരു സഹായം ആവശ്യമായി വരുമ്പോൾ നിങ്ങൾ ആ സഹായത്തിന് വേണ്ടി മനുഷ്യൻ്റെ അടുക്കലേക്കല്ല, നിങ്ങൾ ആ സഹായത്തിന് വേണ്ടി ഏതെങ്കിലും കമ്പനിയിലേക്കല്ല, പിന്നെ എങ്ങോട്ടാണ്? നിങ്ങൾ ദൈവത്തെ വിശ്വസിക്കുന്നവരാണെങ്കിൽ കൃപാസനത്തിൻ്റെ അടുക്കലേക്ക് ചെല്ലുക. ഹല്ലേലൂയ. അക്ഷരീകമായി പണിതിട്ടിരിക്കുന്ന, തടി കൊണ്ടോ പൊന്നു പൊതിഞ്ഞോ പണിതിട്ടിരിക്കുന്ന ഒരു കൃപാസനം സ്തോത്രം പുതിയ നിയമസഭ ഒരു ലോക്കൽ സഭയ്ക്കകത്തും ഇല്ല, ക്രൈസ്റ്റ് സെൻറ്ററിലും ഇല്ല. പിന്നെ എന്താണ്? ആത്മാവിൽ കാണണം 2 3 പേർ. ഇതെല്ലാം ക്രിസ്തുവിന് നിഴലായി നിൽക്കുന്നതാണ്. 2 3 പേർ അവൻ്റെ നാമത്തിൽ കൂടുമ്പോൾ കണ്ണുകൊണ്ട് കാണുന്നില്ലെങ്കിലും ഈ രാത്രി ഇതിനകത്ത് കൃപാസനമുണ്ട്, ഇതിനകത്ത് കൃപാസനമുണ്ട്. നീ അടുത്തു വരുന്നതിന് മനുഷ്യൻ്റെ അടുക്കലേക്കല്ല, അവിടേക്ക് അടുത്ത് വരുമ്പോൾ, സഭയിലേക്ക് അടുത്ത് വരുമ്പോൾ, ഇന്ന് രാത്രികാലം കേൾക്കുന്നവരെല്ലാം കേൾക്കട്ടെ, സഭയിലേക്ക് അടുത്ത് വരുമ്പോൾ ഒരുപാട് പേർ സ്തോത്രം നിർധനര്, ബുദ്ധിമുട്ടുള്ളവർ, പ്രയാസമുള്ളവരൊക്കെ സ്തോത്രം ഹല്ലേലൂയ ആരൊക്കെയോ പറഞ്ഞ് അവരുടെ കഷ്ടതയിലും പ്രയാസത്തിലൊക്കെ സ്തോത്രം രോഗസൗഖ്യത്തിന് വേണ്ടി, മരുന്നിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ കുഞ്ഞുങ്ങളുടെ ഫീസിന് വേണ്ടിയിട്ടൊക്കെ വരാറുണ്ട്. കഴിയുമെങ്കിൽ കൈത്താങ്ങലൊക്കെ സ്തോത്രം നമ്മൾ സഹായിക്കാറുണ്ട്. പക്ഷേ ഇതിനകത്ത് വിവേകത്തോടെ ദൈവത്തിൻ്റെ വചനം കേൾക്കുന്ന ദൈവമക്കൾ അറിയണം, കൃപാസനത്തിൻ്റെ അടുക്കൽ ചെല്ലുമ്പോൾ നമുക്കൊരു 10 ലക്ഷത്തിൻ്റെ ചെക്ക് എഴുതി തരികയല്ല. അവിടെ നിന്ന് സ്തോത്രം തരികയല്ല. സ്തോത്രം. നിങ്ങളുടെ അഡ്രസ്സും ഫോൺ നമ്പറും മേടിച്ച് വെച്ചിട്ട് കമ്മിറ്റി കൂടി ആലോചിച്ചിട്ട് വിളിക്കാമെന്ന് പറഞ്ഞ് കൃപാസനത്തിൻ്റെ അടുക്കൽ നിന്ന് ആരെയും തിരിച്ചു വിടുകയല്ല. സ്തോത്രം. പിന്നെ എന്താ അവിടെ സംഭവിക്കുന്നത്? കൃപാസനത്തിൻ്റെ മുമ്പിൽ ചെന്നിട്ട് കണ്ണുനീരോടെ പറഞ്ഞു കഴിയുമ്പോൾ സ്തോത്രം സഹായത്തിനുള്ളൊരു കൃപ അവിടെ നിന്ന് കിട്ടും. ഹല്ലേലൂയ എന്ന് പറഞ്ഞാൽ മനസ്സിലായോ? ചില ആളുകൾ പറയാറ്, എൻ്റെ പൊന്നു മാസ്റ്ററേ സ്തോത്രം ഹല്ലേലൂയ 50 സെൻറ്റ് സ്ഥലവും ഒരു വീടുണ്ട്, ഈ ആധാരം പിടിച്ചുകൊണ്ട് ബാങ്കിൽ ചെന്നാൽ ലോൺ പോലും തരികയല്ല ചിലർ എന്നാൽ. സ്തോത്രം. ചിലർ എന്നാൽ ഒരു 10 രൂപയുടെ വായ്പ പോലും കിട്ടുകയില്ല. പക്ഷേ സഹായത്തിനുള്ള കടം മേടിക്കുന്ന കാര്യമല്ല പറയുന്നത്. നീ ചെല്ലുന്നിടത്ത് നിന്നെ സഹായിക്കാൻ, ഇവിടെ സഹായം ആവശ്യമില്ലാത്ത ആരുമില്ല. സ്തോത്രം. ഈ ലോകത്തിൽ ഇന്ന് രാത്രി ഇവിടെ വരെ എത്തിയത് പലരുടെ സഹായത്താലാണ്. സ്തോത്രം. എല്ലാവരും ഒരുപക്ഷെ ഫീസ് അടയ്ക്കാൻ പണം തന്നവരായിരിക്കുകയല്ല, യൂണിഫോം മേടിച്ച് തന്നവരായിരിക്കുകയല്ല. ചിലർ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു കാണും. അപ്പുറത്തേക്ക് പോകാൻ പറ്റാത്ത നിലവാരം വന്നപ്പോൾ ആരൊക്കെയോ നിങ്ങളുടെ പേര് പറഞ്ഞ് പ്രാർത്ഥിച്ചു കാണും. അതൊരു വലിയ സഹായമല്ലേ? സ്തോത്രം. ചില സഹായം, ചില കാര്യങ്ങളിൽ ദൈവമായ കർത്താവ് ചിലരെ എഴുന്നേൽപ്പിച്ചു കാണും. ഇന്ന് രാത്രികാലം ഞാൻ നിങ്ങൾ ചിലരെ നോക്കി പറയാം, ഈ യോഗം കഴിഞ്ഞ് നീ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ സ്തോത്രം നീ വിചാരിക്കാത്തടത്ത് നിന്ന് നിന്റെ സഹായം ആകാശത്തെയും ഭൂമിയെയും ഉണ്ടാക്കിയ ദൈവത്തിങ്കിൽ നിന്നാണ്. അത് ഏത് രൂപത്തിൽ വരുമെന്നറിയില്ല. ബാക്കി കാര്യങ്ങൾ നടക്കാതിരിക്കാൻ തടസ്സം നിൽക്കുന്ന ചില വിഷയങ്ങൾ അങ്ങനെ ദൈവത്തിന്റെ ആത്മാവ് ഈ പുൽപ്പറ്റിൽ നിന്ന് സഭയോട് പ്രവചിച്ചു പറയാൻ ദൈവം എന്നെ ഏൽപ്പിക്കുന്നത് ഞാൻ നിർവഹിക്കുകയാണ്. ഇനി എന്ത് ചെയ്യും എന്നോർത്ത് ഇനി ഒരു സഹായവും ഒരിടത്തൊന്നും ഇല്ലെന്ന് വിചാരിച്ചിരിക്കുന്ന വിഷയത്തിൽ നീ വിചാരിക്കാത്ത ചിലരെ നിന്നെ സഹായിപ്പാൻ സ്വർഗസ്ഥനായ ദൈവം എഴുന്നേൽപ്പിക്കും. ആ സഹായത്തിന് വേണ്ട കൃപ ഉപവാസ പ്രാർത്ഥനയിൽ കൃപാസനത്തിൽ നിന്ന് പ്രാപിക്കണം.
ഏത് ദൈവത്തിന്റെ കൃപാസനത്തിൽ നിന്ന് യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രി ഹല്ലേലൂയ സ്തോത്രം, ഏതൊക്കെ നിയമങ്ങൾ വിരുദ്ധമാണെങ്കിലും ഏതൊക്കെ കാര്യങ്ങൾ നിങ്ങൾക്ക് വിരോധമാണെങ്കിലും സ്തോത്രം, ഞാനൊരു തെളിവ് ബൈബിളിൽ നിന്ന് പറയാം. എസ്തേറിനെ നിങ്ങൾ ഓർക്കുന്നുണ്ടല്ലോ, 30 ദിവസത്തേക്ക് രാജാവിന്റെ അടുക്കലേക്ക് അഥവാ തന്റെ ഭർത്താവിന്റെ അടുക്കലേക്ക് പ്രവേശനമില്ലെന്ന് വലിയൊരു ബോർഡ് എഴുതി കെട്ടി തൂക്കിയിട്ടു എസ്തേറിന്റെ മുമ്പിൽ. അല്ല സ്തോത്രം, ഹല്ലേലൂയ, കൊട്ടാര വളപ്പിനകത്ത്. സ്തോത്രം, ഒരു കാരണവശാലും ഒരു കോംപ്രമൈസിനോ ഒരു സിമ്പതിക്കൊന്നും സാധ്യതയില്ലാതെ വണ്ണം വഴി അടച്ചു. ഇതുപോലെ 21 ദിവസം വരുന്നവരുന്നില്ല, 3 ദിവസക്കാലം ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചു കഴിഞ്ഞ് സ്തോത്രം, രണ്ടും കൽപ്പിച്ച് രാജാവിൻ്റെ അടുക്കലേക്ക് കയറി ചെല്ലുകയാണ്. സ്തോത്രം, ഈ രാജാവിൻ്റെ സ്വഭാവം പരിചയമുള്ളവർക്കറിയാം. സ്തോത്രം, എസ്തേറിന് മുമ്പൊരു ഭാര്യ അദ്ദേഹത്തിനുണ്ടായിരുന്നു, വസ്തി എന്ന പേര്. വലിയ ഗുരുതരമായ കുറ്റം ചെയ്തതുകൊണ്ടോ മറ്റിതര ഗുരുതരമായിരിക്കുന്ന നിയമലംഘനങ്ങൾ ചെയ്തതുകൊണ്ടൊന്നുമല്ല, ചെറിയൊരു കാര്യം. നിങ്ങൾക്ക് ആ സംഭവം അറിയാമെങ്കിൽ അറിയാം, വലിയൊരു കാര്യമൊന്നുമല്ല. ഒരു ചെറിയ കാര്യത്തിൽ രാജാവിന് ഇഷ്ടക്കുറവ് വന്നതിൻ്റെ പേരിലാണ് വസ്തിയെ രാജാവ് ഉപേക്ഷിച്ചത്. അപ്പം അദ്ദേഹത്തിൻ്റെ സ്വഭാവം ഏറെക്കുറെ പിടികിട്ടും. കൊച്ചു കൊച്ചു കാര്യങ്ങൾക്ക് പോലും ഭയങ്കര സ്തോത്രം കർക്കശക്കാരൻ, ആ ഒരു നിലവാരത്തിൽ ജീവിച്ചു പോകുന്ന മനുഷ്യനാണ്. ഈ പശ്ചാത്തലം അറിയാവുന്ന സ്തോത്രം ആ കൊട്ടാരത്തിലെ പലരും ഒരുപക്ഷെ എൻ്റെ ഭാവന ചേർത്ത് പറഞ്ഞാൽ എസ്തേറിനോട് പറഞ്ഞു കാണും, നീ ഒരു പുതിയ പെൺകുട്ടിയാണ്, നിനക്ക് അദ്ദേഹത്തിൻ്റെ സ്വഭാവം അറിയില്ല, അങ്ങോട്ട് ചെല്ലരുതെന്ന് പറഞ്ഞാൽ ചെല്ലരുത്, ചെന്നവരൊക്കെ ശിക്ഷിക്കപ്പെട്ടിട്ടുണ്ട്. നിന്നേക്കാൾ മുമ്പ് നിന്നേക്കാൾ സൗന്ദര്യവതിയായ കുലമഹിമയുള്ള ഒരാൾ അദ്ദേഹത്തിൻ്റെ ഭാര്യയായിട്ടുണ്ടായിരുന്നു. ഒരു കൊച്ചു കാര്യത്തിൽ ലംഘനം നടത്തിയതിന്റെ പേരില ഇന്ന് വീട്ടിലിരിക്കേണ്ടി വന്നത്. നിനക്ക് ആ ഗതി വരരുത്, പോകരുതെന്ന് പലരും വിലക്കി കാണും. പക്ഷേ 3 ദിവസത്തെ പ്രാർത്ഥനയുടെ ബലത്തിൽ വാതിൽ തുറന്ന് അകത്ത് കയറിയപ്പോൾ 5-ാം അധ്യായത്തിൽ ഒരു വാക്ക് എഴുതിയിട്ടുണ്ട്, രാജാവിന് എസ്തേറിനോട് കൃപ തോന്നി എന്ന്. ഹല്ലേലൂയ. ഇന്ന് രാത്രി ഞാനൊരു ദൂത് പറയാം. ഈ യോഗം കഴിഞ്ഞ് നീ വാതിൽ തുറന്ന് അകത്തേക്ക് കയറുമ്പോൾ, ഇന്നലെ വരെ ആ മനുഷ്യന്റെ സ്വഭാവം ആരോടും കരുണ കാണിക്കാത്തത്, ഒരു കോംപ്രമൈസും ഇല്ലാത്തത്, ആരുടെ മുമ്പിൽ തലകുനിക്കാത്തത്, ആരോടും വിട്ടുവീഴ്ചയില്ലാത്തത്, പക്ഷേ ഈ പ്രാർത്ഥനയിൽ നിന്നെ സഹായിക്കാൻ ദൈവം പറഞ്ഞിരിക്കുന്നത് ആരോടാണോ അവന്റെ സ്വഭാവം ദൈവം ഈ പ്രാർത്ഥനയിൽ മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. ചേർന്ന് ദൈവത്തിന് നന്ദിയോടെ, എല്ലാവരും ചേർന്ന് ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം പറഞ്ഞുകൊണ്ട് പറ, ഇതിൻ്റെ പുറകിൽ ചിലരെ ദൈവം മാറ്റുന്നുണ്ട്. അവർ ഈ യോഗത്തിന് വന്നിട്ടുണ്ടാകില്ല, അവർ നിന്നോട് പക്ഷെ ഇന്നത്ര ധാരണയിലായിരിക്കില്ല. സ്തോത്രം, നമുക്കറിയാം എന്നോടെന്തോ മനസ്സിനകത്ത് നീരസമുണ്ട്. സാധാരണ രീതിയിൽ നമ്മളെപ്പോലുള്ള ആളുകളോട് വലിയ സ്നേഹമുള്ള ആളല്ല. പക്ഷേ ഈ രാത്രി നിങ്ങൾക്ക് വിശ്വസിക്കാമോ, സഹായത്തിനുള്ള കൃപ 18ാമത്തെ രാത്രി ഇതിനകത്ത് സ്തോത്രം ചെയ്യുമ്പോൾ അത് തരുന്നത് ഇവിടുത്തെ സർക്കാരല്ല, അത് തരുന്നത് ഇവിടുത്തെ സ്ഥാപനങ്ങളല്ല, അത് തരുന്നത് ഉയരത്തിലെ ദൈവമാണ്. ഇന്ന് രാത്രി സ്വർഗം പറയുന്നു, നിന്നെ സഹായിക്കാൻ സ്വർഗം ആരോടോ പറഞ്ഞിട്ടുണ്ട്. സങ്കീർത്തനത്തിൽ ഇങ്ങനൊരു വാക്യമുണ്ട്, നിന്നെ സഹായിക്കുന്നവരോട് കൂടെ യഹോവ നിന്റെ പക്ഷത്തുണ്ട്. ആ വാക്യത്തിന്റെ അർത്ഥം എന്താ? ദൈവമാണ് ഇതൊക്കെ ചെയ്യുന്നത്. പക്ഷെ ഒരാളെ ദൈവം ഏൽപ്പിച്ചിട്ടുണ്ട്. യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രി നീ അനുഭവിക്കുന്ന വ്യഥകൾ, നിന്റെ മുമ്പിൽ കിടക്കുന്ന ദുർഘടങ്ങൾ, അതിനെ മുഴുവൻ ഇല്ലാതെയാക്കാൻ കഴിവുള്ള ഒരാള് നിനക്ക് വേണ്ടി എഴുന്നേക്കാൻ പോകുകയാ. 18ാമത്തെ രാത്രി നീ വന്നത് നന്നായി. സഹായത്തിനുള്ള കൃപ ഉണ്ടെന്ന് ഈ പുസ്തകം പഠിപ്പിക്കുന്നു. ഇന്ന് രാത്രി വരെയും നിന്റെ വിഷയത്തിന് സഹായിപ്പാൻ ആരെ നീ കണ്ടിട്ടില്ല. പക്ഷേ ഈ ആഴ്ച കഴിയട്ടെ, അടുത്ത ആഴ്ച നീ വിചാരിക്കാത്ത നിലവാരത്തിൽ യേശുവിന്റെ നാമത്തിൽ കർത്താവ് അത് ചെയ്യട്ടെ. എനിക്കൊരു സഹായവും വേണ്ട, ആരുടെ കൈത്താങ്ങലും വേണ്ട എന്ന് പറഞ്ഞിരിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇന്ന് അവർ ഓഫ് എടുത്തിരിക്കട്ടെ, ഇന്ന് അവർ അവധി എടുത്തിരിക്കട്ടെ. അവർക്കുള്ള ശുശ്രൂഷകൾ അടുത്ത ദിവസങ്ങൾ വരുമായിരിക്കും. പക്ഷെ ഇന്ന് രാത്രികാലം ചില കാര്യങ്ങൾ നടന്നേ പറ്റൂ. 2025 ചില കാര്യങ്ങൾ ഇനാഗുറേറ്റ് ചെയ്തേ പറ്റൂ. ചില വാതിലുകൾ തുറന്നേ പറ്റൂ. ചില കാര്യങ്ങൾ ഫുൾഫിൽ ചെയ്തേ പറ്റൂ. ഞങ്ങളുടെ കഴിവിനകത്ത് അത് ഒതുങ്ങുന്നതല്ല എന്ന് സ്വർഗം പറയുന്നു. അതിന് വേണ്ട സഹായം കേൾക്കുന്ന എത്ര പേർക്ക് ഇന്ന് രാത്രി യേശുവിന്റെ നാമത്തിൽ കാര്യം പിടികിട്ടുന്നു?
നിന്നെ സഹായിക്കേണ്ടവരെ ദൈവം നിന്റെ മുമ്പിൽ കൊണ്ടെത്തിക്കും. യേശുവിന്റെ നാമത്തിൽ ഒരു വഴി ഒരുങ്ങുന്നുണ്ട്. നിനക്കതിന്റെ കൃപ കിട്ടിയാൽ വഴി പറഞ്ഞു തരുന്നവനെ സ്വർഗം നിന്റെ മുമ്പിലെത്തിക്കും. കാലഗതികളെ തിരിക്കുന്ന കർത്താവിന്റെ കരം ഇന്ന് രാത്രി ഇതിനകത്ത് ഇറങ്ങി നിൽക്കുന്നു. യേശുവിന്റെ നാമത്തിൽ ഒന്ന് സഹായത്തിനൊരു കൃപയുണ്ട്. അങ്ങനെ തന്നെ നിങ്ങൾ എഴുതി വെക്കണം, അങ്ങനെ തന്നെ നിങ്ങൾ പറയണം, കർത്താവേ അങ്ങയുടെ സന്നിധിയിൽ സഹായത്തിനൊരു കൃപയുണ്ടെങ്കിൽ. ഞാൻ വിശ്വാസത്തിൽ വന്നതുകൊണ്ട് എൻ്റെ വീട്ടുകാർക്ക് പലർക്കും എന്നെ താല്പര്യമില്ല. ഇതൊക്കെ പച്ചയായ യാഥാർത്ഥ്യമാണ്. എന്നോട് എത്രയോ പേര് പറഞ്ഞിട്ടുണ്ട്. ഞാനിപ്പോൾ വർഷനിലൊക്കെ സ്വത്രം ദൈവത്തിൻ്റെ വചനം പറയാൻ തുടങ്ങിയതിന് ശേഷമാണ് ആളുകൾ തിരുത്തിരി പാഠങ്ങൾ കേൾക്കുന്നത്. അവർ പലരും പറഞ്ഞിട്ടുണ്ട്, എൻ്റെ സഭയിൽ പലരും പറഞ്ഞിട്ടുണ്ട്, പാസ്റ്ററേ സ്വത്രം ഹല്ലേലൂയ, എൻ്റെ വീട്ടിൽ ഇന്നാരും ഒക്കെ ഉണ്ട്, അവർ ഇന്നാരെയൊക്കെ കൊണ്ടുപോയി രക്ഷപ്പെടുത്തിയിട്ടുണ്ട്. അവരിൽ ഒരാൾ നോക്കിയാൽ എൻ്റെ കുഞ്ഞുങ്ങളിൽ ഒരാളെ സഹായിക്കാം. അവന് വിദ്യാഭ്യാസമുണ്ട്, കഴിവുണ്ട്, പാസ്പോർട്ടുണ്ട്, സ്വത്രം ഹല്ലേലൂയ, എക്സ്പീരിയൻസ് ഉണ്ട്. പക്ഷെ ഇവരാരും ചെയ്യല്ല. അങ്ങനെ പറഞ്ഞ് ഒത്തിരി പേരെ കണ്ടിട്ടുണ്ട്. ഇന്ന് രാത്രികാലം ഓൺലൈനിലോ എൻ്റെ മുമ്പിലോ ആരുമില്ലാതിരിക്കുന്നവരുണ്ടെങ്കിൽ അവരെ സഹായിക്കാൻ സ്വർഗസ്ഥനായ ദൈവം പ്രതീക്ഷിക്കാത്ത ചിലരെ ദൈവം കണ്ടുവച്ചിട്ടുണ്ട്. അതിനെന്തോ വേണോ? ഇന്ന് രാത്രിക്കാലം ഉള്ള ഓൺലൈൻ മുഴുവൻ തപ്പിയിട്ട് സഹായിക്കാൻ ആരെങ്കിലും ഉണ്ടോ എന്ന് നീ തപ്പുകയല്ല. നീ മുഴങ്കാലും മേലിരുന്ന് കൃപാസനത്തിന് മുമ്പിലിരുന്ന് സഹായത്തിനുള്ള കൃപ പ്രാപിച്ചാൽ സഹായിക്കേണ്ടവനെ നിന്റെ അടുക്കൽ അയക്കാൻ സ്വർഗസ്ഥനായ ദൈവത്തിന് കഴിയും. യേശുവിന്റെ നാമത്തിൽ സംഭവിക്കട്ടെ. കർത്താവിന്റെ ആത്മാവിൽ അതിനോട് അറ്റാച്ച് ചെയ്ത്, ഒരുപക്ഷെ ഒത്തുവാക്യങ്ങളായിരിക്കില്ല, പക്ഷേ കർത്താവിന്റെ ആത്മാവിൽ ഞാൻ ഇങ്ങനെ പറയാം, യോസേപ്പിന്റെ വഴിത്തിരിവിന്റെ ദിവസങ്ങൾ. അപ്പൻ സഹോദരന്മാരെ തിരക്കി സ്വത്രം ഹല്ലേലൂയ ഒരു ചെറിയ കെട്ടിനകത്ത് ആഹാരമായി കൊടുത്തു വിടുകയാണ്. ആ പോക്ക് യോസേപ്പിന്റെ വഴിത്തിരിവിന്റെ പോക്കാണ്. നിങ്ങൾക്ക് അങ്ങനെ വിശ്വസിക്കാൻ പറ്റുമോ? കഷ്ടതയുണ്ട്, പ്രയാസമുണ്ട്, പൊട്ടക്കിണറുണ്ട്, സ്വത്രം അങ്ങനെ ഒത്തിരി ഉണ്ടെങ്കിലും ആ പോക്ക് നിങ്ങൾ കാണുക. വീട്ടിൽ നിന്ന് യോസേപ്പിനെ അപ്പൻ സഹോദരന്മാരുടെ ക്ഷേമം തിരക്കാൻ വേണ്ടി സ്വത്രം ഹല്ലേലൂയ ഒരു കെട്ടിനകത്ത് അല്പം ആഹാരമായി കൊടുത്ത് വീട്ടിൽ നിന്ന് യാത്ര പറഞ്ഞിറങ്ങുന്ന യോസേപ്പിന്റെ ആ പോക്ക് കണ്ടോ? അതവന്റെ വഴിത്തിരിവിന്റെ യാത്രയാണ്. ഹല്ലേലൂയ. ഞാൻ പറയുന്നത് ശരിയല്ലേ? രണ്ട് വിധത്തിൽ ചിന്തിക്കാം. ഒന്ന്, ഇടുങ്ങിയ ചിന്താഗതിക്കകത്ത് ആത്മീകത്തെക്കുറിച്ച് നന്നായിട്ട് അറിയാത്തവർ സ്വത്രം, അവർക്ക് വേണമെങ്കിൽ ചിന്തിക്കാം, ആ പോക്കാണ് അവൻ കുഴിയിൽ വീണത്, ആ പോക്കാണ് അവൻ സ്വത്ര കച്ചവടച്ചരക്കായി മാറിയത്, ആ പോക്കാണ് അവൻ ജയിലിൽ പോയത് എന്ന് വേണമെങ്കിൽ ചിന്തിക്കാം. മറുവശത്ത് അതിനകത്തൊരു ദൈവികത ഉണ്ടെന്ന് വിശ്വസിക്കുന്നവർക്ക് തിരിച്ചു ചിന്തിക്കാം, ആ പോക്കാണ് അവനെ മന്ത്രിയാക്കിയത്, ആ പോക്കാണ് ഇസ്രായേൽ എന്ന ഒരു രാഷ്ട്രത്തെ ഉണ്ടാക്കിയത്. യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രി, യേശുവിന്റെ നാമത്തിൽ ഞാൻ നിങ്ങളോട് പറയാം, കാഴ്ചക്കാർക്ക് തോന്നും അയ്യോ, ഒന്നോടെ പറയാ, കാഴ്ചക്കാർക്ക് തോന്നും, വിമർശകർക്ക് തോന്നും, കുറ്റം പറയുന്നവർക്ക് തോന്നും, നിന്റെ പിടിപ്പുകേട് കൊണ്ട്, ഈ അപ്പൻ കാണിച്ച മണ്ടത്തരം കൊണ്ടാണ് ഇവൻ കുഴിയിൽ വീണതെന്ന്. എന്നാൽ കൃപയുള്ളവൻ ഇന്ന് രാത്രി പറയും, ഈ പോക്കാണ് വഴിത്തിരിവായത്. ഇന്ന് രാത്രി ആരോ മനസ്സിൽ പറയുന്നു, സ്വത്രം ഹല്ലേലൂയ, മനസ്സിൽ പറയുന്നു, അങ്ങനെ ചെയ്യണ്ടായിരുന്നു, അങ്ങനെ പറയണ്ടായിരുന്നു, അതുകൊണ്ടാണല്ലോ ഇങ്ങനെ വന്നത്. ബ്രദറെ നിക്ക്, ആ ഒരു വാക്ക് നിന്റെ വഴിത്തിരിവാകാൻ പോകുകയാ. തുടക്കത്തിൽ പ്രയാസമായി തോന്നിയാലും, തുടക്കത്തിൽ കഷ്ടമായി തോന്നിയാലും, ഇതിന്റെ അന്ത്യം എന്താണെന്നറിയാമോ? നിന്നെ ഒരു സിംഹാസനത്തിൽ ഇരുത്തും. യേശുവിന്റെ നാമത്തിൽ നിന്നെ ഒരു സിംഹാസനത്തിൽ ഇരുത്തും. നീ നീതിക്ക് വേണ്ടി നിന്നെങ്കിൽ, നീ അപ്പന്റെ വാക്കിന് വേണ്ടി നിന്നെങ്കിൽ, നീ ദൈവത്തിന്റെ ഈ രാത്രികാലം 10 പോയിന്റുകൾ പറയുമെന്ന് എനിക്ക് ഇന്നും അറിയില്ല, പക്ഷെ ദൈവാത്മാവിന് ഞാൻ വിധേയപ്പെടുന്നു. സ്വർഗം ഇന്ന് രാത്രി പറയുന്നു, നീ ദൈവത്തിന് വേണ്ടി നിന്നെങ്കിൽ, നീ അപ്പനെ അനുസരിച്ചെങ്കിൽ, യേശുവിന്റെ നാമത്തിൽ ഇതിനിടയിൽ പൊട്ടലുകൾ നടക്കട്ടെ, നിരാശകൾ മാറട്ടെ, പിശാച് കെട്ടിവെച്ച തെറ്റിദ്ധാരണകൾ ഈ രാത്രി മാറട്ടെ.
ഹോളി സ്പിരിറ്റ്. ആരോടോ ദൈവം ഇന്ന് രാത്രി പറയുന്നു, നീ തെറ്റിദ്ധരിക്കണ്ട, ഞാനാണ് നിന്നെ അയച്ചത്. സ്വർഗത്തിലെ അപ്പനാണ് നിന്നെ അയച്ചത്. ഞാനാണ് നിന്നെ കൊണ്ട് പറയിപ്പിച്ചത്. ഞാനാണ് നിന്നെ വിടാതിരുന്നത്. ഞാനാണ് നിന്നെ കൊണ്ട് ഒപ്പുവെപ്പിക്കാതിരുന്നത്. ഇപ്പൊ നിനക്ക് തോന്നും അത് മണ്ടത്തരമായോ എന്ന്. ഇല്ല, അപ്പനാണ് പറഞ്ഞത്. സഹോദരങ്ങളെ ക്ഷേമം തിരക്കാൻ അപ്പൻ, സ്വർഗത്തിലെ അപ്പൻ നിന്നോട് പറഞ്ഞിട്ടാണ് നീ കെട്ടുമെടുത്ത് പുറപ്പെട്ടതെങ്കിൽ ഈ യാത്രക്കിടയിൽ സംഭവിച്ചത് എത്ര നഷ്ടമാണെങ്കിലും ഇതിന്റെ അങ്ങേ അറ്റത്ത് നിനക്കൊരു സിംഹാസനമുണ്ട്. നിനക്കൊരു സിംഹാസനമുണ്ട്. അവിടെ എത്തുവാളോ അവന്റെ കരോ നിന്നോട് കൂടെ. ഇതിനകത്തിരിക്കുന്നവർ വിശ്വസിച്ച് നന്ദി പറ. ഇല്ലെങ്കിൽ ദൂത് മുഴുവൻ ഓൺലൈൻകാർ കൊണ്ടുപോകും. നൂറുകണക്കിന് ആളുകളാണ് ക്രൈസ്റ്റ് സെന്ററിന്റെ ഓൺലൈൻ ഇരിക്കുന്നത്. അമേരിക്കയിലും കാനഡയിലും ഓസ്ട്രേലിയയിലും ഗൾഫ് രാജ്യങ്ങളിലും വടക്കേന്ത്യയിലും ഹല്ലേലൂയ കേരളത്തിന്റെ വിവിധ സ്ഥലങ്ങളിലും വീട്ടിൽ മുട്ടുകുത്തി പ്രാർത്ഥിക്കുന്നവർ ഈ സമയത്ത് കണ്ടേക്കാം. അവരെ ഈ രാത്രിക്കാലം ദൂത് പ്രാപിക്കുമ്പോൾ ഇതിനകത്തിരിക്കുന്നവർ ഒതുങ്ങിപ്പോകരുത്. സ്വർഗം പറയുന്നു, വഴിത്തിരിവിന്റെ രാത്രിയാണിത്. അബദ്ധങ്ങളുടെ രാത്രിയാണല്ല, മണ്ടത്തരങ്ങളുടെ രാത്രിയല്ല. ഇത് വഴിത്തിരിവിന്റെ ദിവസങ്ങളാണ്, സഹായത്തിന്റെ ദിവസങ്ങളാണ്. ഈ യാത്രയിൽ നീ വിചാരിക്കാത്ത ചിലർ, നിന്നെ മറന്നുപോയ ചിലർ ദൈവം അവരെ തട്ടി ഉണർത്തി. സഹായത്തിനുള്ള കൃപ നിന്റെ മേലെ കൃപ വീണാൽ നീ ആരോടും ചോദിക്കേണ്ടി വരില്ല. സഹായം നിന്നെ തേടിയെത്തും. ഹല്ലേലൂയ, സ്തോത്രം. ഞാൻ പറയാൻ വന്നത് എന്താണെന്നറിയാം? അതിനിടയിൽ കയറി വന്ന ദൂതുകളാണ് നിങ്ങളോട് പറയുന്നത്. യോസേപ്പ് കറങ്ങിച്ചിട്ടി, സ്തോത്രം, ഹല്ലേലൂയ. സഹോദരന്മാരുടെ ഉണ്ടെന്ന് പറഞ്ഞ സ്ഥലത്ത് ചെന്നപ്പോൾ അവിടെയൊന്നുമില്ല. കറങ്ങി നടക്കുക, സ്തോത്രം, ഹല്ലേലൂയ. കറങ്ങി നടക്കുന്ന സമയത്ത് ഒരു മനുഷ്യൻ, അവൻ യോസേപ്പ് അവനോട് ചോദിക്കുകയല്ല, ചേട്ടാ 2 നാട്ടിടയന്മാർ ഇവിടെ ആടുകൾ എത്തിയിട്ടെന്ന് കണ്ടുകൊണ്ട് അങ്ങോട്ട് ചോദിക്കുകയല്ല. അവൻ ഇങ്ങോട്ട് ചോദിക്കുകയാണ്, നീ കുറച്ച് നേരമായി ഇവിടെ ചുറ്റിക്കറങ്ങുന്നല്ലോ, എന്താ പ്രശ്നം? സ്തോത്രം. രാത്രി നിങ്ങൾക്ക് അവരൊറ്റ വാക്കിനെ പിടിക്കാമോ? നീ അങ്ങോട്ട് ചോദിക്കുകയല്ല. യേശുവിൻ്റെ നാമത്തിൽ ഇവിടെ ഇരുന്നുകൊണ്ട് ദൈവത്തോട് പറഞ്ഞു, കൃപാസനത്തിന് മുമ്പിൽ ഇരുന്നുകൊണ്ട് ദൈവത്തോട് പറഞ്ഞു, അപ്പാ ഞാൻ ചോദിക്കുകയല്ല, ഒരു മനുഷ്യനോടും ചോദിക്കുകയല്ല, എൻ്റെ സഹായകൻ ഉയരത്തിലുണ്ട്. സ്തോത്രം. എന്താവശ്യമുണ്ടെങ്കിലും പറ, ഞാൻ ചോദിക്കുകയല്ല. പക്ഷെ നിന്നോട് ഇങ്ങോട്ട് ചോദിപ്പിക്കാൻ. സ്തോത്രം, ഹല്ലേലൂയ. നിങ്ങൾക്ക് നെഹമ്യാവിനെ അറിയാലോ. അന്ന് രാവിലെ ജോലിക്ക് പോകുമ്പോൾ നിങ്ങൾ നെഹമ്യാവ് 1-2 അധ്യായങ്ങൾ ചേർത്ത് പഠിച്ചാൽ കാണാൻ കഴിയുന്നത് ഇങ്ങനെയാണ്. സ്തോത്രം. 1-ാമത്തെ അധ്യായത്തിനകത്ത് അദ്ദേഹം പ്രാർത്ഥിച്ച് നിർത്തുന്നത് ഇങ്ങനെയാണ്. ഒരുപക്ഷെ പ്രഭാത പ്രാർത്ഥനയായിരിക്കാം. രാവിലെ അദ്ദേഹത്തിന് ഡ്യൂട്ടിക്ക് പോകണം. രാജകൊട്ടാരത്തിൽ രാജാവിന് പാനപാത്രവാഹകനാണ്. ജോലിക്ക് പോകുന്നതിനേക്കാൾ മുമ്പ് അദ്ദേഹം പടച്ചെഴുന്നേറ്റ് പോവുകയല്ലായിരുന്നു. 1-ാം അധ്യായം വായിച്ചാൽ അദ്ദേഹം ഇങ്ങനെയാണ് പ്രാർത്ഥിച്ച് നിർത്തിയത്, ഇന്ന് ആ മനുഷ്യൻ്റെ അടുക്കൽ നിന്ന് എനിക്ക് ദയ ലഭിക്കണം. അല്ലെങ്കിൽ 1-ാം അധ്യായം നിങ്ങൾ പിന്നീട് നോക്കിക്കോ, അവിടെ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്. സ്തോത്രം, ഹല്ലേലൂയ. ഇന്ന് 1-ാമത്തെ പ്രാർത്ഥനയ്ക്ക് ഇന്ന് അടിയൻ, ആ വാക്യത്തിനകത്തുണ്ട്, ഇന്ന് അടിയന് കാര്യം സാധിപ്പിച്ച് ഈ മനുഷ്യൻ്റെ മുമ്പാകെ. ഏതാണ് ഈ മനുഷ്യൻ? ഈ മനുഷ്യരുടെ അല്ല. ബൈബിൾ വായിക്കുമ്പോൾ എപ്പോഴും നമ്മൾ ടെൻസ് നോക്കണം. ഈ മനുഷ്യരുടെ അല്ല. ആ വാക്യത്തിലേക്ക് നോക്കിയേ, ഈ മനുഷ്യൻ്റെ മുമ്പാകെ. ആരാണ് ആ മനുഷ്യൻ? രാജാവ്. അന്ന് രാവിലത്തെ ഒരു മോർണിംഗ് പ്രെയർ ആണ്, നാഥ ഇന്ന് ഈ മനുഷ്യൻ്റെ മുമ്പാകെ അടിയന് ദയ ലഭിക്കണം. സ്തോത്രം. അങ്ങനെ പറഞ്ഞ് പ്രാർത്ഥിച്ച് പായും മടക്കി വെച്ച് അദ്ദേഹം ഒരുങ്ങി യൂണിഫോം ഇട്ട് നേരെ കൊട്ടാരത്തിൽ ചെന്നു. രാവിലെ ഡ്യൂട്ടി തുടങ്ങുമ്പോൾ അന്നത്തെ പ്രാർത്ഥന ദൈവം കേട്ടു. ഇന്ന് അടിയന് ആ മനുഷ്യന് ദയ തോന്നണമെന്നാ പ്രാർത്ഥിച്ചത്. അന്ന് പാനപാത്രം കൊണ്ട് ചെല്ലുമ്പോൾ രാജാവ് ചോദിച്ചു, സ്തോത്രം, നെഹമ്യാവ് അങ്ങോട്ട് ചോദിക്കുകയല്ല, സാറേ ഒരു കാര്യം പറയാനുണ്ടെന്ന് അങ്ങോട്ട് ചോദിക്കുകയല്ല, പരിങ്ങി പമ്മിക്കൂടി നിൽക്കുകയല്ല, രാജാവിനെ കൊണ്ട് ഇങ്ങോട്ട് ചോദിപ്പിച്ചു. സ്തോത്രം, ഹല്ലേലൂയ. എസ്തേർ കയറി ചെന്നിട്ട് ഭർത്താവിനോട്
എനിക്കൊരു കാര്യം പറയാനുണ്ട്. അങ്ങനെ കല്യാണം കഴിച്ചതല്ലേ, അങ്ങ് രാജാവായിരിക്കുമ്പോൾ തന്നെ എൻ്റെ ഭർത്താവും കൂടിയല്ലേ, എനിക്ക് ആ സ്വാതന്ത്ര്യം ഇല്ലേ എന്ന് നിങ്ങളിൽ പലരും ചോദിക്കുന്നത് പോലെ ചോദിക്കാനൊന്നും ദൈവം സമ്മതിച്ചില്ല. പ്രാർത്ഥനയ്ക്കകത്ത് കിട്ടുന്നൊരു കൃപയുണ്ട്. അത് നീ കൈ ഇങ്ങനെ അങ്ങോട്ട് നീട്ടാനുള്ളതല്ല, നിനക്ക് നേരെ ചെങ്കോല് നീട്ടാനുള്ളതാണ്. യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് രാത്രികാലം 1, 2, 3, 4 എന്ന് പരിശുദ്ധാത്മാവ് ഇതിനകത്ത് തെളിവുകൾ തരുന്നത് സഭയെ ദൈവം സ്നേഹിക്കുന്നു. ഈ രാത്രി ഇവിടെ വന്ന ചിലരെ ദൈവം സ്നേഹിക്കുന്നു. അവരോട് കർത്താവ് പറയുന്നു, ഇന്ന് രാത്രികാലം സഹായത്തിനുള്ളൊരു കൃപയുണ്ട്. ഹല്ലേലൂയ, സ്തോത്രം, ഹല്ലേലൂയ. എന്നെ ആര് സഹായിക്കും എന്ന് ചോദിച്ച് നമ്മൾ ഒത്തിരി കാലം നടന്നിട്ടുണ്ടായിരിക്കും. ദയവായി ഈ സന്ദേശം കേൾക്കുന്ന നിങ്ങൾ ആ പ്രാർത്ഥന ഒന്ന് മാറ്റി വെച്ചിട്ട് ഇന്ന് രാത്രി ഇങ്ങനെ പ്രാർത്ഥിക്കണം: നാഥ, എനിക്ക് സഹായത്തിനുള്ള കൃപ വേണം. സ്തോത്രം, ഹല്ലേലൂയ. നിങ്ങൾക്കറിയോ, ഈ ലോകത്തിൽ ശരിയാണ് ഒരുപാട് പേര്, ഇതിനകത്ത് 2 വശമുണ്ട്. സ്തോത്രം, ഇത് ഗുണവും ദോഷമുണ്ട്. നമ്മളവരെ വചനം എങ്ങനെയല്ല പഠിപ്പിക്കുന്നത്? നിങ്ങൾക്ക് ഒരുത്തന് ജ്ഞാനം കുറവാണെങ്കിൽ ഔദാര്യമായി കൊടുക്കുന്ന ദൈവത്തോട് ചോദിക്കുക. സ്തോത്രം, ഹല്ലേലൂയ. ഒരു പക്ഷേ ഇന്ന് സ്തോത്രം വളരെ ബുദ്ധിമുട്ടോടുകൂടി ജീവിക്കാൻ ബുദ്ധിമുട്ടുള്ളവർ, ചിലപ്പോൾ കുഞ്ഞുങ്ങളെ വളർത്താൻ ബുദ്ധിമുട്ടുള്ളവർ, ചിലപ്പോൾ ആത്മീയ കാര്യങ്ങൾ നടത്താൻ ബുദ്ധിമുട്ടുള്ളവർ, നമുക്കൊരു പരിചയമില്ലാത്തവർ നമ്മുടെയൊക്കെ അടുക്ക് വരാറുണ്ട്. സ്തോത്രം, ഒരു സഹായത്തിന് വേണ്ടി. സ്തോത്രം. എന്നാൽ തിരിച്ചിന്ന് രാത്രി ദൈവകൃപയാൽ അനുഗ്രഹീതരായിരിക്കുന്ന നമ്മൾ വിചാരിക്കണം, സ്തോത്രം, സഹായത്തെക്കാൾ വലുത് സഹായത്തിനുള്ള കൃപയാണ്. അത് കിട്ടിയാൽ സഹായം നിൻ്റെ വീട്ടിലെത്തും, സഹായിക്കുന്നവൻ നിൻ്റെ മുമ്പിലെത്തും, വഴി തിരിച്ചു വിടേണ്ടവനെ നിൻ്റെ അടുക്കലെത്തിക്കും. അതെത്ര വലിയവനാണെങ്കിലും ദൈവം ചോദിപ്പിക്കും. നിനക്കെന്താ വിഷയം, നിനക്കെന്താ കാര്യം? സ്തോത്രം, ഹല്ലേലൂയ. ആ കാര്യം ഇങ്ങോട്ട് ചോദിപ്പിക്കുന്ന കാര്യം ഇന്ന് രാത്രി സ്വർഗമേറ്റു. നിങ്ങൾക്കതിന് ആമീൻ പറയാൻ പറ്റുമോ? നീ കൊണ്ടു നടക്കുന്ന, നെഞ്ചിനകത്ത് കൊണ്ടു നടക്കുന്ന ഭാരം അത് എത്ര വലുതാണെങ്കിലും ഇന്ന് രാത്രി ഞാനൊരു പ്രവാചകനെ പോലെ ഇവിടെ നിന്ന് വിളിച്ചു പറയാം: നീ ചുമക്കുന്ന ഭാരം, നീ എന്താണ് ചെയ്യേണ്ടതെന്ന് നിനക്ക് വേണ്ടി ദൈവം കരുതി വെച്ചിരിക്കുന്നവനെ കൊണ്ട് നിന്റെ ഫോണിലേക്ക് വിളിപ്പിച്ചോളൂ, അല്ലെങ്കിൽ അവര് നിന്റെ അടുക്കലേക്ക് വന്നോളൂ, നിന്നോട് ചോദിച്ചോളൂ. അതിന് ദൈവം വിശ്വസ്തൻ. ഹല്ലേലൂയ, സ്തോത്രം ചെയ്യുന്നു. നമ്മുടെ കാഴ്ചപ്പാട് ഇന്ന് രാത്രികാലം മാറട്ടെ. ഈ മാർഗത്തിൽ വന്നാൽ ആരെങ്കിലും സഹായിക്കുമോ? സ്തോത്രം എന്നുള്ള ചിന്ത മാറട്ടെ. ഇവിടെ സഹായത്തിനുള്ള കൃപയാണ് പകരപ്പെടുന്നത്. അത് പ്രാപിച്ച് പുറത്തിറങ്ങുമ്പോൾ സഹായം നമ്മെ തേടിയെത്തുകയാണ്. അപ്പോൾ ഇന്ന് രാത്രിക്കാലം അങ്ങനെ ഒരു കൃപയുണ്ട്. ആ കൃപ ഇന്ന് രാത്രിക്കാലം ദൈവസന്നിധിയിൽ പ്രാപിക്കാൻ മനസ്സുള്ളവർ ദൈവത്തിൻ്റെ പാദപീഠത്തിൽ ഏൽപ്പിച്ചു കൊടുത്ത് നന്ദിയോടെ സ്തോത്രം ചെയ്താട്ടെ. റോമാലേഖനം 15-ാം അധ്യായത്തിൻ്റെ 6-ാമത്തെ വാക്യം, രണ്ടാമത്തത്. റോമാലേഖനം 15-ാം അധ്യായം അതിൻ്റെ 6-ാമത്തെ വാക്യം ദയവായിട്ട് വായിച്ചു നോക്കൂ. അവിടെ എഴുതിയിരിക്കുന്ന വാക്ക് 15-ാം അധ്യായത്തിൻ്റെ 6-ാമത്തെ വാക്യത്തിനകത്ത് എഴുതിയിരിക്കുന്നതെന്ന് നോക്കിയിട്ട് 15:6. സ്തോത്രം, ഹല്ലേലൂയ. സ്ഥിരതയും ആശ്വാസവും നൽകുന്ന ദൈവം നിങ്ങൾക്ക് ക്രിസ്തുയേശുവിന് അനുരൂപമായി തമ്മിൽ ഏക ചിന്തയോടിരിപ്പാൻ കൃപ നൽകുമാറാകട്ടെ. പൗലോസ് റോമാലേഖനത്തിൽ പറയുന്ന 2ാമത്തെ ഒരു തരം കൃപ. സ്തോത്രം. വെറുതെ കൃപയെക്കുറിച്ച് നമ്മൾ കേട്ടു പോവുകയല്ല. സ്തോത്രം. എന്തിനാണ് കൃപ ഉപകരിക്കുന്നത്? എവിടെയൊക്കെ അത് പ്രയോജനപ്പെടും? സഭയ്ക്കകത്ത് പരിശുദ്ധാത്മ നിയോഗത്തോടെ പൗലോസ് ഈ ലേഖനത്തിൻ്റെ സമാപനത്തിലേക്ക് എത്തുമ്പോൾ പറയുന്നത് ഇങ്ങനെയാണ്. സ്തോത്രം. അവിടെ എഴുതിയിരിക്കുന്ന വാക്ക്: സ്ഥിരതയും ആശ്വാസവും നൽകുന്ന ദൈവം നിങ്ങൾക്ക് ക്രിസ്തുയേശുവിന് അനുരൂപമായി. അടുത്ത വാചകമാണ് അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ടത്: തമ്മിൽ ഏക ചിന്തയോടിരിപ്പാൻ ഒരു കൃപയുണ്ടെന്ന്. അതൊരു വീട്ടിലാണെങ്കിലും ഒരു ഓഫീസിലാണെങ്കിലും ഒരു സഭയിലാണെങ്കിലും ഉള്ളവരെല്ലാവരും ഏക ചിന്തയാണെങ്കിൽ, സ്തോത്രം, ഏക ചിന്തയാണെങ്കിൽ ആ യൂണിറ്റിക്ക് എത്ര അന്തസ്സുണ്ടെന്നറിയാം. എപ്പോഴാണ് പ്രശ്നം ആരംഭിക്കുന്നത്? 2 പേരെ വീട്ടിൽ കാണുള്ളൂ, 4 പേരെ കാണുള്ളൂ, 4 പേർക്കും 6 ചിന്തയാണെങ്കിൽ നമ്മൾ എത്ര പ്രാർത്ഥിച്ചാലും, എത്ര സ്തോത്രം നല്ല സഭയിലെത്തിയാലും, എത്ര നല്ല ഇടയൻ്റെ കീഴിലെത്തിയാലും, സ്തോത്രം, 4 പേരും 4 ചിന്തയാണെങ്കിൽ ഇവിടെ പ്രാപിക്കുന്നത് അവിടെ ഫലിക്കുകയില്ല. പക്ഷെ പരിശുദ്ധാത്മാവിൽ പൗലോസ് കണ്ടെത്തി സഭയോട് പറയുന്നു, തമ്മിൽ ഏക ചിന്തയോടിരിപ്പാൻ. സ്തോത്രം, ഹല്ലേലൂയ.
4 പേരുണ്ടെങ്കിൽ 4 പേർക്ക് ഒരു മനസ്സാണ്, ഒരു ചിന്തയുള്ളൂ. ഒരുവനെ കൊണ്ട് ഒരുവൻ പൊളിക്കണമെന്നല്ല, ഒരുത്തനെ ഇല്ലാതാക്കണമെന്നല്ല, ഒരുത്തനെ നശിപ്പിക്കണമെന്നല്ല, എല്ലാവരും ഏക ചിന്തയോടെ ഇരിപ്പാൻ. സ്തോത്രം, ഹല്ലേലൂയ. ഒരുമിച്ച് വരും, സ്തോത്രം പറയും, ഒരുമിച്ചിരിക്കും, ഒരുമിച്ച് കർത്തൃമേശ എടുക്കും. പക്ഷേ സ്തോത്രം 6 പേരും 100 ചിന്തയോടിരിക്കുന്ന എത്രയോ കൂട്ടങ്ങൾ കണ്ടേക്കാം. പക്ഷെ ഇന്ന് രാത്രി ഇതിനകത്ത് പറയുമ്പോൾ ആത്മാവിൽ പറയണം, കർത്താവേ കൃപയാൽ തമ്മിൽ ഏക ചിന്തയോടിരിപ്പാൻ. ഈ കൃപ ഇന്ന് രാത്രി ആർക്കെങ്കിലും വേണമെങ്കിൽ ദൈവത്തോട് ചോദിക്കണം. കർത്താവേ, ഞങ്ങളുടെ വീട്ടിൽ ഹല്ലേലൂയ ഞങ്ങൾ 6 പേരുണ്ട്, 8 പേരുണ്ട്, 10 പേരുണ്ട്. നിങ്ങളുടെ വീട്ടിൽ എത്ര പേരുണ്ടെന്ന് എനിക്കറിയില്ല. നിങ്ങൾക്ക് 4 മക്കളുണ്ട്, 4 പേർ വിവാഹിതരായി, മരുമക്കൾ വന്നു. സ്തോത്രം, വരുന്നതിൽ ഒരാൾ സാക്ഷ്യത്തോടെ, സന്തോഷത്തോടെ, അഭിമാനത്തോടെ, ആഠ്യത്തോടെ സഭാമധ്യത്തിലൊക്കെ തല ഉയർത്തി സിംഹത്തെ പോലെ നിന്ന്, ഒരു കാര്യസ്ഥനെ പോലെ നിന്നയാളായിരിക്കാം. പക്ഷെ മകൻ വിവാഹം കഴിച്ച് വീട്ടിൽ വന്ന പെൺകൊച്ചിന് ഈ കുടുംബക്കാരുടെ ചിന്തയല്ലെങ്കിൽ, 1000 പേരുടെ സദസ്സിൽ വെച്ച് നല്ല പാട്ടുകാരെ വിളിച്ച് ദൈവദാസന്മാരെയൊക്കെ സാക്ഷി നിർത്തി അവരെ കൊണ്ടൊക്കെ ആയിരിക്കും വിവാഹം നടന്നത്. പക്ഷേ ചിന്ത മാറിപ്പോയാൽ ആ കുടുംബത്തിൻ്റെ താളം തെറ്റും. സ്തോത്രം, നരകതുല്യമാകാൻ പിന്നെ അധികം സമയം വേണ്ട. എത്രയോ വീടുകൾ അങ്ങനെ കാണും. ഞാൻ ഇന്ന് രാത്രി ആഗ്രഹിക്കുന്ന അവരൊക്കെ ഈ വാക്യം കണ്ടായിരുന്നെങ്കിൽ ദൈവമേ. സ്തോത്രം, ഏതെങ്കിലും കോടതി വളപ്പിലേക്ക് പോകുന്നതിനേക്കാൾ മുമ്പ്, കോംപ്രമൈസിന് വേണ്ടി മനുഷ്യൻ്റെ മുമ്പിൽ ചെല്ലുന്നതിനേക്കാൾ മുമ്പ് ആരെങ്കിലും ഒരിക്കലെങ്കിലും ഈ വാക്യം ആ കുഞ്ഞുങ്ങളെ 2 പേരെയും പിടിച്ചിരുത്തിട്ട്, മക്കളെ ഇങ്ങനെ ഒരു വാക്യം ബൈബിളിലുണ്ടടാ, നിങ്ങൾ 2 പേരും കൂടി കൈകോർത്ത് പിടിച്ച് പ്രാർത്ഥിക്കുക. തമ്മിലേക ചിന്തയോടിരിക്കാൻ ഒരു കൃപയുണ്ടെന്ന് പുസ്തകത്തിൽ പറയുന്നു. ഞങ്ങൾക്ക് 2 പേർക്ക് എന്താണെന്നറിയില്ല. ഒന്ന് പറഞ്ഞ് രണ്ടാമത്തേന് പ്രശ്നമാണ്, എന്തോന്നറിയില്ല. അതിന് പിശാചിൻ്റെ പേര് കെട്ടിയേപ്പിച്ചാലും, ആരെങ്കിലും കൂടോത്രം ചെയ്തെന്ന് പറഞ്ഞാലും, ഇനി എന്ത് പറഞ്ഞാലും, എന്തിനേയും ഓവർടേക്ക് ചെയ്ത് നമ്മെ നിലനിർത്തുന്നതാണ് ദൈവത്തിൻ്റെ കൃപയെങ്കിൽ, ഇന്ന് രാത്രി നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഈ രാത്രിക്കാലം സ്തോത്രത്തോടെ പറയണം. നിങ്ങളുടെ അടുക്കൽ, നിങ്ങൾ ഏത് പദവിയിലിരിക്കുന്നയാളാണെങ്കിലും നിങ്ങളുടെ അടുക്കൽ വരുന്നവർക്ക് റോമാലേഖനം 15-ാം അധ്യായം 6-ാം വാക്യം നിങ്ങളുടെ ആയുസ്സിൽ മറക്കരുത്. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നിങ്ങളൊരു പാസ്റ്റർ ആയിരിക്കാം, നിങ്ങളൊരു പ്രവചന ശുശ്രൂഷ നടത്തുന്ന ആളായിരിക്കാം, നിങ്ങളൊരു സുവിശേഷകനായിരിക്കാം, നിങ്ങളുടെ വീട്ടിൽ മാസത്തിലൊരിക്കൽ പ്രാർത്ഥന നടക്കുന്ന ആളായിരിക്കാം, നിങ്ങൾ ഏത് പദവിയിൽ ഇരിക്കുന്ന ആളാണെങ്കിലും നിങ്ങളുടെ അടുക്കൽ വന്നിട്ടില്ല ഇനി ശരിയാകില്ല സ്തോത്ര എന്ന് പറഞ്ഞ് നീങ്ങുമ്പോൾ പിടിച്ചു നിർത്തണം. റോമാലേഖനം 15-6 സ്തോത്രം നിങ്ങൾ എഴുതി കൈ കൊടുക്കണം. നിങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ പറയണോ, ഈ കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പറയണോ. ഞങ്ങളുടെ കുടുംബത്തെ തമ്മിൽ ഏക ചിന്തയോട് ഇരുത്തത്തില്ല എന്ന് വാദിച്ചു നിൽക്കുന്ന ആ ഇരുട്ടിന്റെ ശക്തിയെ പുറത്താരെങ്കിലും അറിഞ്ഞാൽ നാണം കെട്ടുപോകും. അറിയാതെ കൊണ്ടു നടക്കുന്ന ആ ഭാരം ഇന്ന് രാത്രി ഈ കൃപ കയറി ഇടപെട്ട് ആ വിഷയത്തിന് പരിഹാരമാകട്ടെ. യേശുവിന്റെ നാമത്തിൽ ഈ രാത്രിക്കാലം, കർത്താവിന്റെ നാമത്തിൽ എത്ര പേർ ചോദിക്കുന്നു എൻ്റെ വീട്ടിലേക്ക് കൃപ വേണമെന്ന്? എത്ര പേർ ചോദിക്കുന്നു? ഈ രാത്രിക്കാലം തിരുവനന്തപുരത്തെ അനേക പ്രശ്നങ്ങൾ തീരുകയാണ്. യേശുവിന്റെ നാമത്തിൽ ഓരോ വാക്യങ്ങൾ എടുത്തു കാണിക്കുമ്പോഴും അത് അതുപോലെ സംഭവിക്കണം. നമ്മുടെ ഇടയിൽ വീര്യപ്രവർത്തികൾ ചെയ്യുന്നവൻ വന്നിട്ടുണ്ട്. അതിന് സ്വർഗം നമുക്ക് തരുന്നതാണ് കൃപ. അതുകൊണ്ട് ഈ രാത്രി പ്രാർത്ഥിക്കണം. എന്റെ കുഞ്ഞുങ്ങൾ തമ്മിൽ എന്തൊക്കെ അഭിപ്രായ വ്യത്യാസമുണ്ട്, എന്താ ചെയ്യണ്ടെന്ന് അറിയില്ല, എങ്ങനെ ആകുമെന്നറിയില്ല. വേഗത്തിൽ ഒരു യുദ്ധകാല അടിസ്ഥാനത്തിൽ ഒരു ടെലഗ്രാം മെസ്സേജ് പോലെ ഈ രാത്രി നിങ്ങൾ എവിടെ ഇരുന്ന് കേട്ടാലും യേശുവിന്റെ നാമത്തിൽ ഏറ്റെടുത്തിട്ട് ആത്മാവിനത് ഉപയോഗിക്കണം. തമ്മിൽ ഏക ചിന്തയോടിരിക്കാൻ. യേശുവിന്റെ നാമത്തിൽ സംഭവിക്കട്ടെ. ഒരു 5-10 സെക്കൻഡ് എങ്കിലും ദൈവാത്മാവിൽ പ്രാർത്ഥിച്ച് അനുഗ്രഹിക്കപ്പെട്ട ക്രൈസ്റ്റ് സെന്റർ വലിയ മൂവ്മെന്റിലേക്ക് നീങ്ങാൻ പോകുകയാണ്. ഈ സഭ തമ്മിൽ ഏക ചിന്തയോട് ഇരുന്നത് കൊണ്ട് ഒരുപാട് വിഷയങ്ങളെ നമ്മൾ ജയിച്ചു. ഇന്ന് രാത്രി വീണ്ടും പറയുന്നു, ആയിരക്കണക്കിന് ആളുകൾ നമ്മുടെ ഇടയിൽ വരട്ടെ.
സമൂഹത്തിൽ ഉന്നതരോ താണവരോ ആരും വരട്ടെ, സഭ കർത്താവിൻ്റെയാണ്. പക്ഷെ ഇതിനകത്ത് വന്നവർ, സ്നാനപ്പെട്ടവർ, ആത്മാവിൽ നിറഞ്ഞവർ, കർത്തൃമേശ എടുക്കുന്നവർ ഏക ചിന്തയോടിരിക്കണം. അങ്ങനെ ഒരു വാശി എത്ര പേർക്കുണ്ട്? അതിനെന്താ പണി? ഒരു ദൈവദാസനും പുറകെ നടക്കാൻ പറ്റില്ല, ഒരു ദൈവദാസിക്കും പുറകെ നടക്കാൻ പറ്റില്ല. അതിന് ഏറ്റവും നല്ലത് പൗലോസ് പറഞ്ഞു റോമാ സഭയോട്, തമ്മിൽ ഏക ചിന്തയോടിരിപ്പാൻ ദൈവത്തിന്റെ കൃപ അത് നിങ്ങൾക്ക് ദൈവം തരട്ടെ. ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തി ദൈവത്തിന് ഒരിക്കൽ കൂടി സ്തോത്രം ചെയ്താട്ടെ. സ്തോത്രം. ഹല്ലേലൂയ. എവിടെയെങ്കിലുമൊക്കെ മതിലിടിയുന്നത് പോലെ തോന്നുന്നെങ്കിൽ, എവിടെയെങ്കിലുമൊക്കെ സ്തോത്രം. ഹല്ലേലൂയ. ഒന്ന് പറഞ്ഞ് രണ്ടാമത്തെ നമ്മൾ പറയും പ്രായമായ എന്തിൻ്റെയാന്നൊക്കെ. മലയാളികൾ പറയുന്ന കുറേ ഓമനത്വമുള്ള കാര്യങ്ങളുണ്ട്. സ്തോത്രം. ഹല്ലേലൂയ. അച്ഛന് പ്രായമായതിൻ്റെ ലക്ഷണങ്ങൾ തുടങ്ങി എന്തു പറഞ്ഞാലും ദേഷ്യമാണ്. അങ്ങനെ പറഞ്ഞ് ചില്ലിട്ട് വെക്കാനാണെങ്കിൽ ചില്ലിട്ട് വെച്ചോ, അനുഭവിച്ചു. അതല്ല, മരണം വരെയും തമ്മിലേക ചിന്തയോടിരിപ്പാൻ. പ്രായം വന്നാലും ക്ഷീണം വന്നാലും BP കൂടിയാലും എന്തൊക്കെ പ്രശ്നം വന്നാലും തമ്മിലേക ചിന്തയോടിരിപ്പാൻ ഞങ്ങളുടെ ഇടയിൽ ആ കൃപ വ്യാപരിക്കണം. യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങളുടെ കുഞ്ഞുങ്ങളത് കണ്ടു വളരണം. രണ്ട് ചിന്ത വരരുത്, ഒരു വീട്ടിലും വളരരുത്. അതിന് നമ്മളെ കൊണ്ടൊക്കില്ല. പിശാച് എല്ലാ പരിപാടിയുമായി അലറുന്ന സിംഹത്തെ പോലെ ഒന്ന് പറഞ്ഞ് ഒന്നിനൊക്കാത്ത രീതിയിൽ എതിരുകളും പോരുകളും ഉണ്ടാക്കി വലിയ പ്ലേക്കാർഡും പിടിച്ച് നിനക്കെതിരെ നിൽക്കാൻ വേണ്ടി പോരാടി ചില ആളുകളെ സംഘടിപ്പിച്ച് നിർത്തുമ്പോൾ അതിനെ തോൽപ്പിക്കുന്നത് പ്രാക്കും ശാപവുമായിട്ടല്ല, മുഴങ്കാലും മേൽ കൃപാസനത്തിന്റെ അടുക്കൽ ചെന്ന് ദൈവത്തോട് പറയണം, നാഥ ഞങ്ങളെ ഒറ്റക്കെട്ടായി നിർത്തണം, ഒറ്റക്കെട്ടായി നിർത്തണം. ഹല്ലേലൂയ. രണ്ടാമത്തെ കൃപ ഏക ചിന്തയോടിരിക്കാനുള്ള കൃപ. സ്തോത്രം. ഹല്ലേലൂയ. സ്തോത്രം. വലിയ പ്ലാറ്റ്ഫോമുകളിൽ നിൽക്കാനൊക്കെയുള്ള കൃപയുണ്ട്. പക്ഷേ അടിസ്ഥാനം മറഞ്ഞു പോയാൽ മറ്റേതിലേക്കൊന്നും ചെയ്യാൻ പറ്റിയല്ല. സ്തോത്രം. ഹല്ലേലൂയ. മൂന്നാമത്തത് വളരെ പരിചിതമായിരിക്കുന്ന വേദവാക്യമാണ്. പൗലോസ് തൻ്റെതായിരിക്കുന്ന ഒരു കാര്യം പറയുന്ന 2 കൊരിന്ത്യർ 12:9 വാക്യം ഒത്തിരി ഒത്തിരി പ്രാവശ്യം കേട്ടിട്ടുള്ളത്. സ്തോത്രം. എന്റെ കൃപ നിനക്ക് മതിയെന്ന്, എന്റെ ശക്തി മതി. സ്തോത്രം. നിനക്കറിയാം, ആ പശ്ചാത്തലം അറിയാം. 3 പ്രാവശ്യം അദ്ദേഹത്തിന് സ്തോത്രം നേരെ നിൽക്കുന്ന ശൂലം സ്തോത്രം അത് നീങ്ങിപ്പോകാൻ വേണ്ടി പ്രാർത്ഥിച്ചു. അങ്ങനെ പ്രാർത്ഥിച്ച സമയത്ത് കർത്താവിൽ നിന്നൊരു മറുപടി വരികയാണ്. സ്തോത്രം. എൻ്റെ കൃപ നിനക്ക് മതി. സ്തോത്രം എന്ന് പറഞ്ഞതുകൊണ്ട് എന്താണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്? വാസ്തവത്തിൽ വലിയൊരു പ്രശ്നം മൊന പോലെ നമ്മുടെ നേരെ നീണ്ടു നിൽക്കുന്നു. അതിന് എന്തു ആയിക്കോട്ടെ, വ്യാഖ്യാതാക്കളുടെ അഭിപ്രായത്തിനകത്ത് രോഗമോ പ്രയാസം എന്തു ആയിക്കോട്ടെ. സ്തോത്രം. കർത്താവ് പറയുന്നു, ആ പ്രശ്നം അവിടെ ഇരിക്കട്ടെ, എൻ്റെ കൃപ നിനക്ക് മതി എന്ന് പറയുമ്പോൾ എന്തായിരിക്കും കർത്താവ് ഉദ്ദേശിച്ചത്? സ്തോത്രം. സഹിച്ച് സഹിച്ച് കുത്തുകൊണ്ടങ്ങ് നിൽക്കട്ടെ എന്നാണോ? അല്ല. സ്തോത്രം. പിന്നെ എന്തായിരിക്കും? സ്തോത്രം. ഒരാളോട് പറയുകയാണ്, നിങ്ങൾ വൈകുന്നേരം നിങ്ങളുടെ വീട്ടിൽ ഒരാൾ വരുന്നു, ഭയങ്കര മഴയ്ക്കുള്ള സാധ്യതയുണ്ട്. സ്തോത്രം. അദ്ദേഹം ധൃതി പിടിക്കുകയാണ്, മഴയ്ക്ക് മുമ്പ് പോട്ടെ. നിങ്ങൾ പറയുന്നു ഇരിക്കുക, ആഹാരം കഴിച്ചിട്ട് പോകാം, എന്തെങ്കിലും പറഞ്ഞ് നിർത്തുന്നു. അപ്പോൾ അവർ പറയുന്നു മഴയ്ക്ക് മുമ്പ് പോകണം. അപ്പം നിങ്ങൾ പറയാണ്, പേടിക്കണ്ട, മഴ പെയ്യുവാണെങ്കിൽ വീട്ടിൽ കൊണ്ടാക്കാം, മഴ പെയ്യുവാണെങ്കിൽ വണ്ടി തന്നുവിടാം, കാറ് തന്നുവിടാം എന്ന് പറഞ്ഞാൽ അതിനർത്ഥം മഴ നനഞ്ഞങ്ങ് തകരട്ടെ എന്നാണോ? ആണോ? അല്ലല്ലോ. ഇതുപോലെ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു, ശൂലമാണ് സഹിക്കാൻ പറ്റുന്നില്ലെന്ന് പ്രാർത്ഥിക്കുമ്പോൾ ദൈവം പറയുന്നു സഹിച്ചോ എന്നാണോ? അതിന് പകരം ദൈവം പറയുന്നു കൃപ തരാം എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും നമ്മൾ കരുതേണ്ടത്? സ്തോത്രം. മഴ പെയ്യും, ഇടിവെട്ടി മഴ പെയ്യും, പക്ഷേ സ്തോത്രം എൻ്റെ വണ്ടിയുടെ താക്കോല് നിനക്ക് തരികയാണ്. നീ അതിനകത്ത് കയറിയിരുന്ന് ഗ്ലാസം കയറ്റിയിട്ട് സ്തോത്രം ഇഗ്നിഷൻ ഓൺ ചെയ്ത് കാല് കൊടുത്ത് നിൻ്റെ വീട്ടിൽ പോയി നനയാതെ പോയി കിടന്നുറങ്ങും. മഴ പെയ്യും, പക്ഷെ നിന്നെ അത് തൊടിയേല. സ്വർഗസ്ഥനായ ദൈവം പറഞ്ഞു, മഴ പെയ്യും, ശൂലം വരും, പക്ഷെ എൻ്റെ കൃപ നിനക്കൊള്ളിടത്തോളം കാലം ഇതൊരു ഷീൽഡ് പോലെ നിൽക്കും.
ആളുകൾ വിചാരിക്കും നിന്നെ തീർക്കുമെന്ന്, അതിൻ്റെ മുന വന്ന് നിന്റെ ചങ്കിന് കയറുമെന്ന്, നിന്റെ തലയോട്ടി പൊളിക്കുമെന്ന്, ഈ കൈക്ക് അവസാനിക്കുമെന്ന്. മൂന്നാം സങ്കീർത്തനത്തിൽ ദാവീദിനെ കുറിച്ച് ആളുകൾ പറഞ്ഞു, യഹോവയിങ്കൽ പോലും ഇനി ഇവന് രക്ഷയില്ല. ഹല്ലേലൂയ. അത്രയ്ക്ക് വന്നപ്പോഴും സ്വർഗം നിശ്ചയിച്ചു. സ്തോത്രം. ഇവനെ താഴെ ഇറക്കി വീണ്ടും സിംഹാസനത്തിൽ ഇരുത്തും. അതുകൊണ്ട് മൂന്നാമത്തെ കൃപ ഞാൻ പറയാം. പ്രശ്നങ്ങൾ ചങ്കിന് നേരെ നിൽക്കുമ്പോൾ അതും നിനക്കും ഇടയിൽ ഈ കടലാസിൻ്റെ കനേ ചിലപ്പോൾ കാണുള്ളൂ. പക്ഷെ അത് ഇടയ്ക്ക് നിൽക്കുന്നിടത്തോളം കാലം നീ ഇവിടെ തളരിയല്ല. ഹല്ലേലൂയ. നീ ഇവിടെ തകരിയല്ല. സ്തോത്രം. എന്തു വിഷയം വന്നാലും ചില കാര്യങ്ങൾ സംഭവിച്ചേ പറ്റൂ, ചില കാര്യങ്ങൾ നിറവേറിയേ പറ്റൂ. പക്ഷെ ഇത് നിറവേറുമ്പോൾ നീ ഇതിനകത്ത് പെട്ടുപോകുകയല്ല. ആ വിഷയത്തിനും നിനക്കും ഇടയിൽ കയറുന്ന ഒരു കൃപയുണ്ട്. സ്തോത്രം. ഹല്ലേലൂയ. ആ വിഷയത്തിനും നിനക്കും ഇടയിൽ കയറുന്നൊരു കൃപയുണ്ട്. നിന്നോട് ദൈവത്തിന് പ്രിയമുണ്ട്, കരുണയുണ്ട്, സ്നേഹമുണ്ട്. സ്തോത്രം. അതിനും നിനക്കും ഇടയിൽ കയറുന്നൊരു കൃപയുണ്ട്. ചില വിഷയങ്ങളൊക്കെ നാച്ചുറലി സംഭവിക്കും, ചില കാര്യങ്ങളൊക്കെ സ്വാഭാവികമായിട്ട് നിറവേറും, ചില വീടുകളിലൊക്കെ ചിലത് സംഭവിക്കും, ചില ജീവിതങ്ങളിൽ ചിലത് സംഭവിക്കും. പക്ഷെ അതിനിടയിൽ നിനക്കും വിഷയത്തിനും ഇടയിൽ ആരും കാണാതെ കയറി നിൽക്കുന്നൊരു കൃപയുണ്ട്. സ്തോത്രം. ഹല്ലേലൂയ. സ്തോത്രം. എയർ ബാഗ് എന്ന് കേട്ടിട്ടുണ്ടോ? എയർ ബാഗ് നമ്മൾ കണ്ടിട്ടില്ല. സ്തോത്രം. ഹല്ലേലൂയ. വണ്ടിക്കകത്തൊക്കെ ഉണ്ട്. സൂക്ഷിച്ചു നോക്കിയാൽ രാവിലെ പറഞ്ഞ പോലെ വണ്ടി കയറി ഇരിക്കുന്ന വഴി ഉറങ്ങാതെ അതിനകത്ത് ഇരിക്കുമ്പോൾ ചുറ്റുമുട്ടൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അവിടെ എവിടെയൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് എയർ ബാഗ്. ഇല്ലെങ്കിൽ ആൻറ്റിമാർ ചോദിക്കണം അച്ചാച്ചനോട് ഇന്ന് വണ്ടി കയറുമ്പോൾ അങ്ങേര് പറഞ്ഞ ആ ബാഗ് എവിടാന്ന്. സ്തോത്രം. കാണാൻ പറ്റിയാല. ആ സ്റ്റീറിങ്ങിൻ്റെ അകത്തും ആ ഡോറിൻ്റെ സൈഡിലും, സ്തോത്രം, ലെഫ്റ്റ് സൈഡ് പാസഞ്ചറുടെ ഫ്രണ്ടിലൊക്കെ എഴുതിയിട്ടുണ്ട് എയർ ബാഗ്. കാണാൻ പറ്റിയല്ല. പക്ഷേ സ്തോത്രം, നിന്റെ വാഹനം എവിടെയെങ്കിലും ചെന്ന് ഒരു പരിധിക്കപ്പുറത്തേക്ക് നിന്നെ മുറിവേൽപ്പിക്കും, നിനക്കൊരു ഇഞ്ചുറി ഉണ്ടാകുന്ന രീതിയിൽ തട്ടിയാൽ ആ സമയത്ത് സാധനം തെറിച്ച് പുറത്തു വരും. സ്തോത്രം. ഹല്ലേലൂയ. സ്തോത്രം. ഹല്ലേലൂയ. മനസ്സിലായോ? ഹോണ്ട കമ്പനിക്കാർക്കോ കിയ കമ്പനിക്കാർക്കോ അത്രയും ചെയ്യാൻ പറ്റുമെങ്കിൽ സ്വർഗസ്ഥനായ ദൈവം കൊണ്ടു നടക്കുന്ന നിനക്കിന്ന് രാത്രിക്കാലം വിശ്വസിക്കാമോ? സംഭവമൊക്കെ ശരിയാണ്. അപകടങ്ങൾ നിറഞ്ഞ, അനർത്ഥങ്ങൾ നിറഞ്ഞ, ആപത്തുകൾ നിറഞ്ഞ, വെല്ലുവിളികൾ നിറഞ്ഞ, വില്ലാളി വീരന്മാരെ കൊണ്ട് നിറഞ്ഞ, നിന്നെ തീർക്കാൻ വേണ്ടി കയറി വരുന്ന ഏതൊക്കെ മുനവെച്ച വിഷയങ്ങൾ അവൻ അകത്തിട്ട് രാഗിക്കൊണ്ടിരുന്നാലും എൻ്റെ ദൈവം നിന്റെ കാതിൽ പറയുന്ന എന്താണെന്നറിയാമോ? ഞാൻ നിങ്ങൾക്ക് മനസ്സിലാകുന്ന ഒരു ഭാഷ പറഞ്ഞോട്ടെ. സ്തോത്രം. പേടിക്കണ്ട. എയർ ബാഗ് ഉണ്ട്. നിന്നെ തൊടിയേല. നിന്റെ മുമ്പിൽ കൊട പോലെ അങ്ങ് വിരിഞ്ഞു നിൽക്കൂ. നിന്റെ മേൽ പോറലേൽപ്പിക്കത്തില്ല. ഒരു വിഷയം വന്നാൽ നിന്നെ കവർ ചെയ്യുന്നൊരു കൃപയുണ്ട്. ഇന്ന് രാത്രി സ്വർഗസ്ഥനായ ദൈവത്തിന്റെ സന്നിധിയിൽ യേശുവിന്റെ നാമത്തിൽ നിനക്ക് ഉൾഭയമുണ്ടോ? സ്തോത്രം. നിനക്കൊരു ശക്തനായ എതിരാളിയുണ്ട്. അവൻ ഇങ്ങനെ വാള് രാഗിക്കൊണ്ടിരിക്കുക. ദാനിയേലും കൂട്ടരും ബാബിലോണിലായിരുന്ന സമയത്ത് എന്തെങ്കിലും ഒരു അപാകത കണ്ടുപിടിക്കാൻ കണ്ണിൽ എണ്ണയൊഴിച്ച് കാത്തിരുന്നത് പോലെ ആരോടോ ദൈവം പറയുന്നു, നിനക്കൊരു ഉൾഭയമുണ്ട്. നീ കാല് വെക്കുന്ന പോലെ സൂക്ഷിച്ചാണ്. ഓരോ വാക്കുകൾ പോലും ഒരു സ്വാതന്ത്ര്യത്തോടെ പറയാൻ പറ്റുന്നില്ല. പക്ഷെ സ്വർഗം ഇന്ന് രാത്രി നിന്നെ ധൈര്യപ്പെടുത്തിയിട്ട് പറയുന്നു, ഇല്ല, നിന്റെ മുമ്പിൽ എയർ ബാഗിനേക്കാൾ ശക്തിയേറിയ, യേശുവിന്റെ നാമത്തിൽ അതിനേക്കാൾ കരുത്തേകിയ നീ എന്റെ ദാസനാണ്, നീ എന്റെ സാക്ഷിയാണ്. നീ ഒരു സാധാരണക്കാരിയല്ല, സാധാരണക്കാരനല്ല. അതുകൊണ്ട് ഇന്ന് രാത്രി വിശ്വസിക്ക, മൂന്നാമതൊരു കൃപയുണ്ട്. നീ അപമാന വിഷയമാകാതെ, നീ ആരുടെയെങ്കിലും സൂചി മുനക്കകത്ത് കയറാതെ, നീ ആരുടെയെങ്കിലും ശൂലത്തിന്റെ അറ്റത്ത് കോർത്ത് കിടക്കുന്നത് നാട്ടുകാർ കാണാതിരിക്കാൻ അതിനിടയിൽ എത്രയോ പ്രാവശ്യം ഒരുപക്ഷെ ഞാൻ എൻ്റെ ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കി പ്രസംഗിച്ചാൽ നിങ്ങളുടെ മുമ്പിൽ നിന്ന് കരഞ്ഞു പോകും. എത്രയോ പ്രാവശ്യം സ്വർഗസ്ഥനായ ദൈവത്തിന്റെ കൃപ ഇന്ന് രാത്രിക്കാലോ എനിക്കും നിങ്ങൾക്കും വേണ്ടി നിന്റെ മേലൊരു പോറലേൽപ്പിക്കാതെ,
നിന്റെ മേലൊരു ചെളി തെറിക്കാതെ, നിന്റെ മേലൊരു അപവാദമേൽക്കാതെ, നിന്റെ മേലൊരു ഭാരം വരാതെ, എത്ര ദുഷ്ടൻ അഠരാടിയാലും അന്ധകാര കോട്ടകൾ നിനക്ക് നേരെ എത്ര ശരം തീർത്താലും അതിന് നേരെ നിന്നെ പൊതിഞ്ഞ കവചം നീ ഓർക്കുന്നുണ്ടോ? നീ ഒറ്റക്കിരുന്ന് കരഞ്ഞ ദിവസങ്ങൾ, വെളിയിൽ വരാൻ പറ്റത്തില്ലെന്ന് വിചാരിച്ച ദിവസങ്ങൾ, ആരെങ്കിലും പ്രാർത്ഥിക്കാൻ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് തോന്നിയ ദിവസങ്ങൾ, അന്നേ ദിവസം പ്രാർത്ഥിക്കാൻ വന്നവരുടെ വാക്കിനേക്കാൾ ശക്തിയോടെ നിന്നതെന്റെ കൃപയാണ്. ഞാൻ വിട്ടുകൊടുത്തില്ല. രക്തത്താലെ ജയം. 18-ാം രാത്രി അന്ധകാര കോട്ടകൾ ലജ്ജിക്കട്ടെ. ഈ ദൈവത്തിന്റെ കരുതലിന് എന്റെ ശക്തി മുഴുവനെടുത്ത്, എന്റെ ശബ്ദം മുഴുവനെടുത്ത് ഇന്ന് രാത്രി ഇവിടെ പറയുമ്പോൾ നിങ്ങൾ എത്ര പേർ വിശ്വസിച്ചുകൊണ്ട് പറയൂ, ഈ ദൈവത്തെ പോലെ നല്ല ദൈവമാരുള്ളൂ? നിനക്ക് താങ്ങാവുന്ന ഒരു കപ്പാസിറ്റി ഉണ്ട്, താങ്ങാവുന്ന ഒരു കപ്പാസിറ്റി ഉണ്ട്. അത് കഴിഞ്ഞാൽ എയർ ബാഗ് പൊട്ടും. അങ്ങനെയല്ലേ എൻ്റെ സിസ്റ്റം. ഹല്ലേലൂയ, സ്തോത്ര, ഹല്ലേലൂയ. ചെറിയ തട്ടുമുട്ടൊക്കെ നടന്നിട്ടുണ്ട്, അതില്ലെന്നല്ല. പക്ഷെ നിനക്ക് താങ്ങാവുന്നതിനേക്കാൾ അപ്പുറം ഒരു ഫോഴ്സ് ഇതിനകത്ത് തട്ടിയാൽ അപ്പോൾ എയർ ബാഗ് പൊട്ടും. ഇതുപോലെ നിനക്ക് താങ്ങാൻ ദൈവം വെച്ചിരിക്കുന്ന ഒരു അതിരുണ്ട്. അതിര് കഴിഞ്ഞാൽ കൃപ വിടരും. യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രി സ്വർഗസ്ഥനായ ദൈവത്തിന്റെ കൃപ, പൗലോസിന് ലഭിച്ച കൃപ 1000 വട്ടം നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. പക്ഷേ ക്രൈസ്റ്റ് സെന്ററിന് തരാൻ സ്വർഗം എന്നെ ഏൽപ്പിച്ച ഇന്ന് രാത്രി വന്നവർക്കുള്ള ദൂത് സ്വർഗം പറഞ്ഞെന്നുറപ്പിക്കുന്നു. നീ ഉറച്ചു നിൽക്കവിടെ, നീ ധൈര്യപ്പെട്ട് നിൽക്കവിടെ, നീ പേടിക്കാതിരിക്കുക. എന്റെ ആത്മാവാ നിന്നെ നടത്തുന്നത്, എന്റെ ജ്ഞാനമാ നിന്നെ നടത്തുന്നത്, എന്റെ കയ്യാ നിന്നെ പിടിച്ചിരിക്കുന്നത്. നീ ധൈര്യത്തോടെ നിൽക്ക. യേശുവിന്റെ നാമത്തിൽ ആ കൃപയത്രേ. ഉടാരാ ശകേനി ഹംദരക്ഷസി. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. നന്ദി പറയുന്നു പൗലോസിന്റെ അടുത്ത ഒരു കൃപയെ കുറിച്ച്. സ്തോത്രം, ഹല്ലേലൂയ. ബ്രദർ ഇമ്മാനുവേൽ പാട്ട് പാടുന്ന സമയത്ത് വൈകി വന്നവർക്ക് സ്തോത്രം നിർഭാഗ്യവശാൽ ആ ഭാഗം കേൾക്കാൻ പറ്റിയില്ല. നേരത്തെ വന്നവർക്കറിയാം, അദ്ദേഹം പാടിയപ്പോൾ മനോഹരമായിട്ട് ആ വരികൾ എടുത്തു പറഞ്ഞ വാക്ക്. സ്തോത്രം, ഹല്ലേലൂയ. ആ വരികൾ സ്തോത്രം ദൈവസന്നിധിയിൽ സന്തോഷത്തോടെ ഈറനണിഞ്ഞ കണ്ണുകളോടെ സാവധാനം പാടിയ പാട്ടുകൾ കേട്ടപ്പോൾ കൃപയെക്കുറിച്ച് അദ്ദേഹം പാടിയ പാട്ടിന്റെ വരികൾക്കകത്തുണ്ട്. പൗലോസ് പറഞ്ഞൊരു സ്റ്റേറ്റ്മെന്റ് ആണ്. സ്തോത്രം, ഹല്ലേലൂയ. കർത്തൃദാസ സാം ടീം മുഖത്തിൽ എഴുതി ഇന്ന് നമ്മുടെ വേദിയിൽ ഇമ്മാനുവേൽ പാടിയ ആ പാട്ടിന്റെ വരികൾ, അത് പൗലോസ് പറഞ്ഞൊരു സ്റ്റേറ്റ്മെന്റ് ആണ്. അതെന്താണെന്നറിയാമോ? 1 കൊരിന്ത്യർ 15-ാം അധ്യായത്തിന്റെ 10-ാമത്തെ വാക്യം. 1 കൊരിന്ത്യർ 15:10. ആ വാക്യം ഇങ്ങനെയാണ്: അവരെല്ലാവരേക്കാൾ ദൈവകൃപയാലാകുന്നു. അടുത്തത്, എന്നോടുള്ള അവന്റെ കൃപ വ്യർത്ഥമായതുമില്ല. അടുത്ത വാക്ക്, ആ വാക്കുകൾ കേട്ടോണം കേട്ടോ. അവരെല്ലാവരേക്കാളും ഞാൻ അത്യന്തം അധ്വാനിച്ചിരിക്കുന്നു. ആരാണ് ഈ അവർ? അവരെല്ലാവരേക്കാളും ഞാൻ അത്യന്തം അധ്വാനിച്ചെന്ന് പറയുമ്പോൾ നമ്മളതൊക്കെ വായിച്ചു വിടും. നമ്മളൊന്ന് അറിയണ്ടേ ആരാണ് അവർ? സ്തോത്രം, ഹല്ലേലൂയ. അവരെല്ലാവരേക്കാളും അധികം ഞാൻ എന്ന് പറഞ്ഞാൽ സ്തോത്രം, അവിടെ ഇരിക്കുന്ന ബാക്കിയുള്ള യഹൂദന്മാരോ പുരോഹിതന്മാരോ അവിടെ ഇരിക്കുന്ന റോമൻ സർക്കാരിൻ്റെ ഉദ്യോഗസ്ഥന്മാരാണ് പൗലോസ്? അല്ലല്ല. പിന്നെ ആരാണ് ഇവിടെ ഉദ്ദേശിച്ചത്? സ്തോത്രം, അപ്പോസ്തലന്മാരായിരിക്കുന്ന മുൻനിരക്കാർ. അവരെ കുറ്റം പറയുകയല്ല. അതിനെക്കുറിച്ച് പൗലോസിൻ്റെ ഉള്ളിലുണ്ടായിരുന്ന കാര്യങ്ങൾ അറിയണമെങ്കിൽ നിങ്ങൾ ഗലാത്യ ലേഖനം വായിക്കണം. അവിടെ എഴുതിയിട്ടുണ്ട് അദ്ദേഹം ആ കാര്യങ്ങളെക്കുറിച്ചെല്ലാം. അവർ സ്തോത്രം അപ്പോസ്തലിക നിരയിലെ 1-ാം നിരക്കാർ. സ്തോത്രം, അവരെല്ലാവരേക്കാൾ അധികം അദ്ദേഹം അധ്വാനിച്ചു. സ്തോത്രം, ഒരു കർത്തൃദാസൻ അധ്വാനിക്കുന്നവനായിരിക്കണം, അലസനാകരുത്. സ്തോത്രം, അധ്വാനിക്കുന്നവനായിരിക്കണം. അവരെല്ലാവരേക്കാളും അധികം ഞാൻ അത്യന്തം അധ്വാനിച്ചു. എന്നിട്ട് പെട്ടെന്ന് അദ്ദേഹം തിരുത്തുകയാണ്, എന്നാൽ ഞാനല്ല, എന്നോട് കൂടെയുള്ള ദൈവകൃപയത്രേ. അപ്പം അങ്ങനെയാണെങ്കിൽ അദ്ദേഹം പറഞ്ഞ എൻ്റെ രത്നച്ചുരുക്കം പാടിയപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചെങ്കിൽ എൻ്റെ അർത്ഥം അദ്ദേഹം മാനുവൽ പറഞ്ഞു കഴിഞ്ഞെങ്കിലും എടുത്തു പറയാം. ഈ കൃപ എന്തിനുള്ളതാണ്? ചുമ്മാതിരുന്ന് ആരുടെയെങ്കിലും കയ്യിലിരിക്കുന്ന മേടിച്ച് തിന്ന് ജീവിതം തീർക്കാനുള്ള കൃപയല്ലിത്. സ്തോത്രം. പിന്നെ അധ്വാനിക്കുക. പക്ഷേ അധ്വാനിക്കാൻ മനസ്സുണ്ടെങ്കിൽ പൗലോസ് പറയുന്നു, ഞാനല്ല അധ്വാനിച്ചത്,
എനിക്ക് എൻ്റെ ഉള്ളിൽ അധ്വാനിക്കുന്ന ഒരു കൃപയുണ്ട്. സ്തോത്രം. അങ്ങനെ തന്നെയല്ലേ? അതിനകത്ത് ഇൻ്റർപ്രിട്ടേഷൻ വേണ്ട, അത് ധാരണപ്പശക് വേണ്ട. അദ്ദേഹം പറയുന്നു, ഇവരെല്ലാവരേക്കാൾ അത്യന്തം അധികം ഞാൻ അധ്വാനിച്ചു. എന്നിട്ട് പറയുന്നു, അയ്യോ ഞാനല്ല കേട്ടോ, ഞാനല്ല. സ്തോത്രം, ഞാനല്ല. എങ്ങനെ അത് പറഞ്ഞ് മനസ്സിലാക്കുന്നത്? നിങ്ങളിങ്ങനെ കണ്ണു പിടിച്ചിരിക്കുന്നത് എങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കുന്നത്? ഞാൻ പെട്ടെന്ന് മനസ്സിലാക്കാം. സ്തോത്രം. ദൈവകൃപയാൽ നിങ്ങൾക്ക് നല്ല സൗകര്യങ്ങളെല്ലാം തന്നു, എല്ലാം തന്നു. സ്തോത്രം. നിങ്ങളൊരു ദിവസം എന്നെ നിങ്ങളുടെ വീട്ടിൽ ആഹാരം കഴിക്കാൻ വേണ്ടി വിളിക്കാമെന്ന് വിചാരിച്ചു. ഉച്ചയ്ക്ക് അവിടെ വന്നു. സ്തോത്രം. കഴിക്കാൻ വേണ്ടി ഡൈനിങ് ടേബിളിൽ വന്നിരുന്നു. വിഭവസമൃദ്ധമായിരിക്കുന്ന നല്ല ആഹാരം. സ്തോത്രം. ഒരു 10-12 കൂട്ടം കറികളും ആഹാരമെല്ലാം. ഞാൻ കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എല്ലാത്തിനും ടേസ്റ്റ് നോക്കി ഏറ്റവും ബെസ്റ്റാണ്. എനിക്ക് ആദ്യം തോന്നി ഹോട്ടലിൽ നിന്ന് അങ്ങ് മേടിച്ചതാണോ, പിന്നെ തോന്നിയില്ല, നിങ്ങൾ തന്നെ ഉണ്ടാക്കിയതാണ്. ഇതെല്ലാം കഴിഞ്ഞു. ഞാൻ നിങ്ങളോട് പറയാം, സുന്ദരമായിരുന്നു കേട്ടോ ഇതെല്ലാം എന്ന് പറയുമ്പോൾ. നിങ്ങൾ മാന്യതയുള്ള ആളാണെങ്കിൽ നിങ്ങൾ പറയുക, എൻ്റെ പാസ്റ്ററെ സ്തോത്രം, ഞാനിതെല്ലാം വിളമ്പിയെന്നുള്ളൂ, ഇവിടെ ഒരു അമ്മണിയുണ്ട്. മനസ്സിലായോ? അമ്മണി ആരെങ്കിലും ഉണ്ടെങ്കിൽ വഴക്കുണ്ടാക്കരുത്. ഇവിടെ ഒരു അമ്മണിയുണ്ട്, 25 കൊല്ലമായിട്ട് ഞങ്ങളുടെ കൂടെ ഉള്ളതാണ്. അമ്മണിയാണ് ഇതെല്ലാം ഉണ്ടാക്കിയത്. അമ്മണി നമ്മൾ കണ്ടില്ല, ചിലർ മിണ്ടിയല്ല. അമ്മണിയാണ് ഉണ്ടാക്കിയത്, പക്ഷേ വിളമ്പി തന്നവർ മുഴുവൻ മഹത്വം കൊടുക്കും. സ്തോത്രം. മനസ്സിലായോ? എന്നതുപോലെ വിളമ്പിയതെല്ലാം ആൻറ്റിയാണ്, പക്ഷേ അധ്വാനിച്ചത് മുഴുവൻ അമ്മണിയാണ്. എന്നിട്ടും മനസ്സിലായിരിക്കും നിങ്ങളുടെ പാസ്റ്ററോട് ചോദിക്കും ബാക്കി. മനസ്സിലായോ? പൗലോസ് പറയുന്നു, ഞാൻ അദ്ദേഹത്തെ ആശ്ചര്യത്തോടെ നോക്കിയിട്ടുണ്ട് ഒരു സുവിശേഷകൻ എന്ന നിലയ്ക്ക്. എന്തുകൊണ്ട്? എൻ്റെ ദൈവമേ, 2 ആഴ്ച കൊണ്ടൊക്കെ അദ്ദേഹം പോയി സഭ സ്ഥാപിച്ചെന്ന്. തെസ്സലോനിക്ക പട്ടണത്തിൽ 17-ാം അധ്യായം അപ്പോസ്തലപ്രവൃത്തി വായിച്ച് ഞാൻ തലേ കൈവച്ച് മരവിച്ചിരുന്നിട്ടുണ്ട്. എൻ്റെ പ്രവർത്തനത്തിൻ്റെ ആദ്യകാലം വെണ്ണിക്കുളത്ത് ചെല്ലുമ്പോൾ 3-4 കൊല്ലം ഞാൻ ഒറ്റക്കാലിൽ നിന്ന് കരഞ്ഞിട്ടും ആ നാട്ടിൽ ഒരാൾ പോലും കർത്താവിങ്കിലേക്ക് വരാതെ 2-3 അമ്മച്ചിമാരെയും കൊണ്ടിരുന്ന ആ കാലഘട്ടത്തിൽ ഞാൻ ഈ പൗലോസ് അപ്പോസ്തലപ്രവൃത്തി 17 വായിക്കുമ്പോൾ 2 ആഴ്ച കൊണ്ട് അദ്ദേഹം തെസ്സലോനിക്കയിൽ സഭ സ്ഥാപിച്ചു. തെസ്സലോനിക്ക സഭ. സ്തോത്രം. മന്ത്രടിച്ചു. 2.5 കൊല്ലം കൊണ്ട് ഒരാളെപ്പോലും മുമ്പോട്ട് കൊണ്ടുവരാൻ പറ്റാതിരിക്കുന്ന സാഹചര്യത്തിൽ 2 ആഴ്ച കൊണ്ട് യഹൂദൻ്റെ പാളയത്തിനകത്ത് കയറി, പള്ളിക്കകത്ത് കയറി ഒരു വലിയ കൂട്ടത്തെ സ്നാനപ്പെടുത്തി സഭയാക്കി എന്ന് പറഞ്ഞത് എന്നെ അന്ന് കൊതിപ്പിച്ചിട്ടുണ്ട്, കരയിപ്പിച്ചിട്ടുണ്ട്. താങ്ക് യു ജീസസ്. കരയിപ്പിച്ചിട്ടുണ്ട്. സ്തോത്രം. അസ്വസ്ഥനാക്കിയിട്ടുണ്ട്. സ്തോത്രം. അന്നാണ് ഉപവാസങ്ങളുടെയും പ്രാർത്ഥനയുടെ ഇടയ്ക്കാണ് അന്ന് പൗലോസിൽ കൂടെ പരിശുദ്ധാത്മ പറഞ്ഞു തന്നത്. സ്തോത്രം. ഞാനിപ്പോൾ പറഞ്ഞതുപോലെ 2 ആഴ്ച കൊണ്ട് സഭയുണ്ടാക്കിയെന്നും 10-14 ലേഖനം എഴുതിയെന്നും, സ്തോത്രം, പാതാളത്തിലെ പൈശാചിക ശക്തിക്ക് പോലും പൗലോസ് സുപരിചിതനാണെന്നും, ഉറക്കം തൂങ്ങി താഴെ പോയവനെ പിടിച്ചെഴുന്നേപ്പിച്ച് ഉയർപ്പിച്ചു വിട്ടു എന്നൊക്കെ കേട്ടപ്പോൾ നീ ഞെട്ടണ്ട. അദ്ദേഹം മാന്യനായതിൻ്റെ പേരിൽ പറഞ്ഞു, ഞാനല്ല, അമ്മിണിയാണ്. സ്തോത്രം. മനസ്സിലായോ? ഞാനല്ല, അമ്മിണിയാണ് എന്ന് പറഞ്ഞതുപോലെ അദ്ദേഹം പറഞ്ഞുകൊണ്ടാ, ഞാനല്ല, എന്നിലുള്ള കൃപയാ. ഇത് നിനക്ക് കിട്ടിയാൽ നിനക്കും പറ്റും. പിന്നെ നീ സംഘടന കളിച്ചും രാഷ്ട്രീയം കളിച്ചും ആള് കളിച്ചും നടന്നാൽ ഈ കൃപ കിട്ടിയാല. ഒരായുസ് പോകത്തുള്ളൂ. അതിന് പകരം നീ ഞാൻ പ്രാപിച്ച ദൈവകൃപയ്ക്ക് വേണ്ടി കർത്താവിന്റെ കാൽക്കൽ ചെല്ല്. അവിടെ ചെല്ലുമ്പോൾ എനിക്ക് ലഭിച്ച കൃപ, എന്തിനുള്ള കൃപ? അധ്വാനിക്കാനുള്ള കൃപ. ഈ രാത്രിക്കാലം ഞാൻ നിങ്ങളോട് പറയാം, നല്ലൊരു മാതൃക പറയാം. പറ്റുമെങ്കിൽ ചെയ്യണം, പറ്റുമെങ്കിൽ ചെയ്യണം. സ്തോത്രം. ഈ ഉപവാസം കഴിയുമ്പോൾ അത് ആത്മാക്കളെ നേടുന്ന കാര്യത്തിൽ മാത്രമല്ല, നിങ്ങളുടെ മേലുദ്യോഗസ്ഥർ, നിങ്ങൾ വീട്ടിൽ ജോലിക്ക് നിൽക്കുന്ന ആളായിക്കോട്ടെ, സ്തോത്രം, അവിടുത്തെ കൊച്ചമ്മ ഭയങ്കരമായിട്ട് നിങ്ങളെ 10 വർഷമായിട്ട് നിങ്ങൾക്ക് വേറെ വഴിയില്ല, ജീവിക്കാൻ വേറെ മാർഗ്ഗമില്ല. പക്ഷെ അവർ നിങ്ങൾ ചുമ്മാ ഇരിക്കുന്ന കാണുമ്പോൾ ഭയങ്കര വിഷമം അവർക്ക്. ചുമ്മാ ഇരിക്കുന്ന കണ്ടാൽ അവർ പറയും മുറ്റത്ത് പുല്ല് ഉറക്കി. അങ്ങനെ പറയുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾ അവരെ പ്രാകരുത്. നിങ്ങൾ കർത്താവിനോട് പറയണം, ഈ കൊച്ചമ്മ പറയുന്ന എന്ത് കാര്യം ചെയ്യാനും അധ്വാനിക്കാനൊരു കൃപ എനിക്ക് തരണം കർത്താവേ. എനിക്കിവിടെ നിന്ന് പോയാൽ വേറെ വഴിയില്ല.
സ്തോത്രം. ഇവിടെ നിന്ന് പിണങ്ങി ചാടിപ്പോയാൽ പിന്നെ നെയ്യാറ്റിൻകരയാണ് ജോലി കിട്ടുന്നെങ്കിൽ വണ്ടിക്കൂലി കൊടുക്കണം, 4 മണിക്ക് പോകണം, തിരിച്ചു വരുമ്പോൾ 8 മണിയാവും. മെനക്കേടല്ലേ? അതിനേക്കാൾ നല്ലത് ഈ കൃപ കിട്ടിയാൽ ശരീരത്തിലേക്കാതിരുന്നാൽ പോരെ. സ്തോത്രം. അവരെന്തെല്ലാം ഏൽപ്പിച്ചാലും നമ്മൾ പിള്ളേർ പറയുന്ന പോലെ നമുക്കൊരു ചുക്കും പറ്റിയില്ലെങ്കിൽ നമ്മൾ രക്ഷപ്പെട്ടില്ലേ? ഞാൻ ആ വാക്ക് നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. സ്തോത്രം. എന്തെല്ലാം വർക്ക് ലോഡ് തന്നാലും, എന്തെല്ലാം ഭാരം നിന്റെ മേൽ കെട്ടിയേൽപ്പിച്ചാലും, നിന്നെ മനഃപൂർവ്വം ടാർഗറ്റ് ചെയ്താലും, നീ മാറിയിരുന്നിട്ട് ദൈവത്തോട് പറയണം, എന്നെ ടാർഗറ്റ് ചെയ്തിരിക്കുക, ദൈവം കാണുന്നല്ലോ, എനിക്ക് പരാജയപ്പെട്ട് പുറകോട്ട് മാറാൻ പറ്റില്ല, എനിക്കതിൻ്റെ കൃപ തന്നാൽ മതി, ഞാൻ മനസ്സ് മടുക്കുകയല്ല, ഞാൻ ദൈവത്തിന് പഴിയുണ്ടാക്കില്ല, ഞാൻ ഇവിടെ കിടന്ന് അധ്വാനിച്ചോളാം, പക്ഷേ അധ്വാനിക്കാൻ പൗലോസിന് കൊടുത്ത കൃപ എനിക്ക് തരണം. സ്തോത്രം. ഹല്ലേലൂയ. മക്കളാരെങ്കിലും ജോലിക്ക് പോകാൻ തുടങ്ങിയെങ്കിൽ നിങ്ങളവരെ പ്രാർത്ഥിച്ചു, നിങ്ങളുടെ അടുക്കലുണ്ടെങ്കിൽ പ്രാർത്ഥിച്ചു വിടുമെങ്കിൽ, അല്ല നിങ്ങളവരെ വിദേശ രാജ്യത്ത് ജോലിക്ക് പോകാനാണെങ്കിൽ, അപ്പനാണെങ്കിൽ അമ്മയാണെങ്കിൽ അടുക്ക വിളിച്ചിട്ട് പറയണം, സ്തോത്രം, ഇന്നത്തെ കാലത്ത് ലോകത്തിലെ എല്ലാ കമ്പനിക്കാരും ടാർഗറ്റ് അച്ചീവ് ചെയ്യാനാണ് നോക്കുകയുള്ളൂ, അല്ലാതെ നിനക്കൊരു ജോലി തരാൻ വേണ്ടി ആരും നിൻ്റെ ബയോഡാറ്റ മേടിക്കുകയില്ല. അതുകൊണ്ട് അവരെന്തേൽപ്പിച്ചാലും യൂണിയൻ ഉണ്ടാക്കരുത്, സമരം ചെയ്യരുത്, മുതലാളിക്ക് നേരെ കൊടി പിടിക്കരുത്. അത് ആത്മീകന് ചേർന്നതല്ല. അപ്പം അവൻ ചോദിക്കും, പിന്നെ അമ്മ എന്നാ പറയുന്നത്, എല്ലാം സഹിച്ചങ്ങ് നിൽക്കാനാണെന്ന് ചോദിക്കുമ്പോൾ പറയണം, എന്തേൽപ്പിച്ചാലും ചോദ്യം ചെയ്യാതെ ചെയ്യാൻ ദൈവം നിനക്കൊരു കൃപ തന്നാൽ ചിലപ്പോൾ നീ അവിടുത്തെ യോസേപ്പാവും. എത്ര പേരെ ഞാൻ വേണമെങ്കിൽ നിങ്ങൾക്ക് സാക്ഷ്യത്തിന് കൊണ്ടുതരാം. സ്തോത്രം. ഹല്ലേലൂയ. സ്തോത്രം. ഹല്ലേലൂയ. യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് രാത്രികാലം ഞാൻ പരിശുദ്ധാത്മാവിൽ ഇതിനകത്തിരിക്കുന്ന ആളുകളെ മറ്റൊരു കാഴ്ചപ്പാടിലേക്ക് ദൈവം നയിക്കുക. ഇനി നിനക്ക് സമരം വേണ്ട, ഇനി നിനക്ക് മനസ്സിൻ്റെ അസ്വസ്ഥത വേണ്ട. നീ വാക്യം മുറുകെ പിടിച്ചിട്ട് പറയണം, എന്നെ ഏൽപ്പിച്ച കാര്യം ഭംഗിയായി ചെയ്യാൻ, അധ്വാനിപ്പാൻ എനിക്കൊരു കൃപ തന്നാൽ മതി, ഞാൻ ജീവിച്ചോളാം. വെറുതെ ആരുടെയും 10 രൂപ എനിക്ക് വേണ്ട, ഒരുത്തൻ്റെ ഒന്നും എനിക്ക് വേണ്ട, ആരെയും തോപ്പിച്ചിട്ട് ഒരു കമ്പനിയും പൂട്ടിച്ചിട്ട് എനിക്കൊരു നന്മയും വേണ്ട. സ്തോത്രം. അധ്വാനിപ്പാനുള്ള കൃപ. സ്തോത്രം. ഹല്ലേലൂയ. 4-മത്തത് സ്തോത്രം. 5-മത്തെ കൃപ 1 കൊരിന്ത്യർ 3-ാം-അധ്യായത്തിന്റെ 10-ാമത്തെ വാക്യത്തിലേക്ക് വന്നേ. പൗലോസിന്റെ കയ്യിലിരിക്കുന്ന കൃപകൾ കണ്ടാൽ നമ്മൾ ഞെട്ടിപ്പോകും. 1 കൊരിന്ത്യർ സ്തോത്രം 3-ാം-അധ്യായത്തിന്റെ 10-ാം വാക്യം വായിച്ചു. എനിക്ക് ലഭിച്ച ദൈവകൃപയ്ക്കൊത്തവണ്ണം ഞാൻ ജ്ഞാനമുള്ള ഒരു പ്രധാന ശില്പി ആയി അടിസ്ഥാനമിട്ട് ഇട്ടിരിക്കുന്നു. മറ്റൊരു നമുക്ക് മുകളിലത്തെ മാത്രം കിട്ടിയാൽ മതി, മുകളിലത്തെ മാത്രം കിട്ടിയാൽ മതി. വാക്ക് എങ്ങനെയാണ്? എനിക്ക് ലഭിച്ച ദൈവകൃപയ്ക്കൊത്തവണ്ണം ഞാൻ ആരായി? ഈ കൃപ കിട്ടിയപ്പോൾ ഞാൻ ആരായി? ഞാൻ ജ്ഞാനമുള്ളൊരു പ്രധാന ശില്പിയായി. സ്തോത്രം. അപ്പൊ ശില്പിയാകാൻ ഒരു കൃപ അങ്ങനെയുണ്ടോ? ഓ സ്തോത്രം. മനസ്സിലാവുന്ന ആത്മീകമാണ് വിഷയം, അല്ലാതെ മണ്ണുകൊണ്ട് പിള്ളേരുണ്ടാക്കുന്ന പോലെ കളിയപ്പം ഉണ്ടാക്കാൻ വേണ്ടി രാത്രി നിങ്ങളെ പിടിച്ചിരുത്തി പഠിപ്പിക്കുകയല്ല. സ്തോത്രം. ആ വാക്കിൻ്റെ അർത്ഥം മനസ്സിലായോ? സ്വർഗസ്ഥനായ ദൈവം എനിക്കൊരു കൃപ തന്നു. ആ കൃപ എനിക്ക് കിട്ടിയപ്പോൾ ഞാനൊരു യഹൂദനായിരുന്നു, പരീശനായിരുന്നു, കർക്കശക്കാരനായിരുന്നു, തൊടലും തീണ്ടിയിലൊക്കെ കേരളത്തിലുള്ള ആഠ്യത്വമുള്ളവരെക്കാൾ അധികമുള്ളൊരു പശ്ചാത്തലത്തിലാണ് ഞാൻ ജനിച്ചു വളർന്നത്. എല്ലാവരെയും ഞാൻ അംഗീകരിക്കില്ലായിരുന്നു, എല്ലാവരെയും ഉൾക്കൊള്ളില്ലായിരുന്നു, എല്ലാ ആഹാരം കഴിക്കില്ലായിരുന്നു, എല്ലാവരുടെയും കൂടെ നടക്കില്ലായിരുന്നു. അങ്ങനൊരു മനുഷ്യനായിരുന്നു ഞാൻ. സ്തോത്രം. ഹല്ലേലൂയ. ആ എനിക്ക് ദൈവമായ കർത്താവ് ഒരു പ്രത്യേക തരം കൃപ തന്നു. ആ കൃപ എനിക്ക് കിട്ടിയതോടുകൂടെ ഞാൻ അപ്പോസ്തലനായി എന്നല്ല അദ്ദേഹം പറഞ്ഞത്, ഞാനൊരു ജ്ഞാനമുള്ള പ്രധാന ശില്പിയായി. സ്തോത്രം. എന്താണ് ശില്പിയുടെ പണി? ഇംഗ്ലീഷിലെ ചില വേർഷൻ പറയുന്നത് ചീഫ് ആർക്കിടെക്ട് എന്നാണ് കൊടുത്തിരിക്കുന്നത്. അത് ഇതിനകത്ത് അത് തന്നെയാണ്. സ്തോത്രം. ഹല്ലേലൂയ. സ്തോത്രം. വൈസ് ആർക്കിടെക്ട് എന്ന ചിലതിനകത്ത് ചീഫ് ആർക്കിടെക്ട്. എന്താണ് ആർക്കിടെക്ട് ചെയ്യുന്നത്? സ്തോത്രം. ഒരു ബിൽഡിംഗ് പണിയണമെങ്കിൽ 3-4 ടീമുകളാണ്. ആദ്യം സ്തോത്രം അതിന് വരുന്നത് ആർക്കിടെക്ട് ആൻഡ് ടീമാണ്. സ്തോത്രം. നിങ്ങൾ പറയും അതിനേക്കാൾ മുമ്പ് വാസ്തു നോക്കുന്നവൻ വരുമെന്ന്. ഞങ്ങളുടെ നാട്ടിൽ വരികയല്ല, എവിടെ വരുമെന്ന് അറിയാല. സ്തോത്രം. അവനെ നമ്മൾ വേലിക്കകത്ത് കയറ്റിയല്ല. സ്തോത്രം. ആർക്കിടെക്ട് അദ്ദേഹം വരും. അത് കഴിഞ്ഞിട്ടാണ് കോൺട്രാക്ടർ വരുന്നത്. അത് കഴിഞ്ഞിട്ടാണ് അദ്ദേഹത്തിൻ്റെ കീഴിലുള്ള മേസ്തിരിമാരും
സ്തോത്രം, കാർപ്പൻറ്ററും പ്ലംബറും ഒക്കെ വരുന്നത്. അപ്പോൾ ആദ്യം വരുന്നത് 10 സെൻറ്റ് സ്ഥലം മേടിച്ചു. സ്തോത്രം, മൊട്ടക്കുന്നാണ്. ആ മലഞ്ചെരുവിലേക്ക് ആദ്യം വരുന്നത് ആർക്കിടെക്റ്റാണ്. അദ്ദേഹം അവിടെ ചോദിക്കുന്നു, നിങ്ങൾക്ക് എന്താ ഇവിടെ വേണ്ടത്? അദ്ദേഹം പറയുന്നു, സ്തോത്രം, എനിക്ക് 3 മക്കളാണ്, എല്ലാവരും കൂടി വരുമ്പോൾ സ്തോത്രം ഒന്നിച്ച് വരണം, അതിന് ഇത്രേ സ്ഥലമുള്ളൂ, ആകപ്പാടെ ഇത്ര സ്ക്വയർ ഫീറ്റ് ഉള്ളൂ. അപ്പം തന്നെ എനിക്ക് ഈ മലയെല്ലാം ഇടിച്ച് കളയാൻ ആഗ്രഹമില്ല, ഇച്ചിരൂടെ സ്തോത്രം പ്രകൃതി രമണീയമായിരിക്കണം, ഇച്ചിരി പുല്ലും സ്തോത്രം ഇതെല്ലാം വേണം. ഇതെല്ലാം കണ്ടിട്ട് അദ്ദേഹം കേട്ടിട്ട് അങ്ങ് പോകും. ആദ്യം കെട്ടിടം വിരിയുന്നത് ആർക്കിടെക്റ്റിൻ്റെ അകത്താണ്. സ്തോത്രം, അയക്കട മനസ്സിൽ വിരിഞ്ഞതാണ് കോൺട്രാക്ടർ അല്ലെങ്കിൽ എൻജിനീയർ. അടുത്തത് എൻജിനീയർ, അദ്ദേഹം വരയ്ക്കുന്നത്, അദ്ദേഹം സ്തോത്രം കോൺട്രാക്ടർക്ക് കൈമാറുന്നത്, അദ്ദേഹം പറഞ്ഞിട്ട് ഇവിടുത്തെ മേശരിമാർ പണിയുന്നത്. അപ്പോൾ ഒന്നുമില്ലാത്ത ഒന്നിനെ സ്തോത്രം കൊണ്ടുവരാനാണ്. ഞാൻ ഓർക്കുന്നു, എനിക്ക് വളരെ പരിചിതനായിരിക്കുന്ന ഒരു പാസ്റ്റർ സ്തോത്രം, അദ്ദേഹം പറഞ്ഞ ഒരു സംഭവം ഞാൻ ഓർക്കുന്നുണ്ട്. അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ്. അദ്ദേഹം സ്തോത്രം പത്തനാപുരത്ത് താമസിക്കുന്ന സംഭവിച്ചൊരു കാര്യമാണ് കേട്ടോ. അദ്ദേഹം പറഞ്ഞ, ഞാൻ പാസ്റ്റേഴ്സിൻ്റെ പേര് പറയുന്നില്ല, സ്തോത്രം, അദ്ദേഹം പറഞ്ഞൊരു കാര്യമാണ്. പത്തനാപുരത്ത് താമസിക്കുന്ന ഒരു കർത്തൃദാസൻ, അദ്ദേഹത്തിൻ്റെ കൂടെ ബൈബിൾ കോളേജിൽ നീണ്ട വർഷങ്ങൾക്ക് മുമ്പ് പഠിച്ച ഒരു കർത്താവിൻ്റെ ദാസൻ തൃശ്ശൂരാണ് വേല ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ പത്തനാപുരത്ത് തൃശ്ശൂർക്കാരൻ കർത്തൃദാസൻ്റെ ഒരു സുഹൃത്തിൻ്റെ മോളുടെ ആരുടെയോ കല്യാണത്തിന് വേണ്ടി പത്തനാപുരത്തിനടുത്ത് വരേണ്ടി വന്നു. അപ്പോൾ വരുന്നു എന്നറിഞ്ഞപ്പോൾ പഴയ ബൈബിൾ കോളേജിലെ ക്ലാസ്മേറ്റ് ആയിരിക്കുന്ന പത്തനാപുരംകാരൻ പാസ്റ്റർ പറഞ്ഞു, കല്യാണത്തിന് വന്നിട്ട് തിരിച്ചു വരുന്ന വഴിക്ക് എന്തായാലും ഞങ്ങളുടെ വീട്ടിൽ കയറണം, ഞങ്ങളുടെ വീടിൻ്റെ പണിയെല്ലാം കഴിഞ്ഞിട്ട് കുറച്ച് നാളായി, പാലുകാച്ചിനൊന്നും നിങ്ങളെ വിളിക്കാൻ പറ്റിയില്ല, പോകുമ്പോൾ കയറണം എന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു, തീർച്ചയായിട്ടും തിരിച്ചു വരുമ്പോൾ കയറാം, ഞങ്ങൾ കാറിനാണ് വരുന്നത്. അങ്ങനെ പത്തനാപുരത്ത് മുല്ലൂർ എവിടെ കല്യാണം കൊണ്ട് തിരിച്ച് 3-3:30 പത്തനാപുരത്ത് എന്ന് അദ്ദേഹത്തിൻ്റെ സ്നേഹിതൻ്റെ വീട്ടിൽ ചെന്നപ്പോൾ മനോഹരമായിരിക്കുന്ന സ്തോത്രം, ഏകദേശം 10-90 സെൻറ്റ് സ്ഥലത്തിനകത്ത് എല്ലാം JCB കൊണ്ട് നിരത്തി വെട്ടിത്തെളിച്ചിരിക്കുന്ന ഒരു പുരടത്തിനകത്ത് മനോഹരമായിരിക്കുന്നൊരു വീട് പണിതിരിക്കുന്നു. അപ്പോൾ കാറ് കയറി വന്ന് കാറ് താഴെ പാർക്ക് ചെയ്തിട്ട് നോക്കുമ്പോൾ താഴെ ഒരു വലിയ, ഈ വീട് പണിയാൻ വേണ്ടി അവിടെ വെട്ടിക്കളഞ്ഞൊരു മരത്തിൻ്റെ കുറ്റി പറിച്ച് താഴെ ഇട്ടിരിക്കുക. വലിയൊരു മരത്തിൻ്റെ കുറ്റി എന്നല്ല പറയുന്നേ, എൻ്റെ പേര് മൂട് എന്നെങ്കിലും ആയിക്കോട്ടെ, ഷോപ്പ് അത് താഴെ ഇട്ടിരിക്കുക. അപ്പോൾ ഈ പുള്ളിക്കാരൻ തൃശ്ശൂർക്കാരൻ വന്ന് അതിലേക്ക് തന്നെ നോക്കി നിൽക്കുക. ഈ പത്തനാപുരംകാരൻ ഭാഷ പറഞ്ഞു, ഇങ്ങോട്ട് വാടവേ സ്തോത്രം, അതവിടെ കിടക്കട്ടെ, വരാൻ പറഞ്ഞു. അവിടേക്കാണ് നോക്കുക. പുള്ളി പിന്നെ അങ്ങോട്ട് തന്നെ നോക്കിക്കൊണ്ട് തിരിച്ചേയില്ല. അവിടെ ചെന്ന് പറഞ്ഞു, പുള്ളി പറഞ്ഞു, ഇതെന്നെ അവിടെ ഇട്ടിരിക്കുന്നത്. ഞാൻ പറഞ്ഞു, ഇവിടെ നിന്ന് ഇത് കൊണ്ടാൻ ഒരു വഴിയില്ല, മരം മുറിച്ചപ്പോൾ ഇതെവിടെ കൊണ്ട് കളയും, ആറ്റി കളഞ്ഞാൽ സർക്കാർ സമ്മതിക്കുകയല്ല, പിന്നെ എവിടെ കളയുന്നോർത്തോണ്ട് കളയാൻ പറ്റാതിരിക്കും. ആ പുള്ളി ചോദിച്ചു, എനിക്ക് തന്നേക്കാമെന്ന് ചോദിച്ചു. അപ്പോൾ പത്തനാപുരംകാരൻ ചോദിച്ചു, നീ തൃശ്ശൂരില്ലേ, നിനക്ക് എന്നെ മട്ടാണ്, ഇവിടെ നീ സാധനം കൊണ്ടല്ലോ, ഞാൻ ലോറി പിടിച്ചോളാം, എനിക്ക് തരാമോ? പുള്ളി പറഞ്ഞു, ലോറി പിടിച്ച് നീ കൊണ്ടോക്കോ, ആർക്ക് ചെയ്യാതെ കൊണ്ടോക്കോളാൻ പറഞ്ഞു. ചായ എല്ലാം കുടിച്ചു. അപ്പോൾ പുറത്തിറങ്ങി വന്നപ്പോഴത്തേക്കും ലോറി, അപ്പോൾ നീ സീരിയസ് ആയിട്ട് പറയുന്നതാണോ? സീരിയസ്. അവിടെ തൃശ്ശൂർക്ക് ലോറിക്കാശ് എത്ര ആയിക്കോട്ടെ. പത്തനാപുരം ടൗണിൽ നിന്ന് ലോറി വിളിച്ചു, ലോഡിങ്ങുകാരെ വിളിച്ചു. അങ്ങനെ JCB വന്നു, ഈ സാധനം കയറ്റി കാറ് മുമ്പിലും ലോറി പുറകിലുമായിട്ട് തൃശ്ശൂർക്ക് കൊണ്ടുപോയി. വർഷങ്ങൾക്ക് ശേഷം പത്തനാപുരംകാരൻ പാസ്റ്റർക്ക് തൃശ്ശൂർ ഒരു സ്നേഹിതൻ്റെ മോളുടെ കല്യാണം. ആ പുള്ളിക്ക് അവിടെ ചെല്ലേണ്ട വന്നു. അപ്പോൾ അന്നേരം ഈ കക്ഷി പറഞ്ഞു, നിൻ്റെ വീട്ടിൽ ഞാൻ വന്നാലേ, അപ്പോൾ തൃശ്ശൂർ കല്യാണത്തിന് വരുമ്പോൾ ഞങ്ങളുടെ വീട്ടിൽ വരാമെന്ന് പറഞ്ഞു. അങ്ങനെ ഇച്ചിരി പുരാതനത്വമുള്ളൊരു പഴയ വീട്, ആ വീടിൻ്റെ അങ്ങോട്ട് കല്യാണം കഴിഞ്ഞ് കയറി ചെല്ലുമ്പോൾ അവരുടെ തുറന്ന വരാന്ത തിണ്ണ, അവിടെ ഒരു പടക്കൻ സെറ്റ് കിടക്കുന്നു, ടീപ്പോ കിടക്കുന്നു. ഇത് ആകാശത്തുനിന്ന് പൊട്ടി വീണതാണോ? ഒരാശാരിക്ക് ഉണ്ടാക്കാൻ പറ്റിയല്ല, മെഷീനിങ് ചെയ്യാൻ പറ്റിയല്ല. അപ്പോൾ ഈ പത്തനാപുരംകാരൻ പാശ വന്നിട്ട് മറ്റേ പുള്ളി കുറ്റിയിൽ നോക്കിയെന്ന പോലെ ഈ പുള്ളി ഇതിനകത്ത് നോക്കി നിൽക്കുക. സ്തോത്രം. പുള്ളി വന്ന് അകത്തേക്ക് വന്നിരിക്കേ, എന്നിട്ട് ചായ കുടിച്ചിട്ടാകാം. പുള്ളി പറഞ്ഞു, ഇതെവിടെ നിന്നാ? അദ്ദേഹം പറയാം. ചായ കുടിച്ചുകൊണ്ടിരിക്കുമ്പോൾ പുള്ളി ഇതിനകത്തേക്ക് നോക്കിക്കൊണ്ടിരിക്കുക. അന്നേരം പറഞ്ഞു, ഇതെവിടെ നിന്നാ, കിട്ടാനുള്ള സാധ്യതയുണ്ട്. അന്നേരം പറഞ്ഞു, പറയാം, നീ ഞെട്ടരുത്. അന്ന് നിൻ്റെ വീടിൻ്റെ താഴെ നിനക്ക് വേണ്ടെന്നും പറഞ്ഞ്, നിനക്ക് തലവേദനയാണെന്നും പറഞ്ഞ്, ഇതെവിടെ കൊണ്ട് കളയുമെന്നോർത്ത് കളയാൻ വേണ്ടി ഇട്ടിരുന്ന സാധനം ഇത്. അതിനകത്തേക്ക് ഒറ്റ നോട്ടം നോക്കിയപ്പോൾ ഞാൻ ഈ സൂത്രം കണ്ടു. അന്ന് ഞാൻ തീരുമാനിച്ചു ഇതും കൊണ്ട് പോരുമെന്ന്. സ്തോത്രം. അതാണ് ഈ സാധനം. അതിനകത്തുനിന്ന് വേണ്ടാത്ത വേരെല്ലാം ഞാൻ കളഞ്ഞു, വേണ്ടത് മാത്രം നിർത്തി. എന്നിട്ട് ഇച്ചിരി ചെത്തി മിനുക്കി, സ്തോത്രം, പേപ്പറിട്ട് പിടിച്ച് പോളിഷ് അടിച്ചു. ഇത്രയും ചെയ്തപ്പോൾ നിന്നെ ഞെട്ടിപ്പിച്ച സാധനമായി. ഇങ്ങനെ ഈ കൃപ ലഭിച്ചാൽ വീട്ടിൽ നിന്ന് കൊണ്ട് കളയാൻ വെച്ചിരിക്കുന്ന മരക്കുറ്റിയല്ല, ഒരുപാട് മനുഷ്യരുണ്ട്.
ഹല്ലേലൂയ. ഒത്തിരി പേരുണ്ട്. ഈ കൃപ ലഭിച്ചവനെ ഇവരെ നന്നാക്കി എടുക്കാൻ പറ്റുള്ളൂ. സ്തോത്രം. അത് ലഭിച്ചവൻ്റെ കൈ കൊണ്ടു കൊടുക്കും. ഇവിടുത്തെ വലിയ വലിയ ആളുകൾക്കോ ഇവിടുത്തെ കോടതികൾക്കോ പോലീസ് സ്റ്റേഷനുകൾക്കോ നിയമങ്ങൾക്കൊന്നും നന്നാക്കാൻ പറ്റാത്തവരുണ്ടെന്ന് എത്രയോ പേരതിൻ്റെ സാക്ഷികളുണ്ട്. എല്ലാവരെ കൊണ്ടും പറ്റിയല്ല. ഒരുപക്ഷെ ഇതുപോലെ മയക്കം പിടിച്ച് നിൽക്കുന്ന എല്ലാവരെ കൊണ്ടൊന്നും പറ്റിയല്ല. പക്ഷെ ആ കൃപ ലഭിച്ച ശില്പിമാരുണ്ട്. ആരും അറിയല്ല. അന്വേഷിച്ച് ചെന്നാൽ തപ്പിയെടുത്താൽ ചിലരെ പണിതെടുത്ത ഒത്തിരി പേരുണ്ട്. പൗലോസ് പറയുന്നു, എനിക്ക് ലഭിച്ച കൃപ എന്നെ സ്തോത്രം ഒരു ശില്പിയാക്കി. രാത്രി നിങ്ങളുടെ, ഇനി പോട്ടെ മരക്കുറ്റി മനുഷ്യൻ അതൊക്കെ പോട്ടെ, നിങ്ങളുടെ മക്കളെ വാർത്തെടുക്കാൻ, നിങ്ങളുടെ കുടുംബത്തെ ഇതുപോലെ ഒന്ന് കാണാൻ, അവരിൽ ഉള്ളതിനെ നിർത്തിയിട്ട് വേണ്ടാത്തതിനെയെല്ലാം ആത്മാവിൽ ചെത്തിയെടുത്ത് നീ അപ്പനൊരു ഈ കൃപയുടെ ശില്പിയായാൽ, അമ്മ ഈ ശില്പിയായാൽ, നിന്റെ മക്കൾ ആരായിരിക്കും അറിയാമോ? അവരെ ആളുകൾ നോക്കി നിൽക്കും. അതുപോലെ ആക്കിയെടുക്കാൻ എത്രയോ കുഞ്ഞുങ്ങളെ വീട്ടിൽ കിട്ടാതെ, മാതാപിതാക്കൾക്ക് കിട്ടാതെ, ഇന്നീ മരക്കുറ്റി പോലെ വീട്ടിൽ വരണ്ടെന്ന് പറഞ്ഞ അപ്പനമ്മമാർ തലേ കൈവച്ച് പ്രാഗി ശപിച്ചു വിടുമ്പോൾ ചിലരെ നേടിയെടുക്കാൻ സ്വർഗം പറയുന്നു, ഇന്ന് രാത്രി കൃപ പകരാൻ. ഇതിന്റെ പ്രതിഫലം ഇവിടത്തെ പ്ലാറ്റ്ഫോമിലായിരിക്കില്ല, സ്വർഗത്തിലായിരിക്കും. സ്തോത്രം. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. ഇത് 5ാമത്തെ കൃപയാണ്. 5 ഇനി 5 മിനിറ്റ് കൊണ്ട് പറയും ഞാൻ. സ്തോത്രം. കാരണം കടമിട്ടിട്ട് പോകാൻ സ്തോത്രം ഇന്ന് എനിക്ക് താല്പര്യമില്ല. സാധാരണ ഞാൻ ഇച്ചിരി വിട്ടിട്ട് പോയാൽ അടുത്ത വർഷവും കൂടി വിളിക്കുമായിരുന്നു. ഇനി എനിക്ക് ഉറപ്പുണ്ട്, ഇനിയിപ്പോൾ ഇത് ഇട്ടില്ലെങ്കിലും എന്നെ അടുത്ത കൊല്ലം വിളിക്കും. സ്തോത്രം. അതുകൊണ്ട് ഈ 5 ഞാൻ വേഗത്തിൽ പറയാം കേട്ടോളണേ. സ്തോത്രം. ഹല്ലേലൂയ. പെട്ടെന്ന് വായിച്ചു. എഫേസ്യ ലേഖനം 3-ാം അധ്യായത്തിന്റെ 10-ാമത്തെ വാക്യം. എഫേസ്യ ലേഖനം 3:10 വായിച്ചു. ഇപ്പോൾ സ്വർഗ്ഗത്തിൽ വാഴ്ചകൾക്കും അധികാരങ്ങൾക്കും ദൈവത്തിന്റെ 9 വായിച്ചു. 3:9 തന്നത്തെ കുറിച്ച് പ്രസംഗിപ്പാനും സകലവും സൃഷ്ടിച്ച ദൈവത്തിൽ അനാദികാലം മുതൽ മറഞ്ഞു കിടന്ന മർമ്മത്തിന്റെ വ്യവസ്ഥ ഇന്നതെന്ന് എല്ലാവർക്കും പ്രകാശിപ്പിക്കാനായി ഈ കൃപ നൽകിയിരിക്കുന്നു. 6ാമത്തെ കൃപ എന്താണെന്നറിയാമോ? ദൈവത്തിൽ മറഞ്ഞു കിടക്കുന്ന, അനാദികാലം മുതൽ മറഞ്ഞു കിടക്കുന്ന സ്തോത്രം വലിയ വലിയ മർമ്മങ്ങളെ പ്രകാശിപ്പിക്കാനുള്ള കൃപ. ചുമ്മാതാണോ? നമ്മൾ പൗലോസിനെ കണ്ട് ചുമ്മാ ഞെട്ടിയിട്ട് കഥയില്ല. വെല്ലോൻ്റെ കയ്യിലിരിക്കുന്ന കൃപ കണ്ട് നമ്മൾ വിമർശിച്ചിട്ട് കഥയില്ല. മുഴങ്കാലും മേൽ ദൈവത്തിൻ്റെ പാദപീഠത്തിലിരുന്നാൽ, സ്തോത്രം, ദൈവത്തോടു കൂടെ സമയം ചെലവഴിച്ചാൽ, കർത്താവിൻ്റെ പാദപീഠത്തിൽ കൃപയ്ക്ക് വേണ്ടി കേണാൽ, ഈ ലോകത്തിൽ ഒരു പുൽപ്പിറ്റിലും വെളിപ്പെടാത്തത്, ഒരുത്തൻ്റെ ഹൃദയത്തിൽ തോന്നാത്തത്, ഒരുത്തൻ്റെ വായിൽ വരാത്തത്, പരിശുദ്ധാത്മാവ് കേരളത്തിലെ ദൈവദാസന്മാരുടെ, പ്രാർത്ഥിക്കുന്ന അഭിഷിക്തന്മാരുടെ, ദൈവകൃപയുള്ളവരുടെ വായിൽ നിന്ന് ദൈവത്തിന്റെ മർമ്മങ്ങളെ പ്രകാശിപ്പിക്കാൻ, പ്രസംഗിക്കാനെന്നല്ല, പ്രകാശിപ്പിക്കാൻ. ഇരുട്ടിന്റെ വ്യാപാര ശക്തികൾ എത്ര കനീഭവിച്ചാലും അതിനകത്ത് ഈ കൃപയുള്ള ഒരു മനുഷ്യൻ ചെന്നാലുണ്ടല്ലോ, എത്ര ഡാർക്ക്നെസ് ആ ഏരിയ ആണെങ്കിലും, എത്ര സ്ട്രോങ് ഹോൾഡ് ആണെങ്കിലും, വചനം പ്രകാശിപ്പിക്കുന്ന ഒരു ദൈവദാസൻ ചെന്നാൽ അവിടെ ദൈവത്തിന്റെ പ്രവൃത്തി നടക്കും. ഇത് 6ാമത്തെ കൃപയാണ്. 6ാമത്തെ കൃപ. ഹല്ലേലൂയ. അടുത്തത് എഫേസ്യ ലേഖനം തന്നെ 3:2. 7-ാമത്തത് 3:2. നിങ്ങൾക്കായി എനിക്ക് ലഭിച്ച ദൈവകൃപയുടെ. വളരെ സൂക്ഷിച്ചു നോക്കുക. നിങ്ങൾക്ക് എഫേസോസിലെ സഭക്കാരോട് പൗലോസ് പറയുക, എഫേസോസിലെ സഭയൊക്കെ സ്ഥാപിക്കപ്പെട്ടതിന് ശേഷം വർഷങ്ങൾക്ക് ശേഷമാണ് ലേഖനം എഴുതുന്നത്. ഗ്രഹാതുരത്വം നിറഞ്ഞ പഴയ ഓർമ്മ നിങ്ങൾക്ക് ഓർത്തെടുക്കാൻ പറ്റുമെന്നറിയില്ല. എനിക്ക് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വിശദീകരിക്കുന്ന ഭയങ്കര ഇഷ്ടമാണ്. സ്തോത്രം. ഹല്ലേലൂയ. ആരോടും പറയാതിരിക്കുകയാണെങ്കിൽ പറയാം. പ്രസംഗത്തിന് ഒരു ഫ്ലോ ഇല്ലാതെ വന്നാൽ, ഒരു ആത്മീക പ്രകാശനം ഇല്ലാതെ വന്നാൽ, സ്തോത്രം, ഞാൻ ഇങ്ങനത്തെ സംഭവമൊക്കെ അങ്ങ് വിശദീകരിച്ച് നിൽക്കും. 9 മണി ആയിക്കോളും. പക്ഷെ ഇന്നവിടെ തീർത്തും സമയമില്ല. കാരണം അങ്ങനെ വിശദീകരിക്കേണ്ട വരിയല്ല ഈ സഭയ്ക്കകത്ത്. കാരണം പറഞ്ഞാലും തീരെയല്ല. അതുകൊണ്ട് എഫേസോസിലേക്ക് പൗലോസ് വന്നത് എങ്ങനെയാണ്, സഭ അതൊന്നും പറയേണ്ട കാര്യമില്ല. പക്ഷെ പൗലോസ് ലേഖനം എഴുതുമ്പോൾ പറയുകയാണ്, ഞാൻ നിങ്ങളുടെ അടുക്കൽ വന്നപ്പോൾ അർത്തിമീസ് ദേവിയുടെ കേളീരംഗമായ സ്ത്രീ ദൈവശക്തിയുടെ പിടിയിലമർന്ന ഈ പട്ടണത്തിനകത്ത് 12 പേരിരുന്ന് വർഷങ്ങൾ പ്രാർത്ഥിച്ചിട്ടും 12-13 ആകാതെ മുരടിച്ച് നിൽക്കുന്ന ഒരു പ്രാർത്ഥനാ കൂട്ടമായിരുന്ന പഴയ ക്രിസ്ത്യാനിത്വം. മനസ്സിലായോ? അങ്ങനെയല്ലേ എഫേസോ സഭയുണ്ടായേ?
സ്തോത്രം 12 പേര്. പക്ഷെ അവര് സ്തോത്ര ഹല്ലേലൂയ എത്ര കൊല്ലം പ്രാർത്ഥിച്ചാലും 12 ഇന്ന് 12.5 ആകിയല്ല. അങ്ങനത്തെ ചില സഭയുണ്ടെങ്കിൽ ഇന്ന് രാത്രി ഓൺലൈനിൽ കേട്ടാലും കേക്ക്. സ്തോത്രം. അവരുടെ അടുക്കൽ പൗലോസ് എന്ന് പരിശുദ്ധാത്മാവിനെ അവരുടെ മേൽ വ്യാപരിപ്പിച്ചു. ആത്മാവ് കയറി വഴി അറിയപ്പെടുന്ന സഭയായി മാറി. സ്തോത്രം. ആ സംഭവത്തെ ഓർമ്മയിൽ വെച്ചുകൊണ്ട് പൗലോസ് ലേഖനം എഴുതുമ്പോൾ പറയുക, ഞാൻ വല്ലതും മിടുക്കനായതുകൊണ്ടോ സ്തോത്രം ഞാൻ അവിടെ നിന്നും കൊണ്ടുവന്നുകൊണ്ടല്ല, ഞാൻ ഈ പട്ടണത്തിൽ കാല് കുത്തിയപ്പോൾ അന്ന് വരെ ഇല്ലാത്ത നിങ്ങൾക്കായ ഒരു കൃപ ദൈവം എനിക്ക് തന്നു. അങ്ങനെയല്ല എഴുതിയിരിക്കുന്നേ. ഞാൻ അവിടെ നിന്ന് വന്നപ്പോൾ കൊണ്ടുവന്ന പഴയ കൃപയല്ല, ബൈബിൾ കോളേജിൽ പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ കിട്ടിയ കൃപയല്ല, സ്തോത്ര ഹല്ലേലൂയ എൻ്റെ തലയില് അപ്പോസ്തലന്മാർ കൈവച്ചപ്പോൾ കിട്ടിയ കൃപയല്ല. ഈ പട്ടണത്തിൽ കാലുകുത്തിയപ്പോൾ അന്ന് ദൈവം ഈ പട്ടണത്തിന് വേണ്ടി ഒരു കൃപ തന്നു. ആ കൃപയാണ് ഇന്ന് ഒരു സഭയായിട്ട് അവിടെ ഉണർന്നത്. ഹല്ലേലൂയ. അങ്ങനെയാണെങ്കിൽ ഇന്ന് രാത്രികാലം നിങ്ങൾക്ക് പ്രാർത്ഥിക്കാമോ? കർത്താവേ, എൻ്റെ കുഞ്ഞിനെ വിവാഹം ചെയ്തയച്ച വീട്ടിൽ അവൾ ചെന്ന് കയറുമ്പോൾ ആ വീടിന് വേണ്ടി അവക്കൊരു കൃപ കൊടുക്കട്ടെ. സ്തോത്ര ഹല്ലേലൂയ. നിങ്ങൾ ചെന്ന സ്ഥാപനത്തിനകത്ത് പൊളിഞ്ഞു കിടക്കുകയായിരിക്കാം, അതിനകത്ത് ആട്ടിവേര് പറഞ്ഞു കിടക്കുകയായിരിക്കാം. പക്ഷെ നീ ഒരു അഭിഷിക്തനാണെങ്കിൽ ആ സ്ഥാപനത്തിന് വേണ്ട ഒരു കൃപ. യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രി അസാധാരണമായ കൃപയുടെ കലവറ ദൈവം തുറക്കുകവിടെ. യേശുവിന്റെ നാമത്തിൽ നിന്റെ ജീവിത പങ്കാളിക്ക് വേണ്ടി ഒരു കൃപ നിന്റെ കയ്യിൽ ഏൽപ്പിക്കും. അങ്ങേരെ നന്നാക്കിയെടുക്കാൻ, അവരെ നന്നാക്കിയെടുക്കാൻ, നിന്റെ മോനെ നന്നാക്കിയെടുക്കാൻ അവർക്ക് വേണ്ടിയിട്ടുള്ളൊരു കൃപ. 3 വാക്യങ്ങൾ ഞാൻ വേഗത്തിൽ പറയാം. റോമാലേഖനം 15:15 പറയുന്നത് ഇങ്ങനെയാണ്: ജാതികൾക്കായി എനിക്ക് ലഭിച്ച ദൈവത്തിന്റെ കൃപ. 15:15 സ്തോത്രം പൗലോസ് എഴുതിയിരിക്കുന്ന വാക്ക്, എങ്കിലും ജാതികൾ എന്ന വഴിപാട് പരിശുദ്ധാത്മാവിനാൽ വിശുദ്ധീകരിക്കപ്പെട്ട് പ്രസാദമായി തീരുവാൻ ഞാൻ ദൈവത്തിന്റെ സുവിശേഷ പുരോഹിതനായി അനുഷ്ഠിച്ചുകൊണ്ട് ജാതികളിൽ ക്രിസ്തുവേശുവിന്റെ ശുശ്രൂഷകനായിരിക്കേണ്ടതിന് എനിക്ക് ലഭിച്ച കൃപ. ഞാൻ ആദ്യം പറഞ്ഞല്ലോ, യഹൂദനായ ഞാൻ എല്ലാവരെയും ഉൾക്കൊള്ളില്ലായിരുന്നു, എല്ലാവരുടെ വീട്ടിൽ നിന്ന് ആഹാരം കഴിക്കില്ലായിരുന്നു, എല്ലാവരുടെയും കൂടെ നടക്കില്ലായിരുന്നു. പക്ഷേ ജാതികൾക്ക് വേണ്ടി എന്നെ അപ്പോസ്തലനാക്കിയപ്പോൾ അതിനു വേണ്ടി ഒരു കൃപ എനിക്ക് തന്നു. സ്തോത്രം. അതോടെ എൻ്റെ എല്ലാ കെട്ടും പൊട്ടി. സ്തോത്രം. കടുംപിടുത്തം ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ ഈ ഉപവാസത്തിൽ അത് പൊട്ടണം. സ്തോത്രം. അതിനൊരു എന്നെ കൊണ്ട് പറ്റുന്നില്ല കർത്താവ്, എൻ്റെ മനസ്സങ്ങ് ഉൾക്കൊള്ളുന്നില്ല. പക്ഷെ അതിനൊരു കൃപ ഇന്ന് രാത്രി തരാൻ പറയണം. ഇത് 8ാമത്തെ കൃപയാണ്. 9ാമത്തെ കൃപ 2 കൊരിന്ത്യർ 9:8 വായിക്കുന്നത് എങ്ങനെയാണെന്നറിയാമോ? 2 കൊരിന്ത്യർ 9-ാം അധ്യായത്തിന്റെ 8ാമത്തെ വാക്യം. സ്തോത്രം. പൂർണ്ണ തൃപ്തിയുള്ളവരായി സകല സൽപ്രവൃത്തികളും പെരുകി വരുമാറും നിങ്ങളിൽ സകല കൃപയും പെരുക്കുവാൻ. 9ാമത്തെ കൃപ പൂർണ്ണ തൃപ്തിയുള്ളവരാകാൻ ഒരു കൃപ. അവർക്ക് എന്നാ കിട്ടിയാലും തൃപ്തിയാകുകയല്ല. സ്തോത്രം. തൃപ്തിയാകാൻ ഒരു കൃപയുണ്ട്. സ്തോത്രം. മനസ്സ് മടുക്കാതിരിക്കാൻ. സ്തോത്രം. മനസ്സ് മടുക്കാതിരിക്കാൻ. ദൈവത്തിൻ്റെ എല്ലാ പരിപാടിയും തൃപ്തിയാക്കുക എന്നുള്ളതാണ്, വിശപ്പടക്കുക എന്നുള്ളതല്ല. തൃപ്തി, സാറ്റിസ്ഫൈഡ്, അതിനൊരു കൃപയുണ്ട്. അവസാനത്തെ കൃപ രൂത്തിന്റെ പുസ്തകത്തിനകത്താണ്. അതോടെ പറഞ്ഞ് ഞാൻ 10 തികയ്ക്കാം. 1-ാം അധ്യായത്തിൻ്റെ 10-ാമത്തെ വാക്യത്തിനകത്ത് നവോമി മരുമകളോട് പറയുന്ന വാക്കാണ്. ഭർത്താവ് ആ വാക്യൊന്ന് വായിച്ചിട്ട്, അവളോട് ഞങ്ങൾ നിന്നോടുകൂടെ നിന്റെ ജനത്തിൻ്റെ അടുക്കൽ പോരുന്നു എന്ന് പറഞ്ഞു. സ്തോത്രം. വായിച്ച അടുത്തത് പോരുന്നു എന്ന് പറഞ്ഞു. അടുത്ത വാക്ക് 11-ാമത് കേട്ടോ, പെട്ടെന്ന് 11-ാമത്തെ വാക്യം. അതിന് നവോമി പറഞ്ഞു, എൻ്റെ മക്കളെ നിങ്ങൾ മടങ്ങിപ്പോയിക്കൊള്ളുക, എന്നോട് കൂടുന്നു ഭർത്താക്കന്മാരെല്ലാ. സ്തോത്രം. 9-ാമത്തെ വാക്യത്തിലാണെന്ന് നോക്കി അവിടെ ഉണ്ട്, ഭർത്താവിൻ്റെ ഗ്രഹത്തിൽ നിങ്ങൾക്ക് സ്തോത്രം കൃപ നരുമാറാകട്ടെ എന്നെഴുതിയിരിക്കുന്ന വാക്ക്. എത്രാമത്തെയാ നോക്കി? 9-ാമത്തെ വാക്യം. എന്താ എഴുതിയിരിക്കുന്ന 9-ാമത്തെ വാക്യത്തിനകത്ത്? 9-ാം വാക്യം, നിങ്ങൾ താന്താൻ്റെ ഭർത്താവിൻ്റെ വീട്ടിൽ വിശ്രാമം പ്രാപിക്കണം, യഹോവ നിങ്ങൾക്ക് ഭർത്തൃവീട്ടിൽ സമാധാനത്തോടെ ജീവിക്കാൻ കൃപ തരട്ടെ. അത് മിക്കവാറും എല്ലാവർക്കും വേണ്ടി വരും. ബാക്കി 9 വിട്ടുന്ന പാസ്റ്ററെ ഇതിനു വേണ്ടി പ്രാർത്ഥിച്ചിട്ടേ പോകാം. സ്തോത്രം. അങ്ങനെ കോംപ്ലിമെൻ്റ് ആയിട്ട് ഇത് മാത്രം കൊടുക്കുകയല്ല, മറ്റത് 9 മേടിക്കുവാണെങ്കിൽ ഇതോടെ തരാം.
സ്തോത്രം. മനസ്സിലായോ? 10ാമത്തത്, നീ ചെല്ലുന്ന വീട്ടിൽ നിന്റെ ഭർത്താവിൻ്റെ, ഇതെല്ലാം വെറും തമാശയായിട്ടെടുക്കരുത്. ഞാൻ നിങ്ങളോട് പറയാം, ഇത്രയും വാക്യം കൊണ്ട് എന്ത് നമ്മൾ പഠിച്ചു? എന്ത് കൊമ്പനാന തല കുനിക്ക് വന്നാലും ദൈവം കൃപ തന്ന് നിർത്തും. ലാസ്റ്റ് ആണി അടിച്ചുറപ്പിക്കുക. എന്ത് പ്രശ്നം നിനക്ക് നേരെ വന്നാലും ഈ 10 കാര്യത്തിൽ നമ്മൾ പഠിക്കുന്നത്, കൃപ തന്നാൽ തീരും വിഷയം. അതിന് എവിടാണെങ്കിലും കൃപയുണ്ടെങ്കിൽ തീരാത്ത വിഷയമില്ല. ഞാൻ അവസാനിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ്. നമുക്ക് ഒരുമിച്ചൊന്ന് എഴുന്നേറ്റ് നിൽക്കാൻ ദൈവസന്നിധിയിൽ. ഈ പ്രാർത്ഥനയും കൂടി കഴിഞ്ഞിട്ടേ പോകാവൂ. പോകാനാണെങ്കിൽ ഞാനാണ് ഏറ്റവും നേരത്തെ പോകേണ്ടത്. സ്തോത്രം. എനിക്ക് നാളെ രാവിലെ സ്തോത്രം എനിക്ക് പ്രൊഫഷണൽ മീറ്റിങ്ങിൽ കയറേണ്ടതാണ്. നാളെ എനിക്കൊരു 5 പ്രസംഗം ഉണ്ടെങ്കിലേ നാളത്തെ മീറ്റിംഗ് തീരത്തുള്ളൂ. സ്തോത്രം. എന്നിട്ട് ഞാൻ പോകാതെ നിങ്ങളെ സ്നേഹിച്ച് നിന്ന സ്ഥിതിക്ക് ഇപ്പോൾ ഈ പ്രാർത്ഥന കൂടി കഴിയാതെ പോകരുത്. കണ്ണുകളടക്കി ആ സ്വർഗത്തിലേക്ക് നോക്കുക. ഓരോരോ കൃപകളെയും ഓരോരുത്തരിലേക്കും തൊട്ട് പ്രാർത്ഥിക്കേണ്ടതാണെന്ന് എനിക്കറിയാം. നിങ്ങളെല്ലാവരെയും അടുത്ത് കിട്ടിയാലും നിങ്ങൾ ചേർത്ത് പിടിച്ച് ഇതിലേതെങ്കിലും 1, 2, 3, 4 കൃപകളുടെ ഉടമസ്ഥർ ഇതിനകത്തുണ്ടെന്നറിയാം. നിങ്ങൾക്കിതില്ലാതെ മുന്നോട്ട് പോകാൻ പറ്റില്ലെന്നറിയാം. അതുകൊണ്ടാണ് ദൈവം ഇന്ന് രാത്രി ഇത്തരത്തിലൊരു സന്ദേശം ഈ 18ാം രാത്രി തന്നത്. ഈ രാത്രി സ്വർഗസ്ഥനായ ദൈവം നിന്റെ സകല വിഷയങ്ങളും ഈ സന്ദേശത്തിനകത്ത് ചുരുട്ടിക്കെട്ടിയിട്ട്, നിനക്ക് സഹിക്കാൻ പറ്റുന്നില്ല, ഞാൻ മടുത്തു, എന്നെക്കൊണ്ട് ഒക്കുന്നില്ല, എനിക്കൊരു സ്തോത്രം ഇവിടുന്നൊരു മാറ്റം തരണം എന്നൊക്കെ പറഞ്ഞ സകല വിഷയങ്ങളും ഇനി പറയാതിരിക്കാൻ പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രികാലം പഴുതടച്ച് ദൈവത്തിൻ്റെ ആത്മാവ് ദൂത് പറഞ്ഞു. കേട്ടില്ലെന്ന് പറയരുത്. എവിടെയാ നിൽക്കുന്നതെങ്കിലും നിന്നെ ഞാൻ ജീവിപ്പിക്കും. ആരുടെ മുമ്പിലും എൻ്റെ കൃപ തന്നെ നിന്നെ ഞാൻ കരുതും. എത്ര പോർവിളി ഉണ്ടെങ്കിലും സ്വർഗം അത് ചെയ്യും. ആ കൃപക്കായി ഇന്ന് രാത്രികാലം കേഴുന്നവരുണ്ടെങ്കിൽ ഇന്ന് രാത്രി ദൈവത്തോട് പ്രാർത്ഥിക്കുക. ദൈവസന്നിധി ഒരു മനസ്സോടെ സന്തോഷത്തോടെ എല്ലാവരും ചേർന്ന് പരിശുദ്ധാത്മ നിയോഗത്തോടെ പ്രാർത്ഥിച്ചാട്ടെ. കർത്താവേ, 1, 2, 3, 4, 5, 6, 7, 8, 9, 10 ഇതിൽ ഏത് എനിക്കറിയില്ല. കർത്താവേ, എന്നെ ഒരു ശില്പിയാക്കാമോ? വിദ്യാഭ്യാസ കാലത്ത് എനിക്ക് ഒത്തിരി ഒന്നും പഠിക്കാൻ പറ്റിയില്ല. കർത്താവേ, എനിക്കന്ന് ബുദ്ധി കുറവായിരുന്നു. 10ന്റെ പെരുക്കപ്പട്ടിക പോലും കാണാതെ എനിക്കറിയില്ലായിരുന്നു. സ്കൂളിൽ ചോദിച്ച പല ചോദ്യങ്ങൾക്ക് എനിക്ക് ആൻസർ പറയാൻ പറ്റില്ല. ഞാനൊരു മണ്ടനായിരുന്നു. പക്ഷെ ഇന്ന് രാത്രി ഞാൻ കേട്ട ദൂതിന്റെ വെളിച്ചത്തിൽ എനിക്കൊരു ചാൻസ് ഉണ്ടെന്ന് ഞാൻ അറിയുന്നു. നിന്റെ കൃപ എനിക്ക് തരുവാണെങ്കിൽ ഞാനൊരു ശില്പി ആയിക്കോളാം. ഇവിടുത്തെ യൂണിവേഴ്സിറ്റികൾക്ക് ചെയ്യാൻ പറ്റാത്തത് എൻ്റെ കർത്താവിൻ്റെ കൃപ കൊണ്ട് എൻ്റെ നാട്ടിൽ ഞാൻ ചെയ്തോളാം എന്ന് പ്രാർത്ഥിക്കുന്ന ദൈവമക്കൾ ഉണ്ടെങ്കിൽ അവരിന്ന് രാത്രി അലസ മനസ്സോടെ അല്ല, ആവലോടെ, വിശപ്പുള്ളവരെ പോലെ, ദാഹിക്കുന്നവരെ പോലെ ദൈവത്തോട് പ്രാർത്ഥിക്കുക. നിന്നെ കൊണ്ട് ദൈവം ഒരുപാട് ആളുകളെ പണിയിപ്പിക്കും കേട്ടോ. കർത്താവ് എന്നോട് പറയുന്നു, നിന്റെ റിട്ടയർമെന്റിന്റെ കാലം അടുത്തു വരുന്നു. അത് കഴിയുമ്പോൾ ഞാൻ എന്ത് ചെയ്യണമെന്ന് ചോദിച്ച് പ്രാർത്ഥിക്കുന്നവരോട് സ്വർഗം ഇന്ന് രാത്രി മറുപടി പറയുന്നു, പ്രവചനമായി പറയുന്നു, ഞാൻ നിന്നെ ഒരു ശില്പിയാക്കും. നീ ഒരു സ്ഥലത്ത് ഇരുന്നാ മതി, ഞാൻ നിന്റെ കയ്യിലേക്ക് മരക്കുറ്റി പോലത്തെ ആളുകളെ കൊണ്ടുതരും. നിന്റെ കൈക്കീഴെ കൃപ കൊണ്ട് ചിലര് പണിയപ്പെടൂ, ചിലര് സൗഖ്യമാകൂ, മാനസിക രോഗങ്ങൾ മാറൂ, അഡിക്ഷനിൽ കിടക്കുന്ന ചില വിടുതലുകൾ സംഭവിക്കൂ. അങ്ങനെ മനുഷ്യനെ പണിയാൻ എത്ര പേര് സ്വീകരിക്കും? ഒരു വലിയ കൂട്ട മാനസാന്തരം, ഒരു മാസായ വിടുതലുകൾ നടക്കാൻ പോകുകയാണ്. സഭ കൂട്ടമായി 4 പരിശുദ്ധാത്മാവ് ക്രൈസ്റ്റ് സെന്ററിനോട് ഇപ്രകാരം പറയുന്നു. ഹല്ലേലൂയ. യേശുവിന്റെ നാമത്തിൽ ഈ പ്രവചന ദൂത് കൂടി കേട്ട് ദൈവസഭ സ്തോത്രം ചെയ്യണം. ഒരു ടാപ്പ് തുറക്കുമ്പോൾ, ഹല്ലേലൂയ, വാട്ടർ അതോറിറ്റിയുടെ ടാപ്പ് തുറക്കുമ്പോൾ ആ ടാപ്പിൽ നിന്ന് വെള്ളം വരുന്നത് പോലല്ല ക്രൈസ്റ്റ് സെന്ററിന്റെ 2025 ഒരു കിണർ കുഴിച്ച് ചെല്ലുമ്പോൾ അതിന്റെ അടിയിൽ തെക്ക് നിന്നും വടക്ക് നിന്നും പടിഞ്ഞാറ് നിന്നും ഉറവ വരുന്നത് പോലെ അങ്ങനെ ഒരു സാധ്യത കൂടെ സ്വർഗം പറയുന്നു.
ഒരാളിൽ നിന്ന് വരുന്ന ഊഹശാസ്ത്രം, ഒരാളിൽ നിന്ന് വരുന്ന ആ ഉറവയല്ല. കിണർ കുഴിക്കുമ്പോൾ അടിയിൽ നിന്ന് 10, 16, 20 സ്ഥലങ്ങളിൽ നിന്ന് ഉറവ വരുന്നത് പോലെ ഒരുവന് പ്രവചനമെങ്കിൽ, ഒരുവന് കൃപാവരോ, ഒരുവന് പ്രാർത്ഥനാവരോ, ഒരുവന് ഭൂതങ്ങളുടെ മേൽ അധികാരോ, ഒരുവന് പ്രവചനോ, ഒരുവന് വചന ശുശ്രൂഷ, മറ്റൊരുത്തൻ ശില്പിയാകുന്നു, വേറൊരുത്തൻ വചന പ്രകാശനത്തിനുള്ള കൃപ, വേറൊരുത്തന് ജാതികളെ നേടാനുള്ള കൃപ. ഓ, ഈ രാത്രി സഭ ഏറ്റെടുക്ക. ദൈവ കൃപയുടെ കലവറ ഇവിടെ തുറക്കുന്നു. പരിശുദ്ധാത്മാവ് ഇവിടെ തുറക്കുന്നു. സ്വീകരിക്കേണ്ടവർ എല്ലാ പ്രതികൂലങ്ങളും, എല്ലാ പ്രശ്നങ്ങളും ഇവിടെ തീരട്ടെ. പരിശുദ്ധ ദൈവമേ, ജനം കരമടിച്ച് ആരാധിക്കുമ്പോൾ, അന്യഭാഷ പറഞ്ഞ് ആരാധിക്കുമ്പോൾ ഞാൻ ഇവരെ അനുഗ്രഹിക്കുകയാണ്. ഈ ദൂത് ഇവിടെ വിതയ്ക്കുകയാണ്. 100 മേനി വിളയട്ടെ. ഇതിന്റെ കൊയ്ത്ത് ഇവിടെ നടക്കട്ടെ. അടുത്ത വർഷം വിവിധ കൃപകളായി ജനം ഉണരട്ടെ. യേശുവിന്റെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. സ്വർഗ്ഗം അത് ചെയ്യുന്നതിനായി സ്തോത്രം. കരമടിച്ച് ശക്തിയോടെ ചേർന്ന്, നൃത്തത്തോടെ, ഒരു മനസ്സോടെ ചേർന്ന്